Hello, good morning everyone. Good morning, Makle. Good morning, good morning, good morning. Yes, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. യെസ് മിസ്സും ഇവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. ഓക്കെ, യെസ്, റെഡി. യെസ്, അപ്പോൾ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നമ്മളിതേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. പിന്നെ മക്കളെല്ലാവരും മാക്സിമം നിങ്ങളുടെ എഫേർട്ട് എടുത്തിട്ട് തന്നെ എന്ത് ചെയ്യുക, ഓരോ പ്രിപ്പറേഷൻസും അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ആൻഡ് ഓൾസോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരിക്കാം ഫിസിക്സ് ആണ്. ഫിസിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേയധികം ക്വസ്റ്റൻസ് റാൻഡംലി നമ്മൾ ഓൾറെഡി +1 +2 ക്വസ്റ്റൻസ് നമ്മൾ ഓൾറെഡി ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ കുറേയധികം ചെയ്തായിരുന്നു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് യെസ് റാൻഡംലി കുറേയധികം ക്വസ്റ്റൻസ് ഇതേപോലെ തന്നെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റൻസ് നമ്മൾ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, റെഡിയാണ്, സെറ്റാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റൻസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എത്ര നമ്പർ ഓഫ് ക്വസ്റ്റൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് അവിടെ കൂടെ തന്നെയാണ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾ ക്വസ്റ്റൻസ് ചെയ്യുന്ന സമയത്ത് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം പ്രോപ്പറായിട്ട് നിങ്ങളുടെ വീക്ക് ഏരിയ എവിടെയാണ്, നിങ്ങളുടെ സ്ട്രോങ് ഏരിയ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ് നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ കൊണ്ടുവരുന്ന സ്ട്രാറ്റജി പ്ലാനിങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രോപ്പറായിട്ട് നടത്താനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിലെല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഇത് ടഫ് ആയിരിക്കും, ഇത് അങ്ങനെയാണോ ഇതെങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ടുള്ള ടെൻഷനൊന്നും വേണ്ട. അതെല്ലാം നമുക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് നിങ്ങൾ എന്നെ ഉറച്ച് വിശ്വസിക്കുക കേട്ടോ. ഓക്കെ, റെഡി, ക്ലിയർ, യെസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതേ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് നോക്കി നോക്കാം. സമയം വീണ്ടും മിസ് വെറുതെ കളയണില്ല. ആൻഡ് ഓൾസോ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, യെസ് നമ്മുടെ ക്ലാസ് നോട്ട്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതെല്ലാം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, യെസ് അനന്യ, ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അനന്യ. യെസ്, ഓക്കെ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എന്താണ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. A circular race track of radius 600 meter is banked at an angle of 30 degree. അല്ലേ, ഇവിടെ ബാങ്കിങ് ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി ആണ്. ആൻഡ് ഓൾസോ റേഡിയസ് ഓഫ് ദി സർക്കുലർ ട്രാക്ക് is 600 meter ആണ്. If the coefficient of friction between the wheels of the race car and the road is 0.3, അല്ലെ മ്യൂസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.3 ആണ് തന്നിട്ടുള്ളത്. What is the maximum permissible speed to avoid the slipping? അല്ലെ സ്ലിപ്പിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം സ്പീഡ് എന്താണ്? സോ ബാങ്കിങ് ഓഫ് റോഡിൽ വിത്ത് ബൈ കൺസിഡറിങ് ഫ്രിക്ഷൻ നമുക്കറിയാം ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, Vmax is equal to root of RG into µs plus tan theta divided by 1 minus µs tan theta. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. ആൻഡ് ഓൾസോ ഓരോ ടേംസും നമുക്ക് തന്നിട്ടുണ്ട്. ഓൾസോ ജി എന്ന് പറഞ്ഞത് 10 എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്യുക, യെസ് വേഗം ചെയ്ത് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, റെഡി, യെസ്. സോ Vmax is equal to ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. റൂട്ട് ഓഫ് ആർ എന്ന് പറയുന്നത് എത്രയാണ്, ആർ ഇസ് 300 ആണ് വരിക അല്ലെ. അപ്പൊ 300 ഇൻറ്റു ജി എന്ന് പറയുന്നത് 10 ആണ് ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 0.3 ഇൻറ്റു 0.3 പ്ലസ് ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ടാൻ 30 ഡിഗ്രി ആണ് ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.3 ഇൻറ്റു ടാൻ 30. ടാൻ 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും വരിക, ടാൻ 30 എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 1/√3 അല്ലെ. 1/√3ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. അതിന്റെ വാല്യൂ ഒക്കെ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി വെക്കുക. ഇറ്റ് ഇസ് 0.57 ആണ് വരിക കേട്ടോ. 0.57 ആണ് വരിക. ആൻഡ് അത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3000 ഇൻറ്റു 0.3 plus 0.57 divided by 1 minus 0.3 into 0.57 അല്ലേ. നേരെ വേഗം കാൽക്കുലേറ്റ് ചെയ്തോളൂ. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കുക. യെസ്, റൂട്ട് ഓഫ് 3000 ഇൻറ്റു 1.06 സംതിങ് വരും അല്ലേ. 0.3 പ്ലസ് 0.57 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.3 ഇൻറ്റു 0.57 രണ്ടും കൂടെ ഒന്നിച്ച് വീണ്ടും എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്തിട്ട് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ് അതിൻ്റെ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
into 0.3730 0.3 plus 0.57 ആണ് 78 0.87 കിട്ടും അല്ലേ 0.87 0.87 കിട്ടും divided by 0.3 into 0.57 ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്യുക 3000 into 0.87 divided by 0.3 നമുക്ക് കട്ട് ചെയ്ത് കളയാം ആൻഡ് കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞിട്ട് ഡിവൈഡ് ബൈ വീണ്ടും 0.57 ചെയ്യുക ഓൾമോസ്റ്റ് ഒരു 1 പോയിന്റ് സംതിങ് വരും 1 പോയിന്റ് സംതിങ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക കേട്ടോ ഓക്കെ യെസ് അപ്പോൾ 3000 into 3 അല്ല 600 അല്ലേ 600 ആണ് ഓക്കെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടടാ ഇവിടെ 300 ആണെന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തേ ഇവിടെ 600 ഇട്ട് കൊടുക്കണം കേട്ടോ 600 ആണ് 600 ആണ് അപ്പോൾ 6000 ആണ് വരിക 6000 into 1 point സംതിങ് വരും അപ്പോൾ റൂട്ട് 600 into 10 into 1 point അല്ല അതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് 1 point സംതിങ് ആണ് വരുന്നുണ്ടായിരിക്കുക കേട്ടോ അപ്പോൾ 600 സംതിങ് എന്ന് പറയുമ്പോൾ ഒരു 70 സംതിങ് ആയിരിക്കും നമ്മുടെ വാല്യൂ വരിക യെസ് റൂട്ട് 6000 into 1 point സംതിങ് എത്രയായിരിക്കും വാല്യൂ വരിക അത് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നിങ്ങൾ എടുക്കുക അപ്രോക്സിമേറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്രോക്സിമേറ്റ്ലി 70 സംതിങ് ആയിരിക്കും അപ്പോൾ 79.8 മീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടെ ക്ലോസ് ആയിട്ടുള്ള വാല്യൂ therefore 79.8 മീറ്റർ പെർ സെക്കൻഡ് ഇസ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക യെസ് മുഹമ്മദ് ഇർഫാൻസ് അല്ലേ മുഹമ്മദ് ഇർഫാൻ യെസ് വെരി ഗുഡ് കറക്റ്റ് ആണ് കേട്ടോ ഓക്കെ റെഡി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം The electric field at a point P due to an electric dipole is E. അല്ലേ due to an electric dipole അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്നുണ്ട് പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഇ ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഇസ് ആക്സിയൽ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലേ പി എന്ന് പറയുന്ന പോയിന്റ് ആക്സിയലിൽ കിടക്കുന്ന പോയിന്റ് അല്ലേ ഫോർ ഇ ആക്സിയൽ എന്ന് പറയുന്നതാണ് ഇ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഇ ആക്സിയൽ ആണ് ഇ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് വിച്ച് ഈസ് ഈക്വൽ ടു 1/4πε0 2p divided by r cube എന്ന് പറഞ്ഞാൽ r ആണ് അവിടുത്തെ ഡിസ്റ്റൻസ് r cube ആണ് നമ്മുടെ ഇക്വേഷൻ ഉള്ളത് നിങ്ങൾക്ക് അറിയാം ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് r ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ ഇക്വറ്റോറിയൽ ലൈനിൽ ഉണ്ടാകുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻ ടേംസ് ഓഫ് ദിസ് ഈ ആക്സിയലിന്റെ ടേംസിൽ എന്ത് കണ്ടുപിടിക്കുന്നത് എല്ലാം E/256 E/64 E/128 E/32 എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഈ ആക്സിയലിന്റെ ടേമിൽ ഈ ഇക്വറ്റോറിയലിന്റെ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് ഓക്കെ അപ്പൊ ചെയ്ത് നോക്കാം ഈ ഇക്വറ്റോറിയലിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ ഈ ഇക്വറ്റോറിയൽ ലൈൻ ഉണ്ടാവുന്ന ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ 1/4πε0 p ഡിവൈഡ് ബൈ ഇവിടെ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് r എന്ന് പറയുന്നത് എത്രയായിരിക്കും ദാറ്റ് ഈസ് 4r ആണ് therefore 4r ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞിട്ട് കിട്ടും ഓക്കെ യെസ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 p ഡിവൈഡ് ബൈ 4 ക്യൂബ് എന്ന് പറയുന്നത് 64r ക്യൂബ് എന്ന് പറഞ്ഞിട്ട് കിട്ടും അപ്പോൾ 1/64 into 1/4πε0 p/r cube 1/4πε0 p/r cube നമുക്ക് ഇതൊന്ന് വീണ്ടും റീഅറേഞ്ച് ചെയ്ത് എഴുതാം അല്ലേ 1/4πε0 2p/r cube ആണ് ഇ എന്ന് പറയുന്നത് 1/4πε0 p/r cube എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ 2 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 2 ആയിട്ട് മാറും അല്ലേ അപ്പോൾ ഇതിൽ വീണ്ടും നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് പറ്റും ഈ ഇക്വേഷൻ നിന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടും 1/4πε0 p/r cube which is equal to E/2 എന്നുള്ളത് കിട്ടും ആ E/2 എന്നുള്ളത് എന്ത് ചെയ്യുക നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ മക്കളെ വരിക യെസ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി നോക്കടാ ദാറ്റ് ഈസ് 1/64 into E/2 എന്ന് പറഞ്ഞിട്ട് കിട്ടും ഓക്കെ ദാറ്റ് ഈസ് 1/64 into E/2 ആണ് ദാറ്റ് ഈസ് E ഡിവൈഡഡ് ബൈ 64 into 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് 128 ഓക്കെ അല്ലേ യെസ് അപ്പോൾ E/128 ഇസ് ദ റൈറ്റ് ആൻസർ ഏതായിരിക്കും ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ റെഡി ക്ലിയർ ഓക്കെ അല്ലേ യെസ് വെരി ഗുഡ് ഹൃത്യ യെസ് വെരി ഗുഡ് മീനാക്ഷി യെസ് വെരി ഗുഡ് സൻഹ യെസ് വെരി ഗുഡ് കറക്റ്റ് ആണ് കേട്ടോ റെഡി ക്ലിയർ യെസ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ദി കറക്റ്റ് ട്രൂത്ത് ടേബിൾ ഫോർ ദ ഫോളോയിങ് ലോജിക് സർക്യൂട്ട് ഇവിടെ കറക്റ്റ് ട്രൂത്ത് ടേബിൾ ഏതാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളതൊന്ന് ജസ്റ്റ് പോൾ ചെയ്തോളൂ യെസ് പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വിത്തിൻ 30 seconds നിങ്ങൾ ഏതാണെന്നുള്ളതൊന്ന് സിം ചെയ്ത് എഴുതുക കേട്ടോ
ഇപ്പുറത്തേക്ക് വയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഔട്ട്പുട്ട് എല്ലാത്തിൻ്റെയും കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഔട്ട്പുട്ട് എല്ലാത്തിൻ്റെയും കാണാം. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് വേഗം നോക്കാം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളത്. വേഗം ഒന്ന് നോക്കി നോക്കിയടാ. യെസ്, ഓൾറെഡി ലോജിക് ഗേറ്റ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ലോജിക് ഗേറ്റ്സ് വെച്ചിട്ട് ഒന്ന് വേഗം നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒന്ന് വേഗം ഫൈനലൈസ് ചെയ്തിട്ട് പോൾ ചെയ്യുക കേട്ടോ. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാം. കൺട്രോൾ ചെയ്യാൻ മാറി നിന്നേരാം, ചെയ്തോളൂ. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് വേഗം നോക്കി നോക്കുക. ഓക്കെ, ടൈം ഇസ് അപ്പ്. സോ യെസ്, അപ്പോൾ ഓപ്ഷൻ എ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, പറഞ്ഞുതരാം എങ്ങനെയാണ് സംഭവം വരുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം, നോക്കുക. യെസ്, പറഞ്ഞുതരാം കേട്ടോ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നിങ്ങൾ ചൂസ് ചെയ്തതിൽ കുറച്ച് പേരുടെ തെറ്റുണ്ട്, കുഴപ്പമില്ല, പറഞ്ഞുതരാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പൊ ഇവിടെ നോക്കി നോക്കാം, എയും ബിയും അല്ലേ തന്നിട്ടുള്ളത്. ഇതില് എന്റെ ഔട്ട്പുട്ട് ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. ഇത് രണ്ടും കൂടെ ആൻഡ് ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, രണ്ടും കൂടെ ഇൻറ്റു ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ ആൻഡ് അല്ലേ തന്നിരിക്കുന്നത്, സോ ഇവിടെ എ ബി വരും. പിന്നെ എന്റെ നോട്ട് ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പൊ എ ബാർ വരും. അപ്പൊ എ ബാറും എ ബിയും കൂടെ വീണ്ടും ഓർ ചെയ്തിരിക്കുകയാണ്. ഓർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എ ബാറും എ ബിയും കൂടെ ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വൈ വരിക. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ട്രൂത്ത് ടേബിൾ എഴുതുക എന്നുള്ളത് നോക്കി നോക്കുക. ട്രൂത്ത് ടേബിൾ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് എ ഉണ്ട്, ബി ഉണ്ട്, അതൊന്ന് വൈ ഉണ്ട്. ഓക്കെ, അപ്പൊ 0 0 ആണ് നമ്മുടെ ഫസ്റ്റ് കോമ്പിനേഷൻ. നിങ്ങൾക്ക് അറിയാം കോമ്പിനേഷൻസ് ഏതൊക്കെ എടുക്കണ്ടേ എന്നുള്ളത് അറിയാലോ. കോമ്പിനേഷൻസ് എടുക്കേണ്ടത് 0 0 0 1 1 0 1 1. ഇതായിരിക്കണം നമ്മുടെ കോമ്പിനേഷൻസ്. ഇപ്പോൾ എയും ബിയും 0 0 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ എന്താ വരിക? വൈ ഇസ് എ ബാർ പ്ലസ് എ ബി ആണ്. എ ബാർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലെ. എ എന്ന് പറയുന്നത് 0 ആണ്, അതിന്റെ എ ബാർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആയിരിക്കും വരിക. അപ്പോൾ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, പിന്നെ അടുത്തത് എ ബി എന്നുള്ളത് 0 ആയാലും 1 ആയാലും ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈ വാല്യൂ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഹൈ വാല്യൂ തന്നെ കിട്ടും അല്ലെ, 1 തന്നെ കിട്ടും. അപ്പോൾ 1 ആയി. ഓക്കെ, ഇനി അടുത്തത് 0 ആണ്. 0ന്റെ വീണ്ടും എ ബാർ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ വരിക? 1 ആണ് വരിക. സോ അതെന്തായാലും ആഡ് ചെയ്യുമ്പോൾ 1 വരും. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, 1 എന്ന് പറയുന്നതിന്റെ എ ബാർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 വരും. അപ്പം ബാക്കി കൂടെ നമ്മൾ നോക്കണം. ഇവിടെ എന്തായാലും 0 വരും. അപ്പൊ 0 പ്ലസ് ഇവിടെ എ ബി അല്ലേ, എ ബി എന്ന് പറയുന്നത് എത്രയാ? എ ബി എ ഇൻറ്റു 0 എന്ത് 1 ഇൻറ്റു 0 എത്രയാ വരിക? 0 ആണ് വരിക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കേസിൽ 0 ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, ഇനി ലാസ്റ്റത്തെ വൺ നോക്കുക. ഇവിടെയും എ ബാർ എന്ന് പറയുന്നത് 0 ആണ്, അപ്പൊ 0 എടുക്കും. പ്ലസ് എ ബി എന്ന് പറയുന്നത് 1 ഇൻറ്റു 1 ആണ്. 1 ഇൻറ്റു 1 ഇസ് 1 ആണ്. സോ 0 പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 തന്നെ കിട്ടും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കേസിൽ എന്തായിരിക്കും വരിക? ഔട്ട്പുട്ട് 1 ആണ് വരിക. അപ്പൊ 1 1 0 1 അല്ലെ, 1 1 0 1 ആണ് നമ്മുടെ എന്ത് വരുന്നുണ്ടായിരിക്കുക? ഔട്ട്പുട്ട് വരുന്നുണ്ടായിരിക്കുക. അപ്പൊ അത് ഏതാണ്? ട്രൂത്ത് ടേബിൾ കറക്റ്റ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾ ഏതാ? 1 1 0 1. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾ വരിക കേട്ടോ. റെഡി? ക്ലിയർ? സെറ്റ് ആണ്? ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? യെസ്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നോക്കൂ. യെസ്, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ സീരീസ് കോമ്പിനേഷൻ ഓഫ് 2 batteries both of the same EMF, രണ്ടിനും സെയിം EMF ആണ്, സെയിം വോൾട്ടേജ് ആണ് തന്നിട്ടുള്ളത്. 20 വോൾട്ട് ആണ് തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സീരീസ് കോമ്പിനേഷൻ ഓഫ് 2 batteries, 2 ബാറ്ററിന്റെ സീരീസ് കോമ്പിനേഷൻ ആണുള്ളത്. ബട്ട് ഡിഫറെന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് 25 ohm ആൻഡ് 5 ohm. ഇന്റേണൽ റെസിസ്റ്റൻസ് രണ്ടിനും ഡിഫറെന്റ് ആണ്. R1 എന്ന് പറയുന്നത് 25 ohm ഉണ്ട്, ആൻഡ് രണ്ടാമത്തെ സെല്ലിന്റെ 5 ohm ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. Okay, which is connected to the parallel combination of 2 resistors 40 ohm and R ohm അല്ലെ. ഇനി അടുത്ത രണ്ട് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. R1 എന്ന് പറയുന്നത് 40 ഓമും R2 എന്ന് പറയുന്നത് R ഓമും ആണ്. ഇതിന്റെ പാരലൽ കണക്ഷൻ രണ്ടും കൂടെ പാരലലി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അവിടെ ഉണ്ടാകുന്ന രണ്ട് റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലലി കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇക്വാലന്റ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ. എന്താണ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ് വരിക. സോ ഇവിടെയാണെന്നുണ്ടെങ്കിലും 40R ഡിവൈഡഡ് ബൈ 40 പ്ലസ് R എന്ന് പറയുന്നതായിരിക്കും എക്സ്റ്റേണൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇക്വാലന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കിട്ടുക.
Okay, and next, the voltage difference across the battery of internal resistance is 25 ohm is 0. 25 ohmന് corresponding ആയിട്ട് 25 ohm എന്ന് പറയുന്ന internal റെസിസ്റ്റൻസിന് corresponding ആയിട്ട് ഉണ്ടാകുന്ന വോൾട്ടേജ് V1 എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആറിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് V1 is equal to 0 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ടെർമിനൽ വോൾട്ടേജിന്റെ ഇക്വേഷൻ. ടെർമിനൽ വോൾട്ടേജ് V1 0 ആണല്ലോ. അപ്പോൾ ഈ വോൾട്ടേജ് V1 മൈനസ് V1 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? V1 എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും? അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് അബ്സിലോൺ മൈനസ് ഐ അല്ലെങ്കിൽ അബ്സിലോൺ 1 മൈനസ് IR1നോട് ഈക്വൽ ആയിരിക്കും, which is equal to 0. ഓക്കെ, ആൻഡ് അബ്സിലോൺ 1 ഉണ്ടാകുന്ന EMF നമുക്ക് തന്നിട്ടുണ്ട് രണ്ടും എത്ര? അബ്സിലോൺ 1ഉം അബ്സിലോൺ 2ഉം 20 വോൾട്ട് ആണ്. അബ്സിലോൺ 1 is equal to അബ്സിലോൺ 2 is equal to 20 വോൾട്ട് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ അബ്സിലോൺ 1 മൈനസ് IR1 is equal to എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കി നോക്കുക, അബ്സിലോൺ 1 is 20 മൈനസ് I into 25 ഓമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതല്ലേ, which is equal to 0. ഓക്കെ, therefore 20 is equal to I into 25 ആണ് വരിക. then നമുക്ക് ഇതിന്ന് കറണ്ട് കിട്ടൂടാ, I is equal to 20/25 വരും. 20/25 വരും. 20/25 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾസ് കട്ട് ചെയ്ത് കളയാം, which is equal to 4/5 ആണ് വരിക അല്ലേ, 4/5 ആണ് വരിക. റെഡി യെസ്, അതാണ് അങ്ങനെ വെച്ചോളൂ. അല്ലെങ്കിൽ അതിന്റെ ബാക്കി നിങ്ങൾക്ക് ചെയ്ത് നോക്കിയോളൂ. ദാറ്റ് ഇസ് 0.8 വരും, 0.8 വരും, വാല്യൂ 0.8 വരും കേട്ടോ. 4/5 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 0.8 കൊടുക്കുക, 0 കൊടുക്കുക, 8 × 5 40, അങ്ങനെ 0.8 വരും. അപ്പൊ ഇതിന്ന് നമുക്ക് കറണ്ട് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് എന്താണ്? റെസിസ്റ്റൻസ് ആണ്. അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കറണ്ട് ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാം വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്, അല്ല അല്ലെങ്കിൽ V is equal to IR ആണ്. സോ R is equal to എന്താ വരിക? V/I ആണ് വരിക. ഇനി ഇവിടെ നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റെസിസ്റ്റൻസ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. യെസ് അനഹ, നമുക്ക് ഈദ് മുബാറക്ക് പറഞ്ഞിട്ട് ഈദ് മുബാറക്ക് യെസ് മാം. യെസ്, ഓഫ്ലൈൻ ക്ലാസ്സസ് ഇപ്പം നമ്മൾ ഇവിടെ മലയാളത്തിൽ നമ്മൾ കറന്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് I is equal to എന്ത് വരിക? 0.8 എന്ന് പറഞ്ഞിട്ടാണ് വരിക. ആൻഡ് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഉണ്ടാവുന്ന ടോട്ടൽ കറണ്ടിന്റെ ഇക്വേഷൻ അവിടെ ഉണ്ടാകുന്ന അബ്സിലോൺ ടോട്ടൽ ഡിവൈഡഡ് ബൈ R ടോട്ടൽ ആണ്. അതൊന്നും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിലേക്ക് എത്താം. നോക്കുക, കറണ്ട് ഇസ് ഈക്വൽ ടു അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ആയിട്ട് ഉണ്ടാവുന്ന അബ്സിലോണിന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? യെസ്, R ടോട്ടൽ ആണ്, ടോട്ടൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ അബ്സിലോൺ ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അബ്സിലോൺ 1 പ്ലസ് അബ്സിലോൺ 2 ആണല്ലോ. ഈ അബ്സിലോൺ 1 പ്ലസ് അബ്സിലോൺ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര? രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20 + 20 ചെയ്ത് കഴിഞ്ഞാൽ വി ഗോട്ട് 40 ആണ്. ആൻഡ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇല്ലേ, അല്ലെങ്കിൽ അവിടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഇല്ലേ, അത് പ്ലസ് R1 പ്ലസ് R2 ആണ് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് വരിക. ഓക്കെ, therefore നമുക്ക് എന്ത് എഴുതാം? 40 ഡിവൈഡഡ് ബൈ എക്സ്റ്റേണലി നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ് പ്ലസ് R1 പ്ലസ് R2 ചെയ്ത് കഴിഞ്ഞാൽ 25 + 5 ആണ്. 25ഉം 5ഉം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 30 ആയിരിക്കും വരിക. സോ R എക്സ്റ്റേണൽ പ്ലസ് 30 ആണ് എന്നുള്ളത് എനിക്ക് ഇവിടെ തന്നെ കൊടുക്കാം, പ്രശ്നമില്ല. ഇതാണ് കറണ്ടിന്റെ വാല്യൂ. കറണ്ടിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, വിച്ച് ഇസ് ഈക്വൽ ടു 0.8 ആണ്. അപ്പോൾ 0.8 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് R എക്സ്റ്റേണലിന്റെ വാല്യൂ നമ്മൾ തൊട്ട് മുന്നേ ഏറ്റവും ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 40R ഡിവൈഡ് ബൈ 40 + R ആണ്. അപ്പൊ അതൊന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് R ആക്ച്വലി കണ്ടുപിടിക്കാൻ പറ്റും. ചെയ്ത് നോക്കാം. നിങ്ങൾ നോക്കുക, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് R എക്സ്റ്റേണൽ പ്ലസ് 30 which is equal to 40 ഡിവൈഡഡ് ബൈ 0.8 ആയിരിക്കും വരിക. ഓക്കെ, സോ R എക്സ്റ്റേണൽ പ്ലസ് ഇതിന് വീണ്ടും റീഅറേഞ്ച് ചെയ്യാലോ. R എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു 40 ഡിവൈഡ് ബൈ 0.8 ആയിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻറ്റു 10 ഇവിടെ ഇൻറ്റു 10 ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ എത്ര കിട്ടും? 50 കിട്ടും അല്ലേ? യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50 ആയിരിക്കും R എക്സ്റ്റേണൽ വരിക. therefore R എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു 50 മൈനസ് 30 which is equal to 20. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് R ആണ്. R എക്സ്റ്റേണലിന്റെ വാല്യൂ നമുക്കറിയാം, R ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് കേട്ടോ. R എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് അറിയാം, which is equal to 20 ആണ്. ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂടാ? യെസ്, R കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ R എക്സ്റ്റേണൽ ഇക്വേഷൻ 40R ഡിവൈഡ് ബൈ 40 + R അല്ലേ? അത് ഞാൻ ഇതേപോലെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 40R ഡിവൈഡഡ് ബൈ 40 + R which is equal to എത്രയാ? 20 ആണ്. അപ്പൊ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 40R which is equal to 40 into 20 plus
20R എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലെ. 40 into 20 plus 20R എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഇസ് 40 into 20, ദാറ്റ് ഇസ് 800 ആണ്. 800 plus 20R ആണ്. 40R minus 20R, that is equal to 20R. 20R is equal to 800. Then 0 0 കട്ട് ചെയ്ത് പോയി. R 80 ൽ 40 times ആണ്. Therefore R is equal to 40 ohm. R ന്റെ വാല്യൂ നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞോടാ എത്രയായിരിക്കും വരിക, which is equal to 40 ohm ആയിരിക്കും കേട്ടോ. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 40 ohm is the right answer. റെഡി? ക്ലിയർ? ഓക്കെ ആണ്? സെറ്റ് ആണ്? ചെയ്യാൻ പറ്റിയല്ലോടാ? ഈസി ആയിട്ട് എഴുതാലോ. ക്ലിയർ? ഓക്കെ, then നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സോ ലെറ്റ്സ് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The diameter of the sphere is measured using a vernier calipers whose 9 division of main scale are equal to 10 division of vernier scale. നമുക്ക് തന്നിട്ടുണ്ട് 9 main scale division which is equal to 10 vernier scale division എന്നുള്ളത് ഓൾറെഡി തന്നിട്ടുണ്ട്. Okay. The shortest division on the main scale is equal to 1 millimeter അല്ലെ, അല്ലെങ്കിൽ 1 MSD is equal to അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് ഗിവൺ ആയിട്ട് തന്നിട്ടുള്ളത് 1 MSD is equal to 1 millimeter ആണ്. ഷോർട്ടസ്റ്റ് ഡിവിഷൻ ഇൻ മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 1 millimeter ആണ് എന്നുള്ളതൊക്കെ തന്നിട്ടുണ്ട്. And the main scale reading is 4 meter. Main scale reading എന്ന് പറയുന്നത് 4 centimeter ആണ്. And fourth division of the vernier scale coincides with the division on the main scale അല്ലെ. vernier scale division എന്ന് പറയുന്നത് 4 ആണ്. അത് മെയിൻ സ്കെയിൽ ഡിവിഷൻ ആയിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. മാസ് ഓഫ് ദ സ്ഫിയർ തന്നിട്ടുണ്ട്. M is equal to 96 gram ആണ്. It is equal to 96 into 96 വെച്ചിട്ട് ചെയ്യണ സമയത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആൻഡ് ഡെൻസിറ്റി ഓഫ് ദ സ്ഫിയർ, ഡെൻസിറ്റി എത്രയായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഡെൻസിറ്റി ആക്ച്വലി കണ്ടുപിടിക്കണമെങ്കിൽ ഡെൻസിറ്റിന്റെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 4 by അല്ലെങ്കിൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയാണ്. വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഡിവൈഡഡ് ബൈ 4/3 pi r³ ആണ്. അപ്പൊ ആക്ച്വലി ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ഡയാമീറ്ററിന്റെ വാല്യൂ ആണ് അല്ലെ. ഡയാമീറ്റർ ഓഫ് ദ സ്ഫിയർ ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അതാണ് മെഷർ ചെയ്തിട്ടുള്ള വാല്യൂ. അതിന്റെ മെഷർമെന്റ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് വെർനിയർ സ്കെയിലും അതുപോലെ തന്നെ മെയിൻ സ്കെയിൽ ഡിവിഷൻ തമ്മിൽ തന്നിട്ടുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ആദ്യം ഡയാമീറ്ററിന്റെ ഇക്വേഷൻ വാല്യൂ കണ്ടുപിടിക്കുക. അത് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഡിയസ് കിട്ടും. ആ റേഡിയസിന്റെ ഇക്വേഷൻ നമ്മൾ വോളിയത്തിൽ ഇട്ട് കൊടുത്താൽ വോളിയത്തിന്റെ ഇക്വേഷൻ കിട്ടും. പിന്നെ മാസ് ഡിവൈഡ് ബൈ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മുടെ മെത്തേഡ്. അതാണ് നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്ന പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നിന്നും ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കണം. കാരണം നമ്മുടെ റീഡിങ് നമ്മുടെ ടോട്ടൽ റീഡിങ് കിട്ടണമെങ്കിൽ എപ്പോഴും ഇപ്പൊ ഡയാമീറ്റർ ആണല്ലോ ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഡയാമീറ്റർ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ടോട്ടൽ റീഡിംഗ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർനിയർ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു അല്ലെങ്കിൽ വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ആണ് ചെയ്യേണ്ടത്. വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ആണ് ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ടോട്ടൽ റീഡിംഗ് കിട്ടുക. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് എന്തായിരിക്കണം? ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടുപിടിക്കാനായിട്ടുള്ളത് നമ്മുടെ അവിടുത്തെ ലീസ്റ്റ് കൗണ്ട് ആണ്. അപ്പൊ ലീസ്റ്റ് കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയോ? നമുക്ക് ഈ തന്നിട്ടുള്ള കാര്യത്തിൽ നിന്ന് നമുക്ക് ആദ്യം ലീസ്റ്റ് കൗണ്ടിലേക്ക് എത്താം. ഓക്കെ, അപ്പൊ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി MSD minus 1 MSD minus 1 VSD ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ലീസ്റ്റ് കൗണ്ട് കിട്ടും. ഓക്കെ, അപ്പൊ ചെയ്യാം. ലീസ്റ്റ് കൗണ്ട് ആണ് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 1 MSD minus 1 VSD ആണ് ചെയ്യേണ്ടത്. ഓക്കെ, 1 MSD is ഓൾറെഡി ഗിവൺ ആണ്. എത്രയാണ്? 1 millimeter അല്ലേ. 1 millimeter ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ഞാൻ എഴുതി. 1 VSD നമുക്ക് അറിയില്ല, പക്ഷെ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. 9 MSD is equal to 10 VSD ആണ്. സോ 1 VSD is equal to എന്താ വരിക? യെസ്, 1 VSD is equal to ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന 10 VSD ഡിവൈഡഡ് ബൈ 9 MSD. ഓക്കെ, ഈ 9 MSD അല്ലെങ്കിൽ 9 MSD ഡിവൈഡഡ് ബൈ ഇവിടെ ഇപ്പുറത്ത് 9 MSD ഉണ്ട് അല്ലേ. 9 MSD ഉണ്ട്. അത് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? 10 ചെയ്യുക കേട്ടോ. അത് ഡിവൈഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യെസ്, നമ്മുടെ 1 VSD എത്രയാണെന്നുള്ളത് കിട്ടും. 1 VSD എത്രത്തിനോട് ഈക്വൽ ആണെന്നുള്ളത് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 9/10 ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു 0.9 millimeter ആണെന്ന് പറഞ്ഞിട്ട് കിട്ടും.
ഓക്കെ, ബിക്കോസ് 1 MSD is 1 millimeter, therefore 0.9 millimeter ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാലോ. ഇനി ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? യെസ്, MSD ഉണ്ട്, VSD ഉണ്ട്. സോ 1 millimeter മൈനസ് എന്ത് ചെയ്യുക? 0.9 millimeter ചെയ്യുക കേട്ടോ. ഓക്കെ, ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു 1 MSD മൈനസ് 1 VSD which is equal to 1 millimeter മൈനസ് 0.9 millimeter ആണ്, which is equal to 0.1 millimeter കിട്ടും. ഈ 0.1 millimeter നമുക്ക് സെന്റിമീറ്ററിലേക്ക് കാണുമ്പോൾ 0.01 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ ഓക്കെ, റെഡി, ക്ലിയർ ആണ്, സെറ്റ് ആണ്. യെസ്, ഇനി ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിച്ചു. ഇനി നേരെ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ റീഡിംഗ് കണ്ടുപിടിച്ചാൽ മതി. ടോട്ടൽ റീഡിംഗ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് ദ ഡയാമീറ്റർ അല്ലെ. ഡയാമീറ്റർ വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ റീഡിംഗ് ആണ്. ദാറ്റ് ഇസ് MSR പ്ലസ് VSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ചെയ്താൽ മതി. MSR നമ്മൾ മെയിൻ സ്കെയിൽ റീഡിംഗ് എത്രയാണോ അത് പ്ലസ് ഇവിടെ ഉണ്ടാകുന്ന വെർനിയർ സ്കെയിൽ ഡിവിഷൻ എത്രയാണോ അത് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ചെയ്യുക. ഓക്കെ, എത്രയാണ് MSR? 4 സെന്റിമീറ്റർ ആണ്, പ്ലസ് 4 സെന്റിമീറ്റർ ആണ്, പ്ലസ് 4 ആണ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു 0.01 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ 4 പ്ലസ് എന്ത് ചെയ്യാം? 0.04 4 പ്ലസ് 0.04 ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4.04 സെന്റിമീറ്റർ കിട്ടും കേട്ടോ. 4.04 സെന്റിമീറ്റർ കിട്ടും. ഓക്കെ അല്ലേ? ഇതെല്ലാം നമുക്ക് വേണ്ടത്. നമുക്ക് ആക്ച്വലി വേണ്ട കാര്യം എന്താണ്? അവിടെ ഉണ്ടാവുന്ന റേഡിയസ് ആണ്. സോ റേഡിയസ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം മക്കളെ? യെസ്, ഇതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് ദ റേഡിയസ്. therefore radius is equal to 4.04 divided by 2 ആണ്. ദാറ്റ് ഈസ് 2.02 സെന്റിമീറ്റർ. ഇത്രയേ വേണ്ടു. ഇനി നേരെ എന്ത് ചെയ്യാം? വോളിയം കാൽക്കുലേറ്റ് ചെയ്യാം, പിന്നെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഏത് ലാംഗ്വേജ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ മലയാളം ലാംഗ്വേജ്, അത് മലയാളം ചാനലാണ് കേട്ടോ. യെസ്, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, യെസ്, ദെൻ നെക്സ്റ്റ് നമ്മൾ റേഡിയസ് കിട്ടിക്കഴിഞ്ഞു. റേഡിയസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണത് എന്താണ്? യെസ്, വോളിയം ആണ്. ബിക്കോസ് വോളിയം ഇസ് ഈക്വൽ ടു 4/3 πr ക്യൂബ് ആണ്. 4/3 πr ക്യൂബ് ആണ്. ദാറ്റ് ഇസ് 4/3 π ഇൻറ്റു 2.02 the whole cube ഇട്ട് കൊടുക്കുക. ഓക്കെ, 4/3 π ഇൻറ്റു 2.02 the whole cube ഇട്ട് കൊടുക്കുക. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് ദ വോളിയം. സോ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 4/3 π 4/3 ഇൻറ്റു 22.7 ഇൻറ്റു 2.02 ഹോൾ ക്യൂബ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്യൂബ് പറയുമ്പോൾ 8 പോയിന്റ് സംതിങ് വരും. ചെയ്തുകൊണ്ട് 34 സംതിങ് ആണ് വാല്യൂ വരിക. 34.5 സംതിങ് ആയിരിക്കും നമ്മുടെ വോളിയം വരുന്നുണ്ടായിരിക്കുക. ഇനി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ദാറ്റ് ഈസ് 96 ഡിവൈഡഡ് ബൈ 34 പോയിന്റ് സംതിങ് വരും അല്ലേ. 96 ഡിവൈഡഡ് ബൈ 34 പോയിന്റ് സംതിങ് ആയിരിക്കും എന്ത് വരികയാണ്? നമ്മുടെ ഡെൻസിറ്റി വരുന്നുണ്ടായിരിക്കുക. സോ നെക്സ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 96 ഡിവൈഡ് ബൈ 30 അല്ലേ. 96 ഡിവൈഡ് ബൈ 30 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3ന്റെ അടുത്തൊക്കെ ആയിരിക്കും വാല്യൂ വരിക, അല്ലെങ്കിൽ 2.8 സംതിങ് ഒക്കെ ആയിരിക്കും. 3ന്റെ അടുത്തായിട്ടായിരിക്കും വാല്യൂ വരിക. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നോക്കി നോക്കൂ. യെസ്, 2.78 അല്ലേ. 2.78 ആയിരിക്കും വരിക. 2.78 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് അല്ലേ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2.78 gram per centimeter cube. ഒരു 3ന്റെ അടുത്ത് വരുന്ന വാല്യൂ ആയിരിക്കും. നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നിങ്ങൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഇല്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ മാക്സിമം കാൽക്കുലേറ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേയധികം കാൽക്കുലേഷൻ അല്ലെങ്കിൽ കുറേയധികം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഓരോ മെത്തേഡ് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് ഓരോ പുതിയ മെത്തേഡുകൾ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ക്ലിയർ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ അല്ലെ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ 2.78 gram per centimeter cube ഇസ് ദ റൈറ്റ് ആൻസർ. അതായിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ ആണ്? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ വയർ ഓഫ് ലെങ്ത് 40 centimeter stretched between the rigid support has its nth and n+1th harmonics at 350 Hz and 400 Hz. nth ഹാർമോണിക്സിനെയും n+1th ഹാർമോണിക്കും തമ്മിൽ ഉണ്ടാകുന്ന രണ്ടെണ്ണത്തിന്റെയും ആ ഒരു ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 300 Hz, 350 Hz and 400 Hz ആണ്. ആൻഡ് ഇഫ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ഇസ് 800 Newton, ഇറ്റ്സ് ലീനിയർ മാസ് ഡെൻസിറ്റി. ലീനിയർ മാസ് ഡെൻസിറ്റി എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ ആക്ച്വലി നമുക്കറിയാം ഈ V is equal to √T/μ. ഇതാണ് ടെൻഷനും ലീനിയർ മാസ് ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ ഈ മ്യൂ എന്ന് പറയുന്ന സംഗതി കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി എന്ത് ചെയ്താൽ മതി? ടെൻഷൻ ബൈ V² ചെയ്താൽ മതി അല്ലെ.
അപ്പോൾ വി ആക്ച്വലി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഹാർമോണിക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വി ആക്ച്വലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. വി ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫ് ഇസ് ഈക്വൽ ടു വി ബൈ 12 ആണ് അല്ലെ. ഇവിടെ തന്നിരിക്കുന്നത് ഒരു സ്ട്രിങ്ങിന്റെ കേസിലാണ്. സ്ട്രെച്ച് സ്ട്രിങ്ങിന്റെ കേസിൽ ഉണ്ടാകുന്ന ഫണ്ടമെന്റൽ ഫ്രീക്വൻസി F1 ഇസ് ഈക്വൽ ടു വി ബൈ 12 ആണ്. സോ വി ഇസ് ഈക്വൽ ടു എന്ത് വരും? 12 ഇൻറ്റു F1 വരും. സോ F1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് ഹാർമോണിക്സുകൾ തമ്മിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് എടുത്ത് വെച്ചിട്ട് വി ഗോട്ട് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ദെർഫോർ F1 ഇസ് ഈക്വൽ ടു Fn+1 മൈനസ് Fn ചെയ്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് 400 മൈനസ് 350 ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു 50 ഹെർട്സ് ആണ് വരിക അല്ലേ. 400 മൈനസ് 350 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് 50 ഹെർട്സ്. 50 ഹെർട്സ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ചെയ്യാലോ. ടെൻഷൻ വന്നിട്ടുണ്ട് എത്രയാണ്? 800 ആണ്. സോ ആദ്യം വി കണ്ടുപിടിക്കുക. വി ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു F1. എത്രയാണ്? 12. ലെങ്ത് എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആണ്. സോ 2 ഇൻറ്റു 40 ദാറ്റ് ഇസ് 80 സെന്റിമീറ്റർ. 80 ഇൻറ്റു എന്തിട്ട് കൊടുക്കുക? 80 ഇൻറ്റു 10⁻⁻² അല്ലേ. അപ്പൊ 2 ഇൻറ്റു 40 ഇൻറ്റു 10⁻², 12 ഇൻറ്റു F1 ആണല്ലേ. 12 ഇൻറ്റു F1. അപ്പൊ 40 ഇൻറ്റു 10⁻² ഇൻറ്റു 50. ഓക്കെ, 2 0 പോയി. ഈ സീറോയും ഇതിൽ കട്ട് ചെയ്ത് പോയി. ദെൻ 5 ഇൻറ്റു 2 10, 10 ഇൻറ്റു 4 40 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടി. വി ഇസ് ഈക്വൽ ടു എത്രയാണ്? വി ഇസ് ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിന് നേരെ എന്ത് ചെയ്താൽ മതി? ടി ബൈ വി സ്ക്വയർ ചെയ്താൽ മതി അല്ലേ. ടി ബൈ വി സ്ക്വയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് മ്യൂ ഇസ് ഈക്വൽ ടു 800. ടി ബൈ വി സ്ക്വയർ ചെയ്യുക. ടി ബൈ വി സ്ക്വയർ ചെയ്യുക. 800 ഡിവൈഡഡ് ബൈ 14 സ്ക്വയർ ചെയ്യുക. ദാറ്റ് ഈസ് 800 ഡിവൈഡഡ് ബൈ 1600. 0 കട്ട് ചെയ്ത് പോയി. യെസ്, 1/2 വിച്ച് ഇസ് ഈക്വൽ ടു 0.5 വരും അല്ലേ. 0.5 വരും. 0.5 കിലോഗ്രാം പെർ 0.5 കിലോഗ്രാം പെർ മീറ്റർ വരും. ഓക്കെ. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ് വരിക? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 0.5 കിലോഗ്രാം പെർ മീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ക്ലിയർ? സെറ്റ് ആണ്? യെസ്. ഹായ് ചിന്നു, ഹായ്, ഗുഡ് ഈവനിങ്, ഗുഡ് മോർണിംഗ് മോളെ. യെസ്, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ moving on x-axis is given by x of t is equal to a sin square t plus b cos square t plus c t cube plus sin dt. What is the dimension of a, b, c by d? A, B, C by D ന്റെ ഡയമെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എന്റെ ഡയമെൻഷൻ അറിയണം, ബിന്റെ ഡയമെൻഷൻ അറിയണം, സിന്റെ ഡയമെൻഷൻ അറിയണം, ഡിന്റെ ഡയമെൻഷൻ അറിയണം. അതിന്റെ ഡയമെൻഷൻസ് എല്ലാം അറിഞ്ഞു കഴിഞ്ഞാലാണ് എ ബി സി ബൈ ഡി എന്താന്നുള്ള സംഗതി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് തന്നിട്ടുള്ള കാര്യം വെച്ചിട്ട് നോക്കുക. പൊസിഷന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കണം അല്ലെ. പൊസിഷൻ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്താ? വിച്ച് ഇസ് ഈക്വൽ ടു എ സൈൻ സ്ക്വയർ ടി പ്ലസ് ബി കോസ് സ്ക്വയർ ടി പ്ലസ് സി ടി ക്യൂബ് പ്ലസ് സൈൻ ഡി ടി അല്ലേ. സൈൻ ഓഫ് ഡി ടി ഇതാണ് തന്നിട്ടുള്ളത്. സോ നിങ്ങൾക്കറിയാം ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആക്ച്വലി എന്താണ്? ഡയമെൻഷൻലെസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ എക്സ് ഓഫ് ടിന്റെ ഡയമെൻഷൻ എന്താണ്? എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷൻ ആണ്. ഈ പൊസിഷന്റെ ഡയമെൻഷൻ തന്നെയാണ് എന്തിനും ഉണ്ടായിരിക്കുക? എ സൈൻ സ്ക്വയർ ടി എന്ന് പറയുന്ന സംഗതിക്ക് ഉണ്ടാവുന്ന ഡയമെൻഷൻ. ഇതിൽ സൈൻ സ്ക്വയർ ടി എന്ന് പറയുന്നതിന് എന്തല്ല? ഇറ്റ് ഇസ് ഡയമെൻഷൻലെസ് ആയിരിക്കും. ഇത് ഡയമെൻഷൻലെസ് ആണ് ബിക്കോസ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. സോ എന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു പൊസിഷന്റെ അതായത് ലെങ്ത്തിന്റെ അതേ സെയിം ഡയമെൻഷൻ. അതേപോലെ ബി കോസ് സ്ക്വയർ ടിയിലും ബി എന്ന് പറയുന്നത് അതിന്റെ ഡയമെൻഷൻ സെയിം ആസ് എൽ തന്നെയായിരിക്കും വരിക. ദെൻ നെക്സ്റ്റ് സി ടി ക്യൂബ് എടുക്കാം. സി ടി ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഫംഗ്ഷൻ നോക്കുക. സി ടി ക്യൂബ്. സി ടി ക്യൂബിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സെയിം ആസ് ദ ഡയമെൻഷൻ ഓഫ് പൊസിഷൻ അല്ലേ. നമുക്കറിയാലോ എ സൈൻ സ്ക്വയർ ടിന്റെ ഡയമെൻഷൻ
സി എക്സ് ഓഫ് ടി തന്നെയായിരിക്കും, ബി കോസ് സ്ക്വയർ ടീൻ്റെ എക്സ് ഓഫ് ടി തന്നെയായിരിക്കും, സി ടി ക്യൂബിൻ്റെ എക്സ് ഓഫ് ടി തന്നെയായിരിക്കും, സൈൻ ഡി ടിൻ്റെ എക്സ് ഓഫ് ടി തന്നെയായിരിക്കും. കാരണം ഇതെല്ലാം എന്ത് തന്നെയാണ്, പ്ലസ് പ്ലസ് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് പോയിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു മെത്തേഡിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ സി ടി ക്യൂബിൻ്റെ ഡയമെൻഷൻ ഇസ് ലെങ്ത് അല്ലെങ്കിൽ പൊസിഷൻ തന്നെയാണ് വരിക, പൊസിഷൻ്റെ അതേ ഡയമെൻഷൻ എൽ തന്നെയാണ് വരിക. അപ്പോൾ സീൻ്റെ ഡയമെൻഷൻ എന്താ വരിക, വിച്ച് ഇസ് ഈക്വൽ ടു, സീൻ്റെ ഡയമെൻഷൻ എന്താ മക്കളെ വരിക, സി വിച്ച് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എൽ ഡിവൈഡഡ് ബൈ, ഇവിടെ ടി ക്യൂബ് അല്ലേ, ടി ക്യൂബിന്റെ ഡയമെൻഷൻ എന്താ വരിക, ടി റൈസ് ടു 3. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എൽ ടി റൈസ് ടു -3 വരും, എൽ ടി റൈസ് ടു -3 വരും. ഓക്കെ, ഇനി സൈൻ ഓഫ് ഡി ടി ഉണ്ട് അല്ലെ, സൈൻ ഓഫ് ഡി ടി ഉണ്ട്. അടുത്ത് നോക്കുക, സൈൻ ഓഫ് ഡി ടി എന്ന് പറയുന്നതും ഇസ് ആക്ച്വലി ഡയമെൻഷൻലെസ് ആണ് അല്ലെ. സൈൻ ഓഫ് ഡി ടി എന്ന് പറയുന്ന ഫംഗ്ഷനും ഡയമെൻഷൻലെസ് ആണ്. സോ അതിന്റെ ഡയമെൻഷൻ എനിക്ക് എന്തായിട്ട് എടുക്കാം, 1 ആയിട്ട് എടുക്കാം അല്ലെ. അപ്പൊ ഡി ടിന്റെ അല്ലെങ്കിൽ ഡയമെൻഷൻലെസ് ആണ് എന്നുള്ളതുകൊണ്ട് ഡി ടിന്റെ ഡയമെൻഷൻ, ആ ഒരു ആംഗിളിന്റെ ഡയമെൻഷൻ സെയിം ആസ് 1. ദെർഫോർ ഡയമെൻഷൻ ഓഫ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/t ആണ് വരിക അല്ലേ. ദാറ്റ് ഈസ് ടി ഇൻവേഴ്സ് അല്ലെങ്കിൽ ടി റൈസ് ടു -1. ഇനി നേരെ നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുക, എ ബി സി ബൈ ഡിന്റെ ഡയമെൻഷൻ ആണ് നമുക്ക് മൊത്തത്തിൽ കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലേ. എ ബി സി ബൈ ഡിന്റെ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ എന്റെ ഡയമെൻഷൻ കിട്ടി എൽ ആണ്, ബിന്റെ ഡയമെൻഷൻ കിട്ടി എൽ ആണ്, സിന്റെ ഡയമെൻഷൻ എൽ ടി റൈസ് ടു -3 ആണെന്ന് തോന്നുന്നു അല്ലേ, എൽ ടി റൈസ് ടു -3 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ടിന്റെ ഡയമെൻഷൻ ഇസ് ടി റൈസ് ടു -1. ഓക്കെ അല്ലേ, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് എൽ ഇൻറ്റു എൽ സ്ക്വയർ ഇൻറ്റു എൽ ക്യൂബ് ആണ്. ടി റൈസ് ടു -3 ഉണ്ട്, ഇവിടെ ഉണ്ടാകുന്ന -1 മുകളിലേക്ക് വരുമ്പോൾ +1 വരും. അപ്പോൾ ടി റൈസ് ടു -3 +1 ടി റൈസ് ടു -2 വരും കേട്ടോ. അപ്പോൾ എൽ ക്യൂബ് ടി റൈസ് ടു -2, എൽ ക്യൂബ് ടി റൈസ് ടു -2 അതാണ് നമ്മുടെ ഡയമെൻഷൻ വരിക. ഓക്കെ, ഇനി നോക്കി നോക്കൂ, ഓപ്ഷനിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക, എൽ ക്യൂബ് ടി റൈസ് ടു -2, ദാറ്റ് ഈസ് ഓപ്ഷൻ എ, എൽ ക്യൂബ് ടി റൈസ് ടു -2, ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. റെഡി, ക്ലിയർ, റെഡി ക്ലിയർ ആണ്, ഓക്കെ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ലെറ്റ്സ് മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കുക. ഓക്കെ, യെസ്, മാച്ച് ദ ഫോളോയിങ് ആണ്. ആൻഡ് ഹിയർ നിങ്ങൾക്ക് അറിയാം, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ചൂസ് ചെയ്യാനായിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇവിടെ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു μ0 c പ്ലസ് μ0 d5/dt. ഇത് ആക്ച്വലി എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ ആംപിയർ സർക്യൂട്ടൽ ലോന് മാക്സ്വെല്ലിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ മാക്സ്വെൽ എന്ത് ചെയ്തിരിക്കുകയാണ്, അതിന് വീണ്ടും മോഡിഫൈ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് μ0 c പ്ലസ് μ0 d5/dt എന്ന് പറയുന്ന, അതായത് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറന്റിന്റെ ടേം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആംപിയർ സർക്യൂട്ടൽ ലോന്റെ വീണ്ടും ആംപിയർ മാക്സ്വെൽ ലോ ആണ്, അതിന് മോഡിഫൈ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. സോ ദസ് എ ഇസ് കണക്ടിങ് വിത്ത് ഫോർത്ത് വൺ അല്ലെ, എയും ഫോർത്തും ആണ് കറക്റ്റ്, എയും ഫോർത്തും ആണ് കറക്റ്റ്. അപ്പൊ എന്തായാലും എയും ഫോർത്തും കറക്റ്റ് ആണ്. അപ്പൊ ഇത് രണ്ടും എന്തായാലും ഓപ്ഷനിൽ ഇല്ല. ഇനി ബാക്കി സി ആണോ ഡി ആണോ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുക. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു d5/dt. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു d5/dt is same as the Faraday's law. Therefore the second one, B part, is connected with the third part. Okay, ready, yes. Then അപ്പോൾ ബിയും ത്രീയും യെസ്, അപ്പൊ തന്നെ ഓപ്ഷൻ കിട്ടി. ഇപ്പൊ എന്തായാലും ഇതും അല്ല എന്നുള്ളത് കിട്ടി. Therefore ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എയും 4ഉം ബിയും 3നോടാണ്. ആൻഡ് ക്ലോസ്ഡ് ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു q/0. This is Gauss's law for electricity. And closed B dot dA is equal to 0 is the Gauss's law for magnetism. Therefore C is connected with the 1 and D is connected with the 2. Okay, yes, therefore option D is the right answer. Option D ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കും കേട്ടോ. റെഡി, ക്ലിയർ, ഓക്കെ ആണ്, സെറ്റ് ആണ്, ചെയ്യാൻ പറ്റുന്നുണ്ട്. റെഡി, ക്രിസ്റ്റൽ ക്ലിയർ ആണ്, സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ലെറ്റ്സ് മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 capacitors each having capacitance 60 microfarad are connected in series. രണ്ട് കപ്പാസിറ്റേഴ്സ് നമ്മൾ എടുത്തു. രണ്ടെണ്ണത്തിൻ്റെയും കപ്പാസിറ്റൻസ് C1 C2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 60 മൈക്രോഫാരഡ് ആണ്. നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. The space between one of the capacitors is filled with the dielectric material of dielectric constant K such that the equivalent capacitance of the system is. നമ്മൾ എന്ത് ചെയ്യണു, ഇതിലേക്ക്
ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ബിക്കംസ് 48 മൈക്രോ ഫാരഡ് ആയി. ദെൻ വാല്യൂ ഓഫ് കെ എന്തായിരിക്കും എന്നുള്ളതാണ്, ആ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വി നീഡ് ടു കാൽക്കുലേറ്റ് ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലേ. സോ ഹിയർ നോക്കാം. Yes, you need to consider all the students. So that's why നമ്മൾ രണ്ട് ലാംഗ്വേജസും യൂസ് ചെയ്യണം കേട്ടോ. Okay. So C is equal to 60 microfarad and C equivalent is equal to 48 microfarad ആണ്. Then dielectric constant ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. We need to calculate the dielectric constant K. And here നിങ്ങൾ നോക്കുക, when the capacitors are connected in series, അല്ലെ നമ്മൾ കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം effective capacitance in equation അല്ലെങ്കിൽ equivalent capacitance which is equal to, for series connection, 1 by C equivalent which is equal to 1 by C1 plus 1 by C2. And here C1 is 60 microfarad ആണ്. Then dielectric constant add ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ C2 becomes എന്നാണ്. If the dielectric constant is added, the C2 becomes K times of initial capacitance C, that is K into 60, which is equal to 60K ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ 60K കൂടെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 by C equivalent is 48 ആണ്. 1 by 48 which is equal to 1 by 60 plus 1 by 60K. Okay, therefore 1 by 60K which is equal to 1 by 48 minus 1 by 60. Okay, so നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഈക്വൽ ഇതാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 4ഉം രണ്ട് സൈഡിലും സെയിം LCM കാൽക്കുലേറ്റ് ചെയ്യുക. സെയിം ഡിനോമിനേറ്റർ വെച്ചിട്ട് സെയിം ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5ഉം 4ഉം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. therefore 5 minus 4 divided by 240 which is equal to 1 by 240 എന്ന് പറഞ്ഞിട്ട് കിട്ടും. Okay, that is 60K is equal to 1 by 240 ആണ്. So again നമ്മൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we got 1 by 60K. 1 by 60K is equal to 1 by 240. That is 60K is equal to 240. 0 cut ചെയ്ത് പോയി. 6 24 4 times. Therefore K is equal to 4. K is equal to 4. Okay, ready? Clear? Therefore correct answer is option C. Option C, 4 is the right answer. Option C, 4 is the right answer. Ready? Clear ആണ്? Okay ആണ്? Set ആണ്? Then let's moving on to our next question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഓക്കെ. അപ്പോൾ മൈക്രോസ്കോപ്പിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഹിയർ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് ആദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം നന്നായിട്ട് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നുള്ളതൊന്ന് വേഗം നോക്കുക കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പൊ ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് നോക്കി എഴുതാം. മൈക്രോസ്കോപ്പ് ഹാസ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫോക്കൽ ലെങ്ത് 3 centimeter. അല്ല, ഒബ്ജക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഹിയർ ഒബ്ജക്റ്റീവ് ഫോക്കൽ ലെങ്ത് FO is equal to 3 centimeter and eyepiece of focal length 5 centimeter. അല്ല, eyepiece focal length that is FE is equal to 5 centimeter ആണ്. And the tube length is 60 centimeter. Tube length that is capital L is equal to 60 centimeter ആയിരിക്കും വരിക. The distance of distinct division of eye is 25. Capital D നമ്മൾ എപ്പോഴും എടുക്കുക 25 centimeter ആണ്. Even if it is not given, അതായത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ഡിക്ക് നിങ്ങൾ എപ്പോഴും 25 centimeter അല്ലെങ്കിൽ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് ഡിവിഷൻ നിങ്ങൾ എപ്പോഴും 25 centimeter തന്നെ കൊടുക്കുക കേട്ടോ. മാഗ്നിഫിക്കേഷൻ ഓഫ് ദ മൈക്രോസ്കോപ്പ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് എന്താണ്? മാഗ്നിഫിക്കേഷൻ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. എന്താണ് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു? M is equal to L by F0 into 1 plus D by FE അല്ലേ? M is equal to L by F0 അല്ലെങ്കിൽ L by FO into 1 plus D by FE എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ വരിക. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, സിംപ്ലി അത്രയും ചെയ്യണം. അപ്പോൾ ഒന്ന് വേഗം ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ. ഇക്വേഷൻ എന്തായാലും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ വേഗം വിത്തിൻ 30 seconds നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. 1 L by FO into 1 plus D by FE is the, അത് വെച്ചിട്ടൊന്ന് വേഗം ചെയ്ത് നോക്കുക. എല്ലിന്റെ വാല്യൂ വന്നിട്ടുണ്ട്, FOന്റെ വാല്യൂ വന്നിട്ടുണ്ട്, FEന്റെ വാല്യൂ വന്നിട്ടുണ്ട്, ആൻഡ് ഡിന്റെ വാല്യൂ വന്നിട്ടുണ്ട്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലി കാൽക്കുലേറ്റ് ചെയ്യുക, ഫൈനൽ ആൻസർ എഴുതുക. ദാറ്റ്സ് ഓൾ. മാഗ്നിഫിക്കേഷൻ ആസ് നൗ യൂണിറ്റ്, അതുകൂടെ നോക്കുക. യെസ്,
ഓക്കെ 30 സെക്കൻഡ്സേ ഉള്ളൂ. വെറുതെ സിംപ്ലി ആ 30 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ടൈം മാനേജ്മെന്റ് ആക്ച്വലി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രാക്ടീസ് നിങ്ങളെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. യെസ്, ടൈം അപ്പ്. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. യെസ്, വെരി ഗുഡ് മീനാക്ഷി. യെസ്, വെരി ഗുഡ് മീനാക്ഷി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, നോക്കുക കേട്ടോ. യെസ്, വെരി ഗുഡ് മോളെ. നോക്കുക എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കിയടാ. ഇവിടെ L by FO ആണ്. L is equal to 60 ആണ്. സോ 60 divided by FO എന്ന് പറയുന്നത് എത്രയായിരിക്കും? FO is equal to 3 ആണ് into 1 plus D is 25 ആണ്. 25 divided by 5 വരും. ഓക്കെ, that is 60 by 3 എന്ന് പറയുന്ന സമയത്ത് which is equal to 20 ആണ്. 20 into 5 plus 25 that is 30. 30 by 5. 5 40 4 times. Sorry, 20 4 times. 30 into 4 that is equal to 120. 120 ആണ് നമ്മുടെ വാല്യൂ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ 120 എന്തായാലും ഇല്ല, അതിനോട് ക്ലോസർ ആയിട്ട് കിടക്കുന്ന വാല്യൂ is 119. Therefore option A 119 is the right answer. 119 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. റെഡി, സിമ്പിൾ, ക്ലിയർ? യെസ്, then let's moving on to next question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A wire of length L, area of cross section A is hanging from a fixed support. Length of the wire is changes to 1.12. Length of the wire change ചെയ്തു L plus 1.12 times അത് increase ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ when mass is suspended from its free end, expression for Young's modulus is. Young's modulusന്റെ എക്സ്പ്രഷൻ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാ ചെയ്യാം? Young's modulusന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. Y is equal to F by A divided by delta L by L. അല്ലേ, that is Y is equal to അല്ലെങ്കിൽ motors of elasticity which is equal to stress by strain ആണ്. Stress which is equal to force per unit length divided by change in length divided by original length. അല്ലേ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ FL by A delta L എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. FL by A delta L എന്ന് പറയുന്നതാണ് നമ്മുടെ ആക്ച്വൽ ഇക്വേഷൻ. ആൻഡ് തന്നിട്ടുള്ള ഇക്വേഷൻസ് ഓരോന്നായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ എന്ന് പറയുന്നത് L ആയിട്ട് തന്നെ എടുക്കണം. L ഡാഷ് എന്ന് പറയുന്നത് 1.12 ആയിട്ട് മാറി. അപ്പോൾ ഫൈനൽ ലെങ്ത് മൈനസ് ഇനീഷ്യൽ ലെങ്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.12 മൈനസ് L ചെയ്യുക, which is equal to 0.12 അല്ലെ, 0.12 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ആൻഡ് M is suspended from the free and expression for Young's modulus. Young's modulusന്റെ എക്സ്പ്രഷൻ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എഫിന് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? mg എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, എഫിന് mg എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ mg ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എൽ ആണ്. ഏരിയ ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 0.12 ആണ്. 0.12 എൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ mg ഡിവൈഡ് ബൈ 0.2 ഇൻറ്റു എ ആണ്. 0.2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 0.2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 1/5 ആണ് അല്ലേ. 1/5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ദറ്റ് ഈസ് 10/50 ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? 2 ആയിരിക്കും. 2/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 അങ്ങനെയാണ് കിട്ടുക. അതുകൊണ്ട് 1/5 എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആയിരിക്കും, 0.2 ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് mg ഡിവൈഡഡ് ബൈ എ ഇൻറ്റു 1/5 കൊടുക്കാം. ഈ 1/5 മുകളിലേക്ക് പോകുമ്പോൾ 5mg ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞിട്ട് കിട്ടും. 5mg ഡിവൈഡ് ബൈ എ എന്ന് പറഞ്ഞിട്ട് കിട്ടും. 5mg ഡിവൈഡ് ബൈ എ, ദാറ്റ് ഈസ് ഓപ്ഷൻ എ. സിമ്പിൾ ക്വസ്റ്റ്യൻ, സുഖമായിട്ട് ചെയ്യാം. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, യെസ്, വെരി ഗുഡ് സാഗരിക. യെസ്, വെരി ഗുഡ് സാഗരിക മിശ്ര. യെസ്, വെരി ഗുഡ് മീനാക്ഷി. ഓപ്ഷൻ എ ആണ് കേട്ടോ. യെസ്, ഓക്കെ. നിത്യ. യെസ്, ഓക്കെ, വെരി ഗുഡ്. റെഡി, then let's moving on to next question. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A body of mass 40 gram experiences a gravitational force of 12 Newton. Like gravitational force 12 Newton ആണ്. When it is placed at a particular point, the magnitude of gravitational field intensity at that point is. Gravitational field intensity ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. And here the gravitational field intensity കണ്ടുപിടിക്കാനായിട്ടുള്ള equation which is equal to gravitational force divided by m ചെയ്താൽ മതി ട്ടോ. Therefore gravitational field intensity is equal to gravitational force divided by m ആണ്. And here the gravitational force is 12 Newton divided by 40 gram is the mass. Mass is equal to 40 gram. So let's convert it into kilogram. Therefore 40 into 10 raised to minus 3 kilogram. Okay, that is 40 into 10 raised to minus 3. But 12 by 40 into 10 raised to 3. So 0, 0 cut ചെയ്ത് പോവും. 4, 12 3 times ആണ്. So 300 ആയിരിക്കും വരിക.
300 Newton per kilogram. 300 Newton per kilogram. Okay, that is option D. Option D, 300 Newton per kilogram is the right answer. Yes, very good, very good. Meenakshi, yes, very good. Sakarika, yes, very good. Yes, correct ആണ് കേട്ടോ. Ready? Clear? Then let's moving on to the next question. അടുത്ത question നോക്കിക്കോളൂ. A nucleus of mass number 243 splits into two nuclei having mass number 216 and 27. Ratio of radius of the two daughter nuclei respectively. രണ്ട് daughter nucleusകളുടെ ratio of their radius ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം R is equal to R0 a raised to 1 by 3 ആണ് അല്ലേ? Therefore R1 by R2 is equal to R0 a1 raised to 1 by 3 divided by R0 a2 raised to 1 by 3 ആണ്. By cancelling out these two, we got a1 by a2 the whole raised to 1 by 3. Okay? Yes. So here നമുക്ക് അറിയാം R1 ഉം R2 അല്ലേ mass number ratio already given ആണ്. Therefore radius തമ്മിൽ ഉണ്ടാകുന്ന ratio ആണ് വേണ്ടത്. So R1 by R2 which is equal to A1 is 216 അല്ലേ 216 divided by 27 whole cube. Whole raised to 1 by 3. Whole raised to 1 by 3. So 216 എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം 6ന്റെ ക്യൂബ് ആണ് അല്ലേ 6ന്റെ ക്യൂബ് ആണ് അതുപോലെ 27 is the cube of 3. Therefore 6 divided by 3 എന്ന് പറഞ്ഞിട്ട് കിട്ടും 6 divided by 3 that is 2. 2 is to 1. 2 is to 1 അല്ലെങ്കിൽ 2 is to 1 is the right answer. Therefore option C. Option C is the right answer. Option C ആയിരിക്കും നമ്മുടെ correct ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. Okay, 2 is to 1 is the right answer. Yes, very good, very good, very good. Sakarika, yes, very good. Aman Zaman, yes, yes, very good. Correct ആണ്. Meenakshi, yes, very good. Correct ആണ് കേട്ടോ. Okay, ready? Yes. Then let's moving on to next question. അടുത്ത question നോക്കുക. In a Young's double slit experiment, if there is no initial phase difference between the light from the two sides, the point on the screen corresponding to 6th minimum has path difference. Point corresponding to 6th minimum അല്ലേ സോ മിനിമത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവുന്ന പോയിന്റ് ഏതാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോ ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 2n-1 into lambda by 2 ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ ആൻഡ് ഹിയർ നമുക്ക് തന്നിട്ടുണ്ട് n എന്ന് പറയുന്നത് 6th ആണല്ലോ അപ്പോൾ 6th മിനിമം എന്ന് പറയുന്ന സമയത്ത് 2 into 6 minus 1 ചെയ്തിട്ട് കൊടുക്കുക 2 into 6 minus 1 into lambda by 2 that is 12 minus 1 lambda by 2 that is 11 lambda by 2. 11 lambda by 2 is the right answer. That is option D. Option D. Simple question. Okay, 11 lambda by 2 is the right answer. Meenakshi is very good. Benazir is very good. Option 1 അല്ല option D. Option D is the right answer. Option 4th one is the right answer. Okay. Yes. Then let's move on to next question. നോക്കുക. A board is walled in a horizontal plane by means of string with the initial speed of omega rotation per meter and the tension in the string is capital T. If speed becomes 3 omega. Omega changes to 3 omega. Omega എന്തായിട്ട് ചേഞ്ച് ആയി 3 omega ആയിട്ട് ചേഞ്ച് ആയി. Then while they keeping the same radius, tension in the string becomes. Tension എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Okay. Omega dash which is changes to 3 omega. Then what will be the right answer? ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ ചെയ്ത് നോക്കാം. ഇപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ ടെൻഷൻ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് അല്ലെ ടെൻഷന്റെ ഇക്വേഷൻ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ഇസ് അല്ലെങ്കിൽ ടെൻഷൻ സെയിം ആസ് ഫോഴ്സ് ആണ് മാസിന്റെ ആക്സിലറേഷൻ ആണ് ആൻഡ് എ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഒമേഗ ആണ്. അപ്പൊ ടെൻഷൻ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ഒമേഗ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ വരിക. ബിക്കോസ് നമ്മളിത് വേൾ ചെയ്യണ സമയത്ത് അവിടെ സെൻട്രിപെറ്റൽ ആയിട്ട് വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കണം കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കുക അത് ടെൻഷനോട് ഈക്വൽ ആയിരിക്കും എം ആർ സ്ക്വയർ ഒമേഗ ആൻഡ് ചേഞ്ച് തന്നിരിക്കുന്നത് എത്രയാണ് ഒമേഗ ബിക്കംസ് 3 ഒമേഗ അല്ലെ അപ്പൊ ടെൻഷൻ എന്തായിട്ട് മാറും ടി ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ഇൻറ്റു 3 ഒമേഗ 3 times എം ആർ സ്ക്വയർ ഒമേഗ. Omega becomes, it's not omega square r, അല്ലേ? R is equal to omega square r ആണ്.
acceleration is equal to omega square r is the equation. Therefore, tension is equal to m into omega square into r. Okay, therefore, T dash is equal to m into 3 omega the whole square into r. That is 9 times m omega square r. That is 9 times the initial tension. Okay? Okay? Yes, 9T is the right answer. That is option B. Option B ആയിരിക്കും നമ്മുടെ correct ആയിട്ടുള്ള answer വരിക കേട്ടോ. Yes, very good. 9T. Yes, Sagarika. Yes, very good. Benazir. Yes, very good. Meenakshi. Yes, very good. Correct ആണ് കേട്ടോ. Okay. Ready? Therefore, 9T is the right answer. 9T ആയിരിക്കും നമ്മുടെ correct ആയിട്ടുള്ള answer വരിക. Next question നോക്കുക. The primary windings of a transformer when connected to a DC battery of 18 volt draws. DC battery ആണ് which draws of 18 volt draws a current of 6 milliampere. The number of turns in the primary and secondary windings are 60 and 120 respectively. The voltage in the secondary and the current drawn by the circuit in the secondary are respectively. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി പിന്നെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കാര്യങ്ങളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനീഷ്യലി തന്നിട്ടുണ്ട് ഇറ്റ്സ് എ DC ബാറ്ററി. സോ ട്രാൻസ്ഫോമർ ഈസ് വർക്കിംഗ് ഓൺലി അണ്ടർ AC. അല്ല, AC മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ മാത്രമാണ് അവിടെ എന്തുണ്ടാവുള്ളൂ, ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുള്ളൂ. ഫ്ലക്സ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുള്ളൂ. സോ ഈവൻ ഇറ്റ് ഈസ് DC ബാറ്ററി, അവിടെ വൈൻഡിങ്സ് ഉണ്ട്, ട്രാൻസ്ഫോമർ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് വർക്ക് ചെയ്യില്ല. ബിക്കോസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഫ്ലക്സിൽ ചേഞ്ച് വരണം, EMF ഇൻഡ്യൂസ്ഡ് ആണ് അല്ലേ. ദെർഫോർ അവിടെ എന്തുണ്ടാവില്ല, വോൾട്ടേജും കറണ്ടും ഒന്നും ഉണ്ടാവില്ല. ദെർഫോർ 0 വോൾട്ടേജ് ആൻഡ് 0 ആംപിയർ ഇസ് ദ റൈറ്റ് ആൻസർ. അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടില്ല. സെക്കൻഡറി വോൾട്ടേജും കറണ്ടും എന്ത് ഉണ്ടാവില്ല, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ദെർഫോർ 0 വോൾട്ട് ആൻഡ് 0 ആംപിയർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്. Then next question നോക്കാം. The quantities of heat required to raise the temperature of two solid copper spheres of radius R1 and R2 through 10 Kelvin are in the ratio. Okay. Quantities of heat required to raise the temperature. അല്ലെ, ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ ആവശ്യമുള്ള ഹീറ്റുകൾ തമ്മിൽ ഉണ്ടാവുന്ന, അതിനാവശ്യമുള്ള ഹീറ്റ് എത്രയാണോ അത് തമ്മിൽ ഉണ്ടാവുന്ന റേഷ്യോ അല്ലേ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. യെസ്. അപ്പോൾ ഹീറ്റിന് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, Q is equal to MC delta T ആണ് അല്ലേ. Q is equal to MC delta T ആണ് നമ്മുടെ ഇക്വേഷൻ വരിക. ആൻഡ് ഹിയർ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഉണ്ടാവുന്ന മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ ആണ്, റിലേഷൻ ആണല്ലോ നമുക്ക് തന്നിരിക്കുന്നത്. മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. ദറ്റ് ഇസ് ഡെൻസിറ്റി ഇൻറ്റു 4/3 πr³ ആയിരിക്കും വരിക. അതായത് മാസ് എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R³ പ്രൊപ്പോർഷണൽ. അപ്പോൾ Q എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ് എന്നുണ്ടെങ്കിൽ Q എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R³ ആണെന്നും പറഞ്ഞോടെ. സോ അങ്ങനെയാണെങ്കിൽ Q1/Q2 എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് R1/R2 ഹോൾ റേസ് ടു ക്യൂബ് എന്ന് പറയുന്ന റേഷ്യോ എടുത്താൽ പോരെ, അല്ലെങ്കിൽ R1³ /R2³ എടുത്താൽ മതി. സോ R1/R2 എന്ന് പറയുന്നത് എത്രയായിരിക്കും, R1/R2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 2.5 ആണ്. 2.5ന്റെ ക്യൂബ് എടുക്കുക അല്ലേ. R1/R2 is equal to 2.5ന്റെ ക്യൂബ് എടുക്കുക. Because R1/R2 is R1 is equal to 2.5 R2 ആണ്. Therefore R1/R2 which is equal to 2.5 നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്. R1 R2 തമ്മിലുള്ള റേഷ്യോ ഓൾറെഡി ഗിവൺ ആണ്. which is equal to 2.5 the whole cube ആയിരിക്കും. ആൻഡ് 2.5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 2.5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് 5/2 ആണ് അല്ലെ. നമുക്ക് റേഷ്യോ ആക്കിയിട്ട് എഴുതണമെങ്കിൽ നമുക്ക് ഫ്രാക്ഷനിലാക്കി എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആവുക. 5/2 the whole cube എടുക്കുക. 5 × cube is 125 divided by 4 വരും അല്ലേ. 125 divided by 4 അല്ല 8 വരും. 2 × cube is 8. 125 divided by 8. അപ്പോൾ Q1 as to Q2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും വരിക, that is 125 as to 8. that is option A. Option A is the right answer. Okay, ready, clear? അത്രേ ഉള്ളൂ കേട്ടോ. സോ ദെൻ ലെറ്റ്സ് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത് നോക്കാം. എ millivolt meter of 40 millivolt range is to be converted into an ammeter of 50 ampere range. Value of necessary shunt will be. അവിടെ ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മില്ലി വോൾട്ട് മീറ്റർ തന്നിട്ടുണ്ട്. 40 millivolt റേഞ്ച് ആണുള്ളത്. അതിന് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഷണ്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ചെയ്താൽ മതി അല്ലേ. വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ചെയ്യുക. എത്രയാണ് ഷണ്ട് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു അവിടെ ഉണ്ടാകുന്ന മാക്സിമം വോൾട്ടേജ് എത്രയാണോ അത് ഡിവൈഡ് ബൈ കറണ്ട് ചെയ്യുക. വോൾട്ടേജ് എത്രയാ, 40 millivolt ആണ്. സോ 40 × 10⁻³ ഡിവൈഡഡ് ബൈ കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്,
current in the 50 ampere range 50 ആണ്. സോ 0 0 അല്ലെങ്കിൽ 5 40 8 ടൈംസ് ആണ്. ഇവിടെ ഉണ്ടാവുന്ന 80 into 10 raised to minus 3 into 10 raised to minus 1. അപ്പോൾ 8 into 10 raised to minus 4 അല്ലേ? 8 into 10 raised to minus 4. അത്രയും ohm. Okay, that is option B. 8 into 10 raised to minus 4 ohm is the right answer. Ready? Clear? Simple question ആയിരുന്നു, കിട്ടിയെന്ന് വിചാരിക്കുന്നു. Okay, then next question നോക്കുക. From Ampere's circuit law for long straight wire or circular cross section carrying a steady current, the variation of magnetic field inside and outside the region of the wire is. Inside the region and outside the wire region of a long straight wire or long straight conductor നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ inside the Amperian loop and outside the Amperian loop എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാരിയേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? വയറിന്റെ ആ ഒരു റീജിയനിൽ ആ ഒരു ആംപീരിയൻ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യണം. ആ ഒരു റീജിയന്റെ ഇൻസൈഡും ഔട്ട്സൈഡും നമ്മൾ കൺസിഡർ ചെയ്യണം. ആ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ റിലേഷൻസ് ആണ് അറിയേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പറയാം. ഇപ്പോൾ ബി ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ. ആ ഒരു ഡിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ഇൻസൈഡിന്റെ ഇക്വേഷൻ എന്താ വരാം? ബി ഇൻസൈഡിന്റെ ഇക്വേഷൻ ഇസ് μ0I/2πr² ഇൻറ്റു ആർ ആ വരാം അല്ലേ? ബി ഇൻസൈഡ് ഇസ് ഈക്വൽ ടു μ0I divided by 2πr² into r ആ വരിക. therefore r ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ബി ഔട്ട്സൈഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിലോ ഇറ്റ് ഈസ് ഈക്വൽ ടു μ0I divided by 2πd അല്ലെ? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. μ0I divided by 2πr ആണ്. ദാറ്റ് ഈസ് ബി ഔട്ട്സൈഡ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആയിരിക്കും. ആറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ റിലേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നോക്കുക, ഇറ്റ് ഇസ് ലീനിയർലി ഡിക്രീസിംഗ് ഫംഗ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് അപ് ടു ബൗണ്ടറി ഓഫ് ദ വയർ ആൻഡ് ദെൻ ലീനിയർലി ഇൻക്രീസിംഗ് വൺ ഫോർ ദ ഔട്ട്സൈഡ് റീജിയൻ. അതാണോ? അല്ല. ലീനിയർലി ആദ്യം ഡിക്രീസ് ചെയ്യണു, ബൗണ്ടറി വരെ ഡിക്രീസ് ചെയ്യണു, അതിനുശേഷം പിന്നെ ഇൻക്രീസ് ചെയ്യണു. അങ്ങനെയാണോ? അങ്ങനെയല്ല. അപ്പൊ അതെന്തായാലും ഓപ്ഷൻ 1 അല്ല. Linearly increasing function of distance are up to the boundary of the wire and then decreasing with 1/r difference of the outside region. ഇത് കറക്റ്റ് ആണ് അല്ലെ? ആദ്യം ലീനിയർലി ഇൻക്രീസ് ചെയ്യും അപ് ടു ബൗണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സർഫേസ് വരെ അല്ലെങ്കിൽ ബൗണ്ടറി റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യണമെങ്കിൽ ആ ആംപീരിയൻ ലൂപ്പിന്റെ ബൗണ്ടറി വരെ അത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഇറ്റ് ഈസ് linearly increasing ആണ് ചെയ്യുക ബിക്കോസ് ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ആർ. ആൻഡ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/r ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതായത് 1/r ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ 1/r പ്രൊപ്പോർഷണൽ ആണെങ്കിൽ 1/r ആറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ളത് തന്നത്. അപ്പോൾ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. therefore ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇസ് ദ റൈറ്റ് ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻ കൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. A linearly increasing function of distance up to the boundary of the wire and linearly decreasing for the outside region അങ്ങനെയല്ല. Uniform and remains constant for the both the regions അങ്ങനെയുമല്ല കേട്ടോ. Okay, therefore option B is the right answer. Okay, then next ഒരു match the following തന്നെയാണ് നോക്കുക. Choose the correct answer from the options given below. തന്നിട്ടുള്ള ഓപ്ഷൻസ് ഒന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നോക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഏജ് നോക്കാം. XL is omega L is greater than 1/ωc എന്ന് തന്നിട്ടുണ്ട്. That is XL is greater than XC അല്ലേ? ഇത് ആക്ച്വലി ഇംപ്ലൈ ചെയ്യണത് എന്താണ്? XL greater than XC അല്ലേ? XL greater than XC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സർക്യൂട്ട് ഇസ് ഇൻഡക്റ്റീവ് ആണല്ലോ. ഇൻഡക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ, സർക്യൂട്ട് ഇൻഡക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ചെയ്യുക? അവിടെ കറണ്ട് ലാഗ് ചെയ്യും, വോൾട്ടേജ് ആണ് ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലെ? അപ്പോൾ A is connected to 2, A2 ആയിട്ടാണ് റിലേഷൻ. അപ്പൊ എന്തായാലും ഇതും അല്ല, ബിയും സിയും ഏതാണെന്നുള്ളത് നോക്കിയാൽ മതി. നോക്കാം. നെക്സ്റ്റ് വൺ, ഒമേഗ എൽ ഇസ് ഈക്വൽ ടു ഒമേഗ സി. ദിസ് ഇസ് റെസണൻറ്റ് കണ്ടീഷൻ അല്ലെ? ഒമേഗ എൽ, അതായത് XL ഇസ് ഈക്വൽ ടു XC. ദിസ് ഇസ് റെസണൻറ്റ് കണ്ടീഷൻ ആണ്. ഇത് റെസണൻസ് ആണ്. റെസണൻസ് കണ്ടീഷനിൽ XL ഇസ് ഈക്വൽ ടു XC ആവുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ രണ്ടും കറണ്ടും വോൾട്ടേജ് എന്താണ്? ദേ ആർ ഇൻ ഫേസ് ആണ്. ഇൻ ഫേസ് റിലേഷൻ ആയിരിക്കും വരിക. therefore B is connected to 1. B is connected to 1 അല്ലേ? അപ്പൊ എന്തായാലും B കണക്ട് രണ്ടെണ്ണത്തിലും ഉണ്ട്. അപ്പോഴും നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റില്ല, ഏതാ പറയാൻ പറ്റില്ല. സിയും ഡിയും കൂടെ നോക്കുക. ഒമേഗ എൽ ഇസ് ലെസ് ദാൻ 1/ωc. ദാറ്റ് ഈസ് ഇവിടെ എന്താ ഇംപ്ലൈ ചെയ്യണേ? അതായത് XL is less than XC. അതായത് സർക്യൂട്ട് ഈസ് കപ്പാസിറ്റീവ് ആണ്. കപ്പാസിറ്റീവ് ആണെങ്കിൽ
current leads the EMF. Current ആണ് lead ചെയ്യുന്നുണ്ടായിരിക്കുക. Therefore, C is connected to fourth one. C is connected to fourth one. C is connected to fourth one. Yes. അപ്പോൾ തന്നെ നമ്മൾ ആൻസർ കിട്ടി. That is option B. Option B തന്നെയാണ് നമ്മുടെ correct ആയിട്ടുള്ള ആൻസർ. And next one, resonant frequency. Resonant frequency യിൽ maximum current occurs അല്ലേ? Resonant frequency യിൽ maximum current ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. That one is also right. D is connected to 3. D is connected to 3. Therefore, നമ്മുടെ correct ആയിട്ടുള്ള ആൻസർ ഏതായിരുന്നടാ? Correct ആയിട്ടുള്ള ആൻസർ is option B ട്ടോ. Option B is the right answer. Ready? Yes. Now let's moving on to our next question. Adutha question nokka. Yes, Nitin. Yes, very good. Okay, Meenakshi. Yes, B ആയിരുന്നു ട്ടോ. Correct ആയിട്ടുള്ള ആൻസർ വരുന്നത് B ആയിരുന്നു. Okay. The magnetic field in a plane electromagnetic wave is given by BC equal to B0 sin kx plus omega t j cap. Expression for the corresponding electric field will be. Corresponding electric field equation ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ചെയ്ത് നോക്കി നോക്കാം. നിങ്ങൾക്ക് അറിയാം മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും സി ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇ ഈസ് ഈക്വൽ ടു എന്താണ്, അല്ലെങ്കിൽ E0 ഈസ് ഈക്വൽ ടു സി ബി സീറോ ആണ്. E0 ഈസ് ഈക്വൽ ടു സി ബി സീറോ ആണ്. ഓക്കെ. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഡയറക്ഷൻ ബി ഈസ് ഈക്വൽ ടു B0 sin kx പ്ലസ് ഒമേഗ ടി ജെ ക്യാപ്പ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ജെ ക്യാപ്പിന്റെ ഡയറക്ഷനിലേക്കാണ്. And the expression for corresponding electric field in the direction നമുക്ക് അറിയില്ല അല്ലെ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഏതാന്നുള്ളത് അറിയണം. എന്നാലാണ് ഇതിൽ കെ ക്യാപ്പ് ഏതാണ് സംഭവം എന്നുള്ളത് അറിയുള്ളൂ. അപ്പൊ അതും കൂടെ എന്തുകൊണ്ട് കെ ക്യാപ്പ് വന്നെന്നുള്ള സംഗതി അറിയണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം പ്രൊപ്പഗേഷന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടില്ല, എത്രത്തോളം വേവ് എങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണു, പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ എങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണു എന്നുള്ള ഡയറക്ഷൻ കിട്ടണമെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ ക്രോസ് ബി ആണ്. സപ്പോസ് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഉണ്ടാവുന്ന ഡയറക്ഷൻ ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി എന്നല്ലേ. സോ എക്സ് ആക്സിസ് ആണ്, നെഗറ്റീവ് എക്സ് ആക്സിസിലാണ്. കെ എക്സ് പ്ലസ് ഒമേഗ ടി എന്നാണ് തന്നിരിക്കണേ അല്ലെ. കെ എക്സ് പ്ലസ് ഒമേഗ ടി എന്നാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലായത്? വേവ് ഇസ് ട്രാവലിംഗ് ഇൻ നെഗറ്റീവ് എക്സ് ആക്സിസ്. നെഗറ്റീവ് എക്സ് ആക്സിസിലാണ്. ദാറ്റ് ഇസ് മൈനസ് ഐ ക്യാപ്പ് ആയിരിക്കും പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ വരിക. ഓക്കെ. അല്ലെങ്കിൽ രണ്ടും സെയിം ഡയറക്ഷൻ ആണ്. അപ്പോൾ പ്ലസും വരികയാണെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷനിലേക്കായിരിക്കും, പ്ലസും മൈനസും രണ്ടും ഓപ്പോസിറ്റ് സൈൻ വരികയാണെങ്കിലാണ് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യുള്ളൂ. ഓൾസോ ഇവിടെ എക്സ് എന്ന് പറയുന്ന സംഗതി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് എക്സ് ആക്സിസിൽ ട്രാവൽ ചെയ്യുന്ന വേവ് ആണെന്നുള്ളത് എനിക്ക് പറയാം. അപ്പോൾ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈനസ് ഐ ക്യാപ്പ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ എന്നിന്റെ ഡയറക്ഷൻ നമുക്ക് അറിയില്ല, അതുകൊണ്ട് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് അറിയാത്തതുകൊണ്ട് എൻ ക്യാപ്പ് എന്ന് കൊടുക്കണു. ക്രോസ് ബിന്റെ ജെ ക്യാപ്പ് ആണ് വരിക. അപ്പോൾ എന്ത് ക്രോസ് ജെ ക്യാപ്പ് ചെയ്താലാണ് നമുക്ക് മൈനസ് ഐ ക്യാപ്പ് കിട്ടുക? കെ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് ചെയ്യണം അല്ലെ. കെ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ്, കെ ക്യാപ്പ് കഴിഞ്ഞ് ബാക്കിലേക്ക് തിരിച്ചു വരണം. അപ്പൊ കെ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഐ ക്യാപ്പ് വരുള്ളൂ. സോ എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കെ ക്യാപ്പ് ആണ്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കെ ക്യാപ്പ് ആയിരിക്കണം. ഓക്കെ. ഇനി നോക്കാം. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. E0 ഇസ് ഈക്വൽ ടു അല്ലെ, ഈ എല്ലാം കണ്ടുപിടി. E0 ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ബി സീറോ. സി ഇൻറ്റു ബി സീറോ ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ്, അല്ലെങ്കിൽ ഇന്റെ ആണ് കണ്ടുപിടിക്കുന്നത്. ഈസ് ഈക്വൽ ടു സി ബി സീറോ സൈൻ ഓഫ് കെ എക്സ് പ്ലസ് ഒമേഗ ടി എന്ന് പറഞ്ഞിട്ട് കിട്ടും. സി ബി സീറോ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി ഏതായിരിക്കും വരിക? കെ ക്യാപ്പ് ആയിരിക്കും വരിക. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക കേട്ടോ. സി ബി സീറോ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി, കെ ക്യാപ്പ് ഇസ് ദ റൈറ്റ് ആൻസർ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? ഇസ് ഓപ്ഷൻ എ അല്ലെ. ഓപ്ഷൻ എ ഈസ് ഈക്വൽ ടു B0 സി സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി, കെ ക്യാപ്പ് വരും. B0 ബൈ സി അല്ല, B0 സി സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി അല്ല, മൈനസ് B0 സി അതുമല്ല. സോ ഫോർ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. റെഡി? ക്ലിയർ? So let's moving on to our next question. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. The dimension of self inductance. സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും എന്നുള്ളത് ഇത് നിങ്ങൾക്ക് അറിയാം. നിങ്ങളൊന്ന് വേഗം ഒന്ന് പോൾ ചെയ്തോളൂ. 30 seconds ടൈം തരാം. സോ അതിനുള്ളിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒന്ന് മാറി നിൽക്കുക. നിങ്ങൾ ഓപ്ഷൻസ് നേരെ കണ്ടോളൂ. ml² t raised to minus 2 a raised to minus 2 ആണ്. ml² t raised to minus 3 a raised to minus 1, ml² t raised to minus 3 a raised to minus 2, ml³ t raised to minus 2 a raised to minus 2. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളത് വേഗം ചൂസ് ചെയ്ത് പറയുക കേട്ടോ. ഓക്കെ. യെസ്, 30 seconds ടൈം ഉണ്ടായിരിക്കും. അതിനുള്ളിൽ വേഗം നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വേഗം ചൂസ് ചെയ്ത് പറയുക.
Okay, time up. Yes. Okay, yes. അപ്പോൾ റെസ്പോൺസ് നോ. അപ്പോൾ നോക്കുക, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ആക്ച്വലി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ മക്കളെ. നിങ്ങൾ എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് തരുന്ന സമയം നിങ്ങൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എപ്പോഴും. ഓക്കെ, നോക്കുക, ഇവിടെ സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ യു ഇസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം ½ Li² ആണ് അല്ലേ. അപ്പൊ എല്ലിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ യു ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, I² ചെയ്താൽ മതി. യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജിയാണ്. എനർജിന്റെ ഡയമെൻഷൻ നിങ്ങൾക്കറിയാം ml²T⁻² ആണ്. ആൻഡ് ഓൾസോ I എന്ന് പറയുന്നത് കറണ്ട് ആണ്. കറണ്ടിന്റെ സ്ക്വയർ എടുക്കുക, അതിന്റെ ഡയമെൻഷന്റെ സ്ക്വയർ എടുക്കുക, ആംപിയറിന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ ml²T⁻² A⁻² വരും കേട്ടോ. ml²T⁻², A⁻². സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കായിരുന്നു, അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. Okay, ml²T⁻², A⁻², that is option A. Option A is the right answer. Option A ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. Okay, yes, then let's moving on to the next question. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The power of a lens is 1.6 meter inverse. അല്ലെ, പവർ വന്നിട്ടുണ്ട് എത്രയാണ്, 1.6 meter inverse ആണ്. In a particular medium, refractive index of the lens എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1.5 ആണ്. And radius of curvature is 50 centimeter ആണ്. Okay, refractive index of the surrounding medium N1 ഉം N2 നമ്മൾ എടുക്കുകയാണെങ്കിൽ സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾക്കറിയാം, നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല പ്രകാരം 1/f is equal to N1 minus N2 minus 1 അല്ലെ. 1/f is equal to N1/N2 minus 1 into 1/R1 minus 1/R2 എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്കറിയാം ഇതിൽ 1/f എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പവർ ആണ്. അപ്പോൾ പവറിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. N1 ഉം N2 minus 1 എന്ന് പറഞ്ഞുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 1/R1 minus 1/R2 ആദ്യം കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ വീണ്ടും എഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് N1/N2 എന്താന്നുള്ള സംഗതി നോക്കി നോക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് ആക്ച്വലി ഇവിടെ തന്നിട്ടുള്ളത് റേഡിയസ് ഓഫ് കർവേച്ചർ, പവർ ഓഫ് എ ലെൻസ് ഇക്യു കോൺവെക്സ് ലെൻസ് ആണ്. ഇക്യു കോൺവെക്സ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ടെണ്ണത്തിന്റെയും റേഡിയസ് ആക്ച്വലി സെയിം ആയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും വരിക അല്ലെ. ഓക്കെ, 1/f is equal to N1 minus N2 minus N1/N2 minus 1 into 1/R1 minus 1/R2 ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇറ്റ് ഈസ് എൻ ഇക്യു കോൺവെക്സ് ലെൻസ് അല്ലെ. ഇക്യു കോൺവെക്സ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ റേഡിയസ് R1 is equal to എനിക്ക് എന്ത് പറയാം, 50 centimeter, ആൻഡ് റേഡിയസ് R2 is equal to minus 50 centimeter എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. രണ്ടും സെയിം ആണ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇങ്ങോട്ടും അപ്പുറത്തേക്കും ആണെന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, 50 centimeter ഒന്ന് മൈനസ് 50 centimeter ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ 50 centimeter നേരെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 50 into 10⁻², ദാറ്റ് ഇസ് 0.5 വരും. 0.5 centimeter അതായത് മൈനസ് 0.5 centimeter മീറ്ററും കിട്ടും. സോറി, സെന്റിമീറ്റർ അല്ല, മീറ്റർ. 0.5 meter ആൻഡ് മൈനസ് 0.5 meter എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, therefore 1/R1 minus 1/R2 ഇനീഷ്യലി നമ്മൾ കണ്ടുപിടിച്ച് വെക്കുക. അത് ഇട്ട് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് N1 ഉം N2 ഉം നമ്മൾക്ക് അറിയാം, അതിലത്തെ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഔട്ട്സൈഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് സുഖമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ചെയ്യുക 1/0.5 മൈനസ് 1/0.5 ആയിരിക്കും. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 അല്ല 1/0.5 മൈനസ് 1/0.5. Okay, that is 1/0.5 and 1/1/2, that is 2 plus 2, that is 4 വരും. അതിന്റെ വാല്യൂ 4 വരും. ആൻഡ് 1/f ന്റെ വാല്യൂ ഇറ്റ് ഈസ് 1.6 ആണ്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, N1/N2 ആണ്. സോ ഹിയർ നിങ്ങൾക്ക് അറിയാം N2 ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ദെൻ N1/N2 minus 1 which is equal to 1/f ന്റെ വാല്യൂ divided by 4 വരും. 1/f it is 1.6 divided by 4 വരും. ഓക്കെ, ദാറ്റ് ഇസ് 0.4 വരും അല്ലേ. 4 into 4 ആണ്, അപ്പോൾ 0.4 വരും. ഓക്കെ, therefore N1 minus N2 minus 1 which is equal to 0.4
that is n1 by n2 which is equal to 1 plus 0.4, that is 1.4 എന്ന് പറഞ്ഞിട്ട് കിട്ടും. Then n1 by n2 ആണുള്ളത്. ആൻഡ് n1 ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, n2 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. Therefore n2 is equal to n1 by 1.4. n1 is 1.5 I think അല്ലേ, 1.5 ആണ്. Therefore 1.5 divided by 1.4, that is 15 by 14 കിട്ടും. 1 point something ആയിരിക്കും നമ്മുടെ ആൻസർ വരിക അല്ലേ. 1 point എല്ലാം 1 point ആണ്. നേരെ കാൽക്കുലേറ്റ് ചെയ്യുക, 15 by 14 ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1.07 സംതിങ് ആയിരിക്കും ആൻസർ വരിക കേട്ടോ. 1.07, that is option C. Option C 1.07. Okay, yes. Therefore option C is the right answer. Simple question ആയിരുന്നു, സുഖമായിട്ട് ചെയ്യാം. കുറച്ച് കാൽക്കുലേഷൻ മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Therefore option C is the right answer. റെഡി ആണ്, ക്ലിയർ ആണ്, ഓക്കെ ആണ്. Okay, then now let's moving on to the next question. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. A particle execute simple harmonic motion represented by the displacement function as x of t is equal to a sin omega t plus phi, and the position of velocity and of the particle at t is equal to 0 seconds are 4 cm and 3 omega centimeter per second respectively. Then its amplitude is x by 2 cm, where the value of x is, x ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. എക്സ്എച്ച്എമ്മിനെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേസ്മെന്റിന്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. എക്സ് ഓഫ് ടി is equal to എന്താ, a sin omega t plus phi ആണ്. Okay. The position and velocity of the particle at a time t is equal to 0. At t is equal to 0 x എന്ന് പറയുന്നത് എത്രയാ, 4 cm ആണ്. ആൻഡ് വെലോസിറ്റി v എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 3 omega centimeter per second ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ വെലോസിറ്റിന്റെ ഇക്വേഷൻ കൂടെ എഴുതുകയാണ്. ഇതിൽ നിന്നും നമുക്കിതൊന്ന് v is equal to dx by dt ചെയ്യാൻ പറ്റും. dx by dt ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ a omega cos of omega t plus phi, a omega cos of omega t plus phi എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ടി is equal to 0 x equal to 4 cm എന്നുണ്ടല്ലോ, അതായത് ടി is equal to 0 ഇട്ട് കൊടുക്കുക. അപ്പൊ എക്സിന്റെ വാല്യൂ is equal to 4 which is equal to t 0 ആകുമ്പോൾ എന്തായിട്ട് മാറും, a sin phi ആയിട്ട് മാറും അല്ലേ, a sin phi ആയിട്ട് മാറും. ആൻഡ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ 3 omega which is equal to a omega cos phi ആയിട്ട് മാറും. ബിക്കോസ് ഇവിടെ ടി എന്നുള്ള സംഗതി നമ്മൾ 0 ഇട്ട് കൊടുത്തു, ഒമേഗ ടി 0 ആയിട്ട് പോയി. അപ്പൊ a omega cos phi ആവും. അപ്പോൾ ഒമേഗ കട്ടായി പോയി, എനിക്ക് എന്ത് കിട്ടും, 3 is equal to a cos phi എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ a sin phi യും a cos phi യും കിട്ടിയിട്ടുണ്ട്. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് a ന്റെ വാല്യൂ കിട്ടും. a is equal to that is a sin square phi plus a square sin square phi plus a square cos square phi ചെയ്യുക കേട്ടോ. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ a square sin square phi plus a square cos square phi which is equal to 4 square plus 3 square വരും. 4 square plus 3 square, that is 16 plus 9 which is equal to 25. That is a square into sin square phi plus cos square phi which is equal to 25. That is ഇതിന്റെ വാല്യൂ 1 ആയിട്ട് പോകും. സോ എന്റെ വാല്യൂ √25 which is equal to 5 ആയിരിക്കും. 5 cm എന്ന് കിട്ടി. ഇനി എന്റെ വാല്യൂ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. എന്റെ വാല്യൂ എന്നിട്ടുണ്ടെങ്കിൽ എത്രയാണ്, ആംപ്ലിറ്റ്യൂഡ് is x by 2 എന്നുള്ളത് തന്നിട്ടുണ്ട്. ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is x by 2 is equal to x by 2 is equal to 5 ആണ്. Therefore x is equal to 5 into 2 which is equal to 10. Okay, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ പറ്റിയല്ലോ, ക്ലിയർ ആണല്ലോ. Therefore correct ആയിട്ടുള്ള ആൻസർ is option C. Option C 10 is the right answer. Option C 10 is the right answer. Okay, ready? Just a simple rearrangement മാത്രമേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ റീഅറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ, ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. റെഡി, ക്ലിയർ? യെസ്. Then let's moving on to our next question. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Identify the logic operation carried out by the given circuit. നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ലോജിക് ഓപ്പറേഷൻ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അറിയാം എ ബാർ അല്ലെ, എയിൽ നിന്ന് എന്റെ ബാറും ഇവിടെ ബി ബാറും കൂടെ ആഡ് ചെയ്യാണ്. Therefore y is equal to a bar plus b bar ആണ്, which is equal to ab all bar അല്ലെ. a bar plus b bar is equal to ab all bar ആണ് by de Morgan's relation. de Morgan's relation പ്രകാരം നിങ്ങൾക്ക് അറിയാം a bar plus b bar which is equal to ab bar ആണ് വരിക. Therefore it is same as NAND gate. This is same as NAND gate.
ഏത് ഗേറ്റിനോട് സിമിലർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമിലർ ആസ് നാൻഡ് ഗേറ്റ് ആണ് കേട്ടോ. ഓക്കെ, ദെർഫോർ ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Two particles of equal mass m moving in a circle of radius 2r under the action of their mutual gravitational attraction, speed of each particle will be. Mutual gravitational attraction പ്രകാരമാണ് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓരോ പാർട്ടിക്കിൾസിൻ്റെയും സ്പീഡാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാം ഇവിടെ നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക ആരാണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. നമ്മൾ യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എഴുതുക. എഫ് ജി ഈസ് ഈക്വൽ ടു എഫ് സി ആണ്. ദാറ്റ് ഇസ് ജി എം എം ബൈ ആർ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ തന്നെയാണ് ഉണ്ടായിരിക്കുക. ആൻഡ് ഓൾസോ ടു പാർട്ടിക്കിൾസ് ഓഫ് ഈക്വൽ മാസ്, രണ്ടിനും സെയിം മാസ് ആണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന എം കട്ട് ചെയ്ത് പോയി. ഇവിടെ ഉണ്ടാവുന്ന എം സെയിം എം തന്നെയാണ് വരിക. ഇൻറ്റു ആർ എന്ന് പറയുന്ന റേഡിയസ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 2r ആണ്. ആക്ഷൻ ഓഫ് ദർ മ്യൂച്വൽ ഗ്രാവിറ്റേഷൻ അട്രാക്ഷൻ, സ്പീഡ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ജി എം ബൈ ആർ എന്ന് പറയുന്നത് നിങ്ങൾ എന്തിട്ട് കൊടുക്കുക? 2r ഇട്ട് കൊടുക്കുക. ഓക്കെ, ആർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഡി ഇസ് ഈക്വൽ ടു ഒരു എന്തായാലും ഇതൊരു സർക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് അതിൻ്റെ ഡയാമീറ്ററിനോട് ഈക്വൽ ആയിരിക്കും. സോ ഡി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? അവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2r ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജി എം എം ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ഡി സ്ക്വയർ ആണ് ആക്ച്വലി. അപ്പോൾ ഡി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2r ദാറ്റ് ഇസ് ഈക്വൽ ടു 4r വരും. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4r ഈക്വൽ ആയിട്ട് വരും കേട്ടോ. കാരണം റേഡിയസ് എന്ന് പറയുന്നത് ഓൾറെഡി 2r ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 4r എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, എന്നിട്ട് എനിക്ക് എന്ത് കിട്ടും? ജി എം ബൈ 4r ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു അപ്പുറത്ത് എന്ത് വരും? വി സ്ക്വയർ ബൈ ആർ. ആ ഒരു റേഡിയസ് നിങ്ങൾ ക്യാപിറ്റൽ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, സോ എന്താ ചേഞ്ച് വരിക നോക്കി നോക്കൂ. ജി എം ഡിവൈഡഡ് ബൈ 4r ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ജി എം ഡിവൈഡഡ് ബൈ 16r സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r ആണ്. അപ്പോൾ ആറ് കട്ട് ചെയ്ത് പോയി. 8 2 16 8 ടൈംസ് ആയിട്ട് മാറും. സോ നമുക്ക് വി ആണ് വേണ്ടത്. ദെർഫോർ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി എം ബൈ 8 ആണ്. ദെർഫോർ വി ഇസ് ഈക്വൽ ടു റൂട്ട് ജി എം ബൈ 8 എന്ന് പറഞ്ഞിട്ട് കിട്ടും. റൂട്ട് ഓഫ് ജി എം ബൈ 8r ഹോൾ. ഓക്കെ, ആർ ഉണ്ട് അവിടെ. ജി എം ബൈ 8r, റൂട്ട് ഓഫ് ജി എം ബൈ 8r എന്ന് പറഞ്ഞിട്ട് കിട്ടും. റൂട്ട് ഓഫ് ജി എം ബൈ 8r ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. റൂട്ട് ഓഫ് ജി എം ബൈ 8r ഇസ് ദ റൈറ്റ് ആൻസർ. എങ്ങനെ കിട്ടിയെന്നുള്ളതിന് ഡൗട്ടൊന്നും ഇല്ലല്ലോ? എങ്ങനെ കിട്ടിയെന്നുള്ളതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ? ക്ലിയർ ബിക്കോസ് എം എന്ന് പറയുന്നത് ഓൾറെഡി ഗിവൺ ആണ്. രണ്ടിലും എം എസ് ഗിവൺ ആണ്. ആൻഡ് ഡിസ്റ്റൻസ് ഡി എന്ന് പറയുന്നത് നമുക്കറിയാം ഇതൊരു സർക്കുലർ പാത്തിലൂടെ പോവുകയാണ്. മൂവിൻ്റെ സർക്കിളിൽ മൂവ് ചെയ്യണ സമയത്ത് യെസ് അവിടെ ഉണ്ടാകുന്ന എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഡയാമീറ്ററിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന രണ്ട് പാർട്ടികൾ തമ്മിൽ ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് സെയിം ആസ് ദ ഡയമീറ്റർ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡയമീറ്റർ ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഏത് പോയിന്റ് ആണെങ്കിലും ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇവിടെയാണ് ഇക്വേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും എല്ലാ പോയിന്റിലും തന്നെയായിരിക്കും ദറ്റ് ഇസ് സെയിം ആസ് ഡയമീറ്റർ. ഓക്കെ, റെഡി? ക്ലിയർ? അത്രേ ഉള്ളൂ. സോ ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. സോ ബിഫോർ ദാറ്റ് നിങ്ങൾ വേഗം ഒരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് വേഗം ഓടി തിരിച്ചു വരിക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. 15 മിനിറ്റ്സിൽ കറക്റ്റായിട്ട് വേഗം ജോയിൻ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.
യെസ്, ദെൻ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾ ബ്രേക്ക് ഒക്കെ എടുത്ത് പ്രോപ്പർ ആയിട്ട് അഗെയിൻ തിരിച്ചു വന്നിരിക്കുകയാണ്. സോ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുക കേട്ടോ. ഓക്കെ, യെസ്. A spherical poles of radius r falling in a viscous fluid of viscosity eta with velocity v. The retarding viscous force acting on the spherical ball is. നിങ്ങൾക്ക് അറിയാം ബൈ സ്റ്റോക്സ് ലോ ഈ വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എന്താ വരാ? എഫ് ഇസ് ഈക്വൽ ടു 6 പൈ ഈറ്റ ആർ വി ആണ് അല്ലെ. എഫ് ഇസ് ഈക്വൽ ടു 6 പൈ ഈറ്റ ആർ വി ആണ്. അപ്പോൾ ദിസ് ഫോഴ്സ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ബട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി വി ആണോ? അല്ല. അല്ലെ. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോത്ത് റേഡിയസ് ആൻഡ് വെലോസിറ്റി ആണോ? അല്ല. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോത്ത് റേഡിയസ് ആൻഡ് വെലോസിറ്റി ആണോ? ആണ്. അതായത് എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു ആർ ആൻഡ് എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു വി, രണ്ടും കറക്റ്റ് ആണ്. therefore ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അതും അല്ല കേട്ടോ. ഓക്കെ, therefore ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. The radius of electron's third stationary orbit in Bohr's atom is r. The radius of fifth orbit will be. തേർഡ് സ്റ്റേഷനറി ഓർബിറ്റിന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഫിഫ്ത്ത് ഓർബിറ്റിന്റെ റേഡിയസ് എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, എന്താണ് ഈ ഇവിടെ ഉണ്ടാവുന്ന റേഡിയസ് എന്ന് പറയുന്നത്, nth ഓർബിറ്റിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അതിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n-ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. Rn എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n². അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിൽ റേഡിയസ് ഓഫ് തേർഡ് സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് പറയുന്നത് is proportional to 3² അല്ലെ. that is r3 is proportional to 9 and fifth orbit എന്ന് പറയുന്നത് 5², അതായത് r5 എന്ന് പറയുന്നത് proportional to 25 ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് റേഡിയസ് ഓഫ് ദി ഫിഫ്ത്ത് ഓർബിറ്റ് എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് ആക്ച്വലി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം r1/r2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കിട്ടും 25/9 കിട്ടും. r dash is equal to, അല്ലെങ്കിൽ എത്രയാണ് ചേഞ്ച് എന്നുള്ളത് കണ്ടുപിടിക്കണം. r'/r is equal to എന്ത് ചെയ്യുക? 25/9 ചെയ്യുക. അതായിരിക്കണം നമ്മുടെ റേഷ്യോ വരുന്നുണ്ടായിരിക്കും. ദാറ്റ് ഇസ് r dash is equal to 25/9 ടൈംസ് ഓഫ് ദിസ് റേഡിയസ് r. റേഡിയസ് ഓഫ് ദി തേർഡ് ഓർബിറ്റിന്റെ ക്യാപിറ്റൽ r ആണ്. ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് ഫിഫ്ത്ത് ഓർബിറ്റ് നമ്മൾ r dash ആയിട്ട് എടുക്കുന്നു. 2/5 ടൈംസ് ഓഫ് r ആയിരിക്കും വരിക. മീൻസ് 25/9 ടൈംസ് ഓഫ് r ആയിരിക്കും വരിക. ആൻഡ് 25/9 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 9 into 3 വരികയാണെങ്കിൽ 27 വരും. അപ്പോൾ എന്തായാലും 2 point something ആണ് വരിക അല്ലേ. 2 point something into r വരും. അപ്പോൾ 2 point something into r വരും. 2.7 something, എന്തായാലും 3 ആവില്ല, അതിനായിട്ട് കുറയും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2.78 into r, that is option A. Option A is the right answer. Okay, yes, very good. ആരാണ്? യെസ്, ആര്യനന്ദ. യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. Then next question നോക്കുക. Statement 1, if three forces F1, F2, F3 are represented by three sides of a triangle, F1 plus F2 is equal to minus F1, then these three forces are concurrent forces and satisfy the condition for equilibrium. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 വന്നിരിക്കുന്നത് 3 ഫോഴ്സസ് ഉണ്ട്, F1 plus F2 plus F3. അത് ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം F1 plus F2 plus F3 is equal to 0 ആണ് അല്ലെ. നമുക്കിവിടെ തന്നിരിക്കുന്നത് F2 plus F3 is minus F1 ആണ്. that is F1 minus F1 is equal to 0, അല്ലെങ്കിൽ F2 plus F3 is equal to minus F1 എന്ന് തന്നിട്ടുണ്ട്. സോ അത് ഇക്വിലിബ്രിയം കണ്ടീഷൻ തന്നെയാണ്. 3 sides of a triangle ആണെന്നുണ്ടെങ്കിൽ മൂന്നും concurrent forces condition for equilibrium satisfy ചെയ്യുന്നുണ്ട്. the statement 1 is true. statement 1 എന്തായാലും true തന്നെയാണ്. okay, and statement 2 നോക്കി നോക്കൂ. A triangle made up of three forces F1, F2, F3 as its sides taken in the same order satisfy the condition for translatory equilibrium. In the light of the above statement, choose the most appropriate answer from the options given below. അല്ലെ, ഇപ്പോൾ ട്രയാങ്കിൾ 3 ഫോഴ്സസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം സെയിം മോഡൽ എടുക്കുകയാണെന്ന് അത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ട്രാൻസ്ലേറ്ററി ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് വൺ ഇസ് ഓൾസോ ട്രൂ അല്ലെ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ ആണ്, ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1 എന്ന് നമുക്ക് പറയാം. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. രണ്ടും ട്രൂ ആണ് എന്നുള്ളതായിരിക്കും. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം ട്രൂ ആണ് കേട്ടോ. therefore ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്, വെരി ഗുഡ്. then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോളൂ. An electron is allowed to move with a constant velocity v along the axis of current carrying a straight solenoid. The electron will experience magnetic force along the axis of the solenoid. Electron എന്തുണ്ടായിരിക്കും? magnetic force ഉണ്ടായിരിക്കും, which is along the
along the axis of the solenoid എന്നാണ് തന്നിരിക്കുന്നത്. കറക്റ്റ് ആണ് അല്ലെ? ഇലക്ട്രോണിന് എന്തുണ്ടായിരിക്കും? ആന്റി ഫോഴ്സ് ഉണ്ടായിരിക്കും. അലോങ് ദ ആക്സിസ് ഓഫ് ദ സോളിനോയിഡ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക. കാരണം ഫോഴ്സ് 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ആ ഇലക്ട്രോണിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും? ആന്റി ഫോഴ്സ് ഉണ്ടാവില്ല അല്ലെ? അപ്പോൾ അതുകൊണ്ട് എക്സ്പീരിയൻസ് അലോങ് ദ ആക്സിസ് ഓഫ് ദ സോളിനോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ്. ഇത് ട്രൂ ആണ്. ആൻഡ് ദ ഇലക്ട്രോൺ വിൽ നോട്ട് എക്സ്പീരിയൻസ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോൺസിന് മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ഇലക്ട്രോൺസിന് മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. യെസ്, എലോങ് ദ ആക്സിസ് ഓഫ് ദ സോളിനോയിഡ് എന്ന് പറയുന്നത് പറയാൻ പറ്റില്ല കേട്ടോ. ഇറ്റ് ഇസ് ഫോൾസ് ആണ്. ആൻഡ് ഇത് ട്രൂ ആണ്. കാരണം ഫോഴ്സ് മാഗ്നറ്റിക് ഫോഴ്സ് 0. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് നമ്മൾ എക്സ്റ്റേണലി ഫീൽഡ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ ഫോഴ്സ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യില്ല. ദാറ്റ് വൺ ഇസ് ട്രൂ. അല്ല, മൂത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി വിത്ത് ആക്സിസ് കറന്റ് കാരിങ് സോളിനോയിഡ് സ്ട്രേറ്റ് സോളിനോയിഡ് ആണ്. ദർഫോർ ഇലക്ട്രോൺ വിൽ നോട്ട് എക്സ്പീരിയൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ഇസ് ദ റൈറ്റ് വൺ. ട്രൂ ആണ്. ആൻഡ് ദ ഇലക്ട്രോൺ വിൽ കണ്ടിന്യൂ ടു മൂവ് വിത്ത് സെയിം വെലോസിറ്റി ആൻഡ് അലോങ് ദ ആക്സിസ് ഓഫ് ദ സോളിനോയിഡ് അല്ലെ? അത് സെയിം വെലോസിറ്റിയിൽ തന്നെ മൂവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം നെഗറ്റീവ് ഫോഴ്സ് ഒന്നും അതിൽ ആക്ട് ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പ്രകാരം ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? സെയിം വെലോസിറ്റിയിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കണ്ടിന്യൂ വിത്ത് വെലോസിറ്റി along the axis of the solenoid is true. ഇത് ട്രൂ ആണ്. And the electron will be accelerated along the axis of the solenoid. Electron എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? along the axis of the solenoid ആയിരിക്കും അത് accelerate ചെയ്യുന്നുണ്ടായിരിക്കുക എന്ന് പറയുന്നത് is false. അത് false ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. And the electron will follow circular path inside the solenoid. Inside the solenoid circular path ആണോ? അല്ല. That one is also false ആയിരിക്കും. That was contradictory to the first statement. So അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് choose the most appropriate option given below. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ളത്. ഇതിൽ എയും ഡിയും ഇയും ഇൻകറക്റ്റ് ആണ്. സോ ബിയും സിയും മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 2 അല്ലേ? ഓപ്ഷൻ 2 ബി ആൻഡ് സി ആർ കറക്റ്റ് വൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. A screw gauge gives the following reading when used to measure the diameter of the wire. The main scale reading is 4 mm. Main scale reading നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 4 mm ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ആൻഡ് സർക്കുലർ സ്കെയിൽ റീഡിംഗ് അല്ലെ? സർക്കുലർ സ്കെയിൽ റീഡിംഗ് അല്ലെങ്കിൽ സർക്കുലർ സ്കെയിൽ ഡിവിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 65 ഡിവിഷൻ ആണ്. 65 ഡിവിഷൻസ് പെർ millimeter അല്ലെ? 65 divisions given at that 1 millimeter on the main scale divisions and 200 divisions of the circular scale. 1 millimeter on the main scale, 1 millimeter on the main scale division is equal to 100 divisions on the vernier scale, divisions on the circular scale. Circular scale 100 ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. Therefore diameter of the water from the above data. Diameter ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഡയമീറ്ററിന്റെ മെഷർമെന്റിന്റെയാണ് തന്നിട്ടുള്ളത്. സോ അതൊന്ന് ഡയമീറ്റർ കണ്ടുപിടിക്കണം. സോ ടോട്ടൽ റീഡിംഗ് കണ്ടുപിടിക്കണമെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു MSR പ്ലസ് CSD ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ആണ്. CSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് അല്ലേ? യെസ്. അപ്പോൾ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം, ഇവിടുത്തെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കണം. ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ? ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ സർക്കുലർ സ്കെയിൽ ആണ്. നമ്പർ ഓഫ് ഡിവിഷൻസ് ആണ് വേണ്ടത്. പിച്ച് എന്ന് പറയുന്നത് 1 millimeter ആണ്. ഡിവൈഡഡ് ബൈ എത്ര ഡിവിഷൻസ് ഉണ്ടെന്നുള്ളത് തന്നിട്ടുണ്ട്? 100 ഡിവിഷൻസ് ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ 1/100 ദാറ്റ് 0.01 millimeter ആയിരിക്കും വരിക. 0.01 millimeter ആയിരിക്കും വരിക. ആൻഡ് ഓൾസോ നമുക്കതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഇപ്പം എന്തായാലും മില്ലിമീറ്റർ വെച്ചിട്ട് ചെയ്തോളൂ. കാരണം ബാക്കിയുള്ള എല്ലാ മില്ലിമീറ്ററിലാണ് റീഡിങ്സ് എല്ലാം തന്നിരിക്കുന്നത്. എന്നിട്ട് MSR പ്ലസ് VSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ചെയ്യുക അല്ല, അല്ലെങ്കിൽ MSR പ്ലസ് CSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ചെയ്യുക. ടോട്ടൽ റീഡിംഗ് ഈസ് ഈക്വൽ ടു MSR പ്ലസ് CSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ചെയ്യുക. MSR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 millimeter പ്ലസ് 65 ഇൻറ്റു 0.01. അപ്പോൾ 4.65 millimeter എന്ന് പറഞ്ഞിട്ട് 4.65 millimeter ആണ് നമുക്ക് വേണ്ടത്. ഇത് സെന്റിമീറ്ററിലാണ് എല്ലാം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇൻറ്റു 10⁻⁻1 കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0.465 സെന്റിമീറ്റർ. 0.465 centimeter. 0.465 centimeter. That is option A. 0.465 centimeter is the right answer. അത്രയേ ഉള്ളൂ കേട്ടോ. റെഡി? ക്ലിയർ? അപ്പോൾ വെർനിയർ സ്കെയിലിൻ്റെയും അതുപോലെ സ്ക്രൂ ഗേജിൻ്റെയും രണ്ടെണ്ണത്തിൻ്റെയും കാൽക്കുലേഷൻസ് എങ്ങനെയാണ് വരുന്നത്, ലീസ്റ്റ് കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഗിവൺ ആസ് V of x is equal to -2x² y volt. Find the electric field at the point 2 meter 3 meter. ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കുന്നത് 2m, 3m എന്ന് പറയുന്ന പോയിന്റിൽ.
ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഈസ് ഈക്വൽ ടു -del V ആണ്. അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സിൻ്റെയും വൈൻ്റെയും രണ്ട് ടേം ഉള്ളതുകൊണ്ട്, രണ്ട് വേരിയബിൾസ് ഉള്ളതുകൊണ്ട് -∂V/∂x(i) പ്ലസ് ∂V/∂y j എന്നാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ∂V/∂x ചെയ്യുക. ദാറ്റ് ഇസ് ∂by∂x ഓഫ് -2x²y. That is -2y into 2x -4xy. അപ്പോൾ ഇതിൻ്റെ പോയിന്റ് എത്രയാണ്? 2m ആണ്, 2 മീറ്റർ ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 2 into 3 അല്ല 4 into 2 into 3 4 into 2 into 3 ചെയ്യുക. അതിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ -∂V/∂x ആണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ∂V/∂x തന്നെയാണെന്നുണ്ടെങ്കിൽ -∂V/∂x which is equal to 4xy ആയിട്ട് മാറും, which is equal to 4 into 2 into 3. യെസ്, 24 വരും. 24 i cap വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ∂V/∂y ചെയ്യുക. കേട്ടോ. ∂V/∂x എന്തായാലും കിട്ടിയപ്പോൾ ഈ ഒരു ടേം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ∂V/∂y ആണ് നെക്സ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ചെയ്ത് നോക്കി നോക്കുക. ∂V/∂y is equal to ∂by∂y of -2x²y. We got -2x². That is -∂V/∂y is equal to 2x². x²ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into 2 square 2 into 4 that is 8 j cap എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ 24 i cap plus 8 j cap. Yes, that is option C. Option C is the right answer. അതല്ലേ ചോദിച്ചിരിക്കുന്നത് 24 i cap plus 8 j cap volt per meter is the right answer. Yes, very good. Somana something Hridya is very good. Meenakshi is very good. Okay, correct ആണ് കേട്ടോ. Okay, then next question നോക്കുക. In Young's double slit experiment, find the thickness of the glass slab. Glass slab in the value on the 1.5 ആണ്, which should be placed before the upper slit so that the central maximum now lies at the point where 7th bright fringe was lying earlier before the inserting slab, and wavelength of the light used is 4000 Armstrong ആണെന്നുള്ള ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം നോക്കി നോക്കൂ. ഇവിടുത്തെ കേസിൽ തന്നിട്ടുള്ള വാല്യൂസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ലാംഡ തന്നിട്ടുണ്ട് 4000 Armstrong ആണ്, ആൻഡ് മ്യൂ തന്നിട്ടുണ്ട് 1.5 ആണ്. നിങ്ങൾക്കറിയാം ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരിക, വിച്ച് ഇസ് ഈക്വൽ ടു മ്യൂ മൈനസ് 1 into t ആണ് വരിക അല്ലെ. ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ മൈനസ് 1 into t ആണ്. ഓൾസോ നിങ്ങൾക്ക് അറിയാം ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു n ലാംഡയാണ് അല്ലേ. അപ്പോൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് മ്യൂ മൈനസ് 1 into t ഇസ് ഈക്വൽ ടു n ലാംഡ എന്ന് പറഞ്ഞിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, മ്യൂ മൈനസ് അതായത് അവിടെ ഉണ്ടാകുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു -1 into t വിച്ച് ഇസ് ഈക്വൽ ടു n ലാംഡയാണ്. മ്യൂ എന്ന് പറഞ്ഞിട്ട് 1.5 അല്ലേ. 1.5 minus 1 into t which is equal to n എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 7th ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് 7 ലാംഡ ഇട്ട് കൊടുക്കുക. 7 ലാംഡ എന്ന് പറയുന്ന സമയത്ത് 7 ലാംഡയാണ് ഇവിടെ 4000 Armstrong ആണ്. അപ്പോൾ ഇവിടെ എല്ലാം മൈക്രോമീറ്ററിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനൊന്ന് മാറ്റിയിട്ട് മൈക്രോയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 4000 Armstrong എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 into 10 ആയിരുന്നു. അപ്പോൾ അതിന് -6ലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് 0.4 മൈക്രോമീറ്റർ ആയിട്ട് വരും കേട്ടോ. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.4 മൈക്രോമീറ്റർ. ഓക്കെ, അപ്പോൾ 7 into 0.4 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ 0.5t വിച്ച് ഇസ് ഈക്വൽ ടു 2.8 കിട്ടും. t ഈസ് ഈക്വൽ ടു 2.8 ഡിവൈഡഡ് ബൈ 5 കിട്ടും അല്ലേ. യെസ്, തിക്നെസ് ആയിരുന്നു കണ്ടുപിടിക്കാൻ. അപ്പോൾ തിക്നെസ് t ഈസ് ഈക്വൽ ടു 2.8 ഡിവൈഡഡ് ബൈ 5 ആണ്. 2.8 ഡിവൈഡ് ബൈ 5 ആണ്. 2.8 ഡിവൈഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 2.8 ഡിവൈഡഡ് ബൈ 0.5 യെസ് 0.5 ദാറ്റ് ഈസ് 28/5 കിട്ടും.
28 divided by 5 കിട്ടും. 28/5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 point something വരും. 5 point something വരും. That is 5.6 micrometer. 5.6 micrometer. That is option A is the right answer. Option A ആയിരിക്കും. 5.6 micrometer is the right answer കേട്ടോ. കാരണം 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 point ആണ് വരും. അപ്പോൾ എന്തായാലും 5.6 micrometer is the right answer. Ready? Clear? Yes. Then next question. Let's moving on to the next question. Two projectiles are projected at the same speed. If one is projected at an angle of 45 degree, ഒരെണ്ണം project ചെയ്യുന്നത് 45 degree ആണ്, and the other is projected with a 60 degree. Then from the horizontal, the ratio of the maximum height reached is. Maximum height ന്റെ equation നിങ്ങൾക്ക് അറിയാം. Maximum height h is equal to എന്താ വരിക? H is equal to u square sin square theta divided by 2g ആണ്, അല്ലേ? H is equal to u square sin square theta divided by 2g ആണ് വരിക. That is h is proportional to sin square theta ക്ക് proportional ആയിരിക്കും. അപ്പോൾ h1 എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ it is proportional to sin square 45. Sin 45 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that is 1/√2 ആണ്. That is h1 is proportional to 1/√2 ന്റെ square, that is 1/2. Okay, then h2 ന്റെ കേസ് എടുക്കുക. h2 ആണെന്നുണ്ടെങ്കിൽ it is proportional to sin square 60. Sin 60 എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ which is proportional, that is equal to √3/2 ആണ്. √3/2 ന്റെ സ്ക്വയർ which is equal to 3/4. ഓക്കെ ഓക്കെ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ അടുത്ത് റേഷ്യോ മാക്സിമം ഹൈറ്റ് റീച്ചർ എത്രത്തോളം മാക്സിമം ഹൈറ്റ് കിട്ടുന്ന റേഷ്യോ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. Therefore h1/h2 ചെയ്യുക which is equal to 1/2 divided by 3/4 ആണ്. That is 1/2 into 4/3 2 ആവും, which is equal to 2/3. 2/3 is the ratio. 2:3 is the ratio. That is option A. Option A ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. 2:3 is the right answer. Ready? ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Bulk modulus of water is 4 into 10 raised to 9. Bulk modulus വാല്യൂ 4 into 10 raised to 9 Newton per meter square ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. Change in pressure required to increase the density of the water by 0.2%. നമ്മൾ എന്ത് ചെയ്യണം? വാട്ടറിന്റെ ഡെൻസിറ്റി 0.2% നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചേഞ്ച് ഇൻ പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ചേഞ്ച് ഇൻ പ്രഷർ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാം ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ എന്താ? V is equal to minus P delta V by V ആണ്, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഡെൽറ്റ V by V എന്ന് പറഞ്ഞതിന് പകരം എനിക്ക് എന്തും കൊടുക്കാം? ഡെൽറ്റ റോ ബൈ റോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. കാരണം ഡെൻസിറ്റി ആയിട്ടുള്ള റിലേഷൻ നമുക്ക് അറിയാം. കാരണം ഡെൻസിറ്റീൻ്റെ സംഭവം നമുക്ക് തന്നിട്ടുണ്ട്. സോ ഓൾസോ എനിക്ക് എന്താ അറിയാം? ബൾക്ക് മോഡുലസ് ഇസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ റോ ബൈ റോ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പൊ ഡെൽറ്റ റോ ബൈ റോ എന്ന് പറയുന്നത് ആക്ച്വലി ഗിവൺ ആണ്. കാരണം 0.2% എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പൊ 0.2% എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണ്? ഡെൽറ്റ ബൈ റോ ഇസ് ഈക്വൽ ടു 0.2%. ദാറ്റ് ഇസ് 0.2 ഡിവൈഡഡ് ബൈ 100 ആണ്. ദാറ്റ് ഇസ് 2 into 10⁻³ ആണ്, അല്ലേ? ഇനി നമുക്ക് വേണ്ടത് പി ആണല്ലോ. പി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പി ആണ് വേണ്ടത്. Therefore P is equal to ബൾക്ക് മോഡുലസ് ഇൻറ്റു അല്ലെങ്കിൽ ബൾക്ക് മോഡുലസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ റോ ബൈ റോ. ഡെൽറ്റ റോ ബൈ റോ. ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 into 10⁻⁹ ആണ്. 4 into 10⁻⁹ ഡിവൈഡഡ് ബൈ 2 into 10⁻⁻3. 2 കട്ട് ചെയ്ത് പോയി. 2 into 10⁻⁹ into 10⁻3. ദാറ്റ് ഇസ് 2 into 10⁻12 വരും. 2 into 10⁻12 വരും. Yes, 4 into 10⁻⁹ divided by 2 into 10⁻⁻3 ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 4 ആണ്. യെസ്, അപ്പോൾ 4 ഡിവൈഡ് ബൈ ഡെൽറ്റ റോ ബൈ റോ എന്നിട്ട് കൊടുക്കുക. അപ്പോൾ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡെൽറ്റ റോ ബൈ റോ ആണ്. യെസ്, ബി ഇൻറ്റു ഡെൽറ്റ റോ ബൈ റോ.
ഡിവിഷൻ അല്ല, ഇവിടുത്തെ കേസിൽ ഒന്നുകൂടെ നോക്കുക. ഡെൽറ്റ പി ഇൻറ്റു മൈനസ് പി ഡെൽറ്റ വി ബൈ വി ആണല്ലോ സംഭവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബി ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എന്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മൈനസ് പി വി ബൈ ഡെൽറ്റ വി ആണ്. മൈനസ് പി വി ബൈ ഡെൽറ്റ വി ആണ്, ചെറിയ ചേഞ്ച് ഉണ്ട്. മൈനസ് പി വി ബൈ ഡെൽറ്റ വി ആണ് കേട്ടോ. ഇതാണ് ചേഞ്ച് വന്നിരിക്കുന്നത്, ഒന്നും മാറ്റി എഴുതിക്കോളൂ. മൈനസ് പി വി ബൈ ഡെൽറ്റ വി ആണ്. ഓക്കെ, അപ്പോൾ മൈനസ് പി റോ ഡിവൈഡഡ് ബൈ ഡെൽറ്റ റോ. Then P is equal to B into delta rho by rho. Okay. Then നമ്മൾ substitute ചെയ്യുക. P is equal to 4 into 10 raised to 9 into 2 into 10 raised to minus 3. 8 into 10 raised to 7. 7 അല്ല? Yes, 6 വരും. 8 into 10 raised to 6. 8 into 10 raised to 6. That is option B. 8 into 10 raised to 6. Newton per meter square is the right answer. 8 into 10 raised to 6 Newton per meter square ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വേവ് ഫ്രണ്ട് is the locus of all the points where the particles of the medium vibrate with the same ഫേസ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ സെയിം ഫേസിലുള്ള തന്നെയാണ് നമ്മൾ ലോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കൽസ് എല്ലാം, ഒരേ ഫേസിൽ നിൽക്കുന്ന പാർട്ടിക്കൽസ് എല്ലാം കൂടിയിട്ടായിരുന്നു നമ്മൾ ലോക്കസ് അല്ലെങ്കിൽ വേവ് ഫ്രണ്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. therefore സെയിം ഫേസ് ഈസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഓൾറെഡി അറിയുന്ന സംഗതിയാണ്. therefore ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. then phase difference between the flux linked with the coil rotating in a uniform magnetic field and induced EMF produced in it is. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സും ഇൻഡ്യൂസ്ഡ് EMF രണ്ടും തമ്മിൽ ഉണ്ടാവുന്ന ഫേസ് ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു NBA cos omega t ആണ് അല്ലേ. NBA cos omega t ആണ് വരുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ദാറ്റ് ഇസ് d∅dt ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഒമേഗ കിട്ടും. ഇതപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, d∅ അല്ലെങ്കിൽ അബ്സിലോൺ കിട്ടും. d∅dt which is equal to d/dt of NBA cos omega t എന്ന് പറയാം, which is equal to NBA omega into sin omega t എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലേ. sin omega t എന്ന് പറഞ്ഞിട്ട് കിട്ടും ഇൻറ്റു മൈനസ് d∅dt ആണ്. മൈനസ് d∅dt ആണ്. മൈനസ് ഓഫ് d∅dt മൈനസും ക്യാൻസൽ ചെയ്ത് പോകും. സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ആൻഡ് സൈൻ ഒമേഗ ടി നമുക്ക് എന്താക്കിയിട്ട് എഴുതാം, കോസിന്റെ ഫംഗ്ഷൻ ആക്കിയിട്ട് തന്നെ എഴുതണം. കാരണം കോസ് ഫംഗ്ഷൻ ആക്കിയിട്ട് എഴുതിയാൽ തന്നെയാണ് എന്ത് വരുന്നുണ്ടായിരിക്കുള്ളൂ, രണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ സെയിം സംഭവമാക്കിയിട്ട് എഴുതിയാലാണ് ഫേസ് ഡിഫറൻസ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് അടുത്ത ഫംഗ്ഷൻ എന്താക്കിയിട്ട് എഴുതാം, വെച്ച് ഈക്വൽ ടു NBA ഒമേഗ, ഇതിന് സൈൻ ഒമേഗ ടി ഞാൻ ഒന്ന് മാറ്റി എഴുതാണ്, NBA ഒമേഗ കോസ് ഓഫ് ഒമേഗ ടി മൈനസ് π/2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെയാണെങ്കിൽ വെറുതെ കോസ് ഒമേഗ ടി മാത്രമേ ഉള്ളൂ, ഇവിടെ കോസ് ഒമേഗ ടി മൈനസ് π/2 ഉണ്ട്. therefore ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു എന്തിനോട് ഈക്വൽ ആയിരിക്കും, π/2 നോട് ഈക്വൽ ആയിരിക്കും. ഒന്നിലും ഒമേഗ ടി, ഒന്നിലും ഒമേഗ ടി മൈനസ് π/2. സോ ഫേസ് ഡിഫറൻസ് ഇസ് π/2. therefore ഓപ്ഷൻ എ π/2 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫോർ എ റെസൊണൻസ് ട്യൂബ് ദ എയർ കോളംസ് ഫോർ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റെസൊണൻസ് ഡിഫർ ബൈ 25.5 സെന്റിമീറ്റർ. വേവ് ലെങ്ത് ഓഫ് ദ സൗണ്ട് വേവ്സ് ഇൻ ദ ട്യൂബ് വേവ് ലെങ്ത് ലാംഡയാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലെ. അപ്പൊ L1 എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു λ/4 ആയിരിക്കും. ഫോർ ദ കേസ് ഓഫ് എ തന്നിരിക്കുന്നത് ട്യൂബ് എയർ കോളംസ് ഫോർ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റെസൊണൻസ് ട്യൂബ് ആണ് തന്നിരിക്കുന്നത്. റെസൊണൻസ് ട്യൂബ് എന്ന് പറയുന്ന സമയത്ത് ക്ലോസ് റേപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ L1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു λ/4 ആയിരിക്കും. L2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, 3 λ/4 ആയിരിക്കും. അങ്ങനെ ഓഡ് മൾട്ടിപ്പിൾസ് ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻസ് കണ്ടുപിടിക്കുക. L2 മൈനസ് L1 ഇസ് ഈക്വൽ ടു 3 λ/4 മൈനസ് λ/4 വിച്ച് ഇസ് ഈക്വൽ ടു λ/2 അല്ലെ. λ/2 ആയിരിക്കും. ഓൾസോ ആ ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെങ്കിൽ എത്രത്തോളം ഡിഫറെൻ്റ് ആണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റെസൊണൻസ് തമ്മിൽ ഉണ്ടാകുന്ന ലെങ്ത്തിന്റെ ഡിഫറൻസ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 25.5 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. therefore എനിക്ക് എന്ത് പറയാം, λ/2 ഇസ് ഈക്വൽ ടു 25.5 ആണ്, 20.5 സെന്റിമീറ്റർ ആണ്. therefore λ ഇസ് ഈക്വൽ ടു 25.5 ഇൻറ്റു 2 ആയിരിക്കും വരിക. 25.5 ഇൻറ്റു 2 ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ യെസ് 51 വരും അല്ലേ.
51 വരും. 51 centimeter എന്നാണ് കിട്ടും. 25.5 into 2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we got 51 centimeter. Therefore option 4 അല്ല ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ അല്ലേ റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The energy released by the fission of one uranium atom is 200 mega electron volt. ഒരു യുറാനിയം ആറ്റത്തിൽ നിന്നും റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ആൻഡ് ദ നമ്പർ ഓഫ് ഫിഷൻ പെർ സെക്കൻഡ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 1600 പവർ എസ്. അപ്പോൾ പവർ ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാം എനർജി ബൈ ടൈം ആണ്. ഈ 1/t എന്നുള്ളതിന് ഞാൻ എന്തിട്ട് കൊടുക്കുകയാണ്, എൻ വെച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾസോ പി ഇസ് ഈക്വൽ ടു NE എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ വേണ്ടത് നമ്പർ ഓഫ് ഫിഷൻ പെർ സെക്കൻഡ്. നമ്പർ ഓഫ് ഫിഷൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ N ആണ്, സ്മോൾ N ആണ് അല്ലെ. 1/t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫിഷൻ പെർ സെക്കൻഡ് നമുക്ക് N ആയിട്ട് കൊടുക്കാം. സോ N ഇസ് ഈക്വൽ ടു എന്താ വരിക, P/E ആണ് വരിക. P/E ആണ് വരിക. P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 1600 ആണ്. ആൻഡ് E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതിന് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? യെസ്, ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ 200 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻³ കൊടുക്കാം കേട്ടോ. അപ്പോൾ 200 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻13 ജൂൾ ആയിരിക്കും വരിക. ദെർഫോർ 200 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻13 8/1.6 that is 0.2 1/0.2 എന്ന് പറയുന്ന സമയത്ത് യെസ് 10/2 that is 5 വരും. പിന്നെ ഇൻറ്റു 10⁻⁻⁻ മുകളിലൊരു 10 വരും. സോ ഇൻറ്റു 10⁻13 തന്നെ വരും അല്ലേ. 10⁻2 ഇൻറ്റു 10⁻11 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻13 തന്നെ വരും. അപ്പോൾ 5 ഇൻറ്റു 10⁻13 അല്ലെ. കട്ട് ചെയ്ത് കളയാനുള്ളതൊക്കെ നിങ്ങൾ മാക്സിമം കട്ട് ചെയ്ത് കളയുക. അത്രയും ആയിരിക്കും വരും. 5 ഇൻറ്റു 10⁻13 ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 5 ഇൻറ്റു 10⁻13 ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി? യെസ്, വെരി ഗുഡ് ജിതിൻ. യെസ്, വെരി ഗുഡ് ആര്യനന്ദ. യെസ്, വെരി ഗുഡ് ഓമന. യെസ്, വെരി ഗുഡ് മീനാക്ഷി. യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Given below are the two statements. One is labeled as assertion and other is labeled as reason. Assertion തന്നിരിക്കുന്നത് എന്താണ്? Body P having mass M moving with the speed U has head-on collision elastically with another body Q having mass M initially at rest. If M is much less than capital M, body P will have maximum speed equal to U after collision. Yes. And reason during elastic collision, the momentum and kinetic energy are both conserved. In the light of the above statement, choose the most appropriate answer from the following questions. അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഡ്യൂറിങ് കൊളീഷൻ നമ്മൾ V1-ൻ്റെയും V2-ൻ്റെയും ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടായിരുന്നു. അപ്പോൾ V1-ൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. V1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ M- അല്ലെങ്കിൽ M1 - M2 ഡിവൈഡ് ബൈ M1 + M2 ഇൻറ്റു അല്ലേ. V1 is equal to 1 - M2 ഡിവൈഡഡ് ബൈ M1 + M2 into U plus 2M1 M2 divided by M1 അല്ലെങ്കിൽ 2M divided by M1 plus M2 into V2. ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് V2 is equal to 0 ആണെന്ന് വിചാരിക്കുക. അതല്ലേ തന്നിരിക്കുന്നത്. ഹെഡ് ഓൺ കൊളീഷൻ വിത്ത് അനദർ ബോഡി വിത്ത് M is much less than B ആൻഡ് ബോഡി വിൽ ഹാവ് മാക്സിമം സ്പീഡ് ഈക്വൽ ടു U ആഫ്റ്റർ കൊളീഷൻ. ആഫ്റ്റർ കൊളീഷന് ശേഷം എന്തായിട്ട് മാറും? യെസ്, V2 is equal to 0 ആണ്. അതുപോലെ തന്നെ ഈ M എന്ന് പറയുന്നത് ഈ ഒരു സംഗതി നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? V1 is equal to Uനോട് ഈക്വൽ ആയിട്ട് മാറും. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇത് നിങ്ങൾ കൊളീഷനിൽ തന്നെ ഓരോ 2 കേസസ് ലാസ്റ്റ് നമ്മൾ V1-ൻ്റെ V2-ൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പറയുന്നുണ്ട്. ആൻഡ് ആ ഇക്വേഷനിൽ ഓരോ കേസസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ കേസ് 1 കേസ് 2 ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുന്ന സമയത്ത് റിലേറ്റീവ് വെലോസിറ്റിക്ക് ഈക്വൽ, റിലേറ്റീവ് വെലോസിറ്റീസ് ഈക്വൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. കണ്ടീഷൻസ് ഫൈനലി കൺക്ലൂഷൻസിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ അതേപോലുള്ളൊരു കൺക്ലൂഷൻ ആണ് ഇവിടെ ഈ ഒരു കേസിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഇനീഷ്യൽ വെലോസിറ്റിക്ക് യുനോട് ഈക്വൽ ആയിരിക്കും. ആഫ്റ്റർ കൊളീഷൻ ഫസ്റ്റ് ബോഡീൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യുനോട് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നത് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, റീസൺ എന്താണ്? ഡ്യൂറിംഗ് ഇലാസ്റ്റിക് കൊളീഷൻ മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി ആർ ബോത്ത് കൺസേർവ്ഡ്. ഇലാസ്റ്റിക് കൊളീഷനിൽ മൊമെന്റും കൈനറ്റിക് എനർജിയും രണ്ടും കൺസേർവ്ഡ് ആണ് അല്ലെ. അപ്പൊ അതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്.
ഓക്കെ യെസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ഇസ് കറക്റ്റ് നോട്ട് കറക്റ്റ് ബി ഇസ് കറക്റ്റ് അതല്ല ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ അതല്ല യെസ് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ അതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരിക കേട്ടോ ഓക്കെ ഓക്കെ ദഫോർ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് യെസ് ഓപ്ഷൻ 4 ആയിരിക്കും അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കും ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക ഓക്കെ യെസ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ഇക്വേഷൻ നോക്കാം ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസ് ഇ ബൈ എം ഇൻറ്റു ടോ അല്ലേ അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കൂടിയെന്ന് വിചാരിക്കുക ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക കുറച്ചും കൂടെ തെർമൽ എജിറ്റേഷൻ കൂടും അതുപോലെ തന്നെ കൊളീഷൻസ് ആക്ച്വലി കൂടും കൊളീഷൻ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടാവുക തമ്മിലെടുക്കുന്ന അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് കൊളീഷൻസ് ഉണ്ടാവാൻ എടുക്കുന്ന റിലാക്സേഷൻ ടൈം അല്ലെങ്കിൽ രണ്ട് സക്സസീവ് കൊളീഷൻ തമ്മിൽ ഉണ്ടാകുന്ന ടൈം എന്ന് പറയുന്നത് കുറയും ടൈം ടോ ഡിക്രീസ് ആവും അല്ലെ റിലാക്സേഷൻ ടൈം ടോ ഡിക്രീസ് ആവുമ്പോൾ യെസ് വി ഡി എന്ന് പറയുന്നതും എന്ത് ചെയ്യും ഡിക്രീസ് ആവും ദഫോർ ഇത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് And drift velocity is inversely proportional to area of cross section of the given conductor. Drift velocity എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്നാണ് ഇരിക്കുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും നിങ്ങൾക്കറിയാം ഇക്വേഷൻ എന്താണ് ഐ ഇസ് ഈക്വൽ ടു വി ഡി ഇ എൻ എ ആണ് ആൻഡ് അങ്ങനെയാണെങ്കിൽ വി ഡി ഇസ് ഈക്വൽ ടു ഐ ബൈ ഇ എൻ എ ആണ് ദാറ്റ് ഇസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി is inversely proportional to area of cross section എന്ന് പറയുന്നതും this one is also true അതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഓക്കെ അടുത്തത് the drift velocity doesn't depend on the applied potential difference to the conductor drift velocity എന്ന് പറയുന്നത് applied potential difference നെ ഡിപെൻഡ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് that's one is false ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കാരണം നിങ്ങൾക്ക് അറിയാം ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ഇക്വേഷൻ വി ഡി സി ഈക്വൽ ടു മൈനസ് ഇ ബൈ എം ഇൻറ്റു ടോ എന്ന് മാത്രമല്ല ഇക്ക് നമ്മൾ വി ബൈ എൽ കൊടുക്കുകയാണെങ്കിൽ മൈനസ് ഇ വി ബൈ എം എൽ ഇൻറ്റു ടോ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ദർഫോർ വി ഡി ഇസ് പ്രൊപ്പോർഷണൽ ടു വി ആണ് സോ ഇവിടെ തന്നിരിക്കുന്നത് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നത് ഇസ് ഫോൾസ് ഇത് ഇസ് ഫോൾസ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ യെസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് എന്ന് പറയുന്നത് ഇസ് ട്രൂ അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് drift velocity increases with increase in temperature of the conductor drift velocity increase ചെയ്യും with increase in temperature അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നേരെ കോൺട്രഡിക്ഷൻ ആണ് therefore this one is also false ഇതും false ആണ് സോ നമുക്ക് തന്നിരിക്കുന്നത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ അല്ലേ എയും ബിയും ഡിയും ട്രൂ ആണ് യെസ് ഓപ്ഷൻ എ ബി ആൻഡ് ഡി ആർ ട്രൂ ഓക്കെ റെഡി ക്ലിയർ yes then next question നോക്കാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം the force acts 50 seconds on a body of mass 10 kilogram which is starting from rest എന്ന് പറയുമ്പോഴേ നിങ്ങൾ എന്ത് കൊടുക്കുക initial velocity will be 0 after which the force ceases and then the body describes 72 meter in the next 8 seconds value of the force will be value of force ആണ് കണ്ടുപിടിക്കുന്നത് F is equal to നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ ആണ് F is equal to ma ആണ് വരിക അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ ആക്സലറേഷൻ കണ്ടുപിടിക്കാം അല്ലേ F ആണ് കണ്ടുപിടിക്കുന്നത് F is equal to ma ആണ് ഫോർ ആക്സലറേഷൻ കിട്ടണം നിങ്ങൾക്കറിയാം v is equal to u plus at ആണ് സോ u എന്തായാലും 0 ആയിപ്പോയി v is equal to at ആയി ദാറ്റ് is a is equal to അവിടെ ഫൈനൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ചെയ്താൽ മതി ഫൈനൽ വെലോസിറ്റി എത്രയാണ് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ബോഡി സ്റ്റാർട്ടിംഗ് ഫ്രം റസ്റ്റ് ആഫ്റ്റർ വിച്ച് ദ ഫോഴ്സ് സീസസ് ആൻഡ് ദെൻ ബോഡി ഡിസ്ക്രൈബ്സ് 72 മീറ്റർ ഇൻ ദ നെക്സ്റ്റ് 8 സെക്കൻഡ് അടുത്ത 8 സെക്കൻഡിൽ 72 മീറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വെലോസിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക 72/8 ചെയ്യുക വി കിട്ടണമെങ്കിൽ 72 ബൈ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യുക അല്ലേ അപ്പോൾ 9 കിട്ടും 9 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും 9 കിട്ടി 9 ഡിവൈഡഡ് ബൈ ഇതിനെടുക്കുന്ന ടൈം അല്ലെ ഫോഴ്സ് ആക്ട്സ് ഫോർ 15 സെക്കൻഡ് എത്ര ടൈം ആക്ട് ചെയ്തു 15 സെക്കൻഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത് ദെർഫോർ നിങ്ങൾക്ക് എന്ത് വേണം ആക്സിലറേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ 9 ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക 15 ചെയ്യുക 9 ഡിവൈഡ് ബൈ 15 ചെയ്യുക കേട്ടോ 0.6 സംതിങ് കിട്ടും അല്ലെങ്കിൽ ആ വാല്യൂ അവിടെ കിടക്കട്ടെ അത്രയും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇനി നെക്സ്റ്റ് നമുക്ക് F is equal to ma ആണ് F ആണ് കണ്ടുപിടിക്കുന്നത് F is equal to ma ആണ് മാസ് എന്ന് പറഞ്ഞത് എത്രയാ 10 കിലോഗ്രാം ആണ് 10 ഇൻറ്റു 9/15 ആയിരിക്കും 15 10 2 3 ടൈംസ് കട്ട് ചെയ്യും 3 കട്ട് ചെയ്ത് പോയി 3 2 ഇൻറ്റു 3 ദാറ്റ് ഇസ് 6 ന്യൂട്ടൺ ഓക്കെ ദാറ്റ് ഇസ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ 6 ന്യൂട്ടൺ ഇസ് ദ റൈറ്റ് ആൻസർ
റെഡി? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Given below are two statements. ഇതേപോലെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് അഗെയിൻ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1, the induced magnetic dipole moment in a diamagnetic sample is always opposite to magnetizing field. Induced magnetic dipole moment എന്ന് പറഞ്ഞൊരു ഡയാമാഗ്നറ്റിക് സാമ്പിളിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് is always opposite to magnetizing field. അത് കറക്റ്റ് ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെയാണ് വരിക അല്ലെ? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ബിക്കോസ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. Therefore this one is true. ഇത് ട്രൂ ആണ്. And the diamagnetic property depends on temperature. In the light of the given statement, choose the correct answer. Diamagnetic property temperature ne depend ആണോ independent ആണോ? Depend ആണോ independent? Temperature ne dependent അല്ല. This one is false. ഇത് false ആണ്. Okay. അപ്പോൾ ഏതായിരിക്കും correct ആയിട്ടുള്ള? Both statement 1 and 2 are false അല്ല. 1 and 2 are true അല്ല. 1 is incorrect and 2 is true അല്ല. 1 is correct but statement 2 is false. That is option D. Option D ആയിരിക്കും ഇവിടെ correct ആയിട്ടുള്ള ആൻസർ വരിക. 1 true ആണ്, 2 false ആണ്. Okay, yes, very good. Hritya, yes, very good. Meenakshi, yes, very good. Correct ആണ് കേട്ടോ. Okay. Next question നോക്കുക. Moment of inertia of a body about a given axis is 4 kilogram meter square ആണ്. Initially the body is at rest. Initially rest ലായിരുന്നു, that is initial velocity will be 0. In order to produce rotational kinetic energy നമുക്ക് തന്നിട്ടുണ്ട് 1800 ജൂൾ ആണ്. Angular acceleration alpha തന്നിട്ടുണ്ട് 6 radian per second square ആണ്. Must be applied about the axis of the duration of. Okay. Moment of inertia തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട് 4 kilogram meter square ആണ്. Okay. Initial velocity that is omega 0 is 0 ആണ്. Okay. നമുക്കിവിടെ in order to produce rotational kinetic energy then angular acceleration must be applied about the axis of the duration of അല്ലെ? എത്രയാണ് ടൈം ആണ് ഇവിടെ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, ചെയ്യാം. നിങ്ങൾക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് ആയി ഒമേഗ സ്ക്വയർ ആണ്. ആൻഡ് ഒമേഗ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഇക്വേഷനിൽ നിന്നും ഒമേഗ കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ v = u + ആയിട്ടുള്ള ഇക്വേഷൻ കൊടുത്താൽ ടൈം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി is equal to ഹാഫ് ആയി ഒമേഗ സ്ക്വയർ അല്ല. അപ്പോൾ ഒമേഗ സ്ക്വയർ is equal to കൈനറ്റിക് എനർജി ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ I ചെയ്താൽ മതി. കൈനറ്റിക് എനർജി എത്രയാണ്? 1800 ആണ് ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ I എന്ന് പറയുന്നത് 4 ആണ്. 900 കിട്ടും. Therefore ഒമേഗ എന്ന് പറയുന്നത് എത്രയായിരിക്കും? √900, that is 30 ആണ്. 30 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, ആൻഡ് നമ്മൾ സാധാരണ ഇക്വേഷൻ ലീനിയറിൽ v is equal to u + at എന്ന് പറയുന്ന പോലെ അതിന്റെ നേരെ റൊട്ടേഷണൽ അനലോഗ് ഉണ്ട്. എന്താ വരിക? ഒമേഗ is equal to v is equal to u + at എന്നുള്ളതിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ്. ഒമേഗ is equal to omega 0 + alpha t ആണ് അല്ലെ? അപ്പൊ അതൊന്ന് t കണ്ടുപിടിക്കണമെങ്കിൽ എന്താ വരിക? ഒമേഗ മൈനസ് ഒമേഗ 0 ഡിവൈഡഡ് ബൈ ആൽഫ ആയിരിക്കും അല്ലെ? ഒമേഗ ഒമേഗ 0 എന്തായാലും പോയി. ഒമേഗ ബൈ ആൽഫ, ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 30 ആണ്. 30 ഡിവൈഡഡ് ബൈ 6 കിട്ടും. 30 ഡിവൈഡഡ് ബൈ 6 that is equal to 5. So 5 seconds is the right answer. Option A ആയിരിക്കും 5 seconds ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ അല്ലേ? റെഡി? യെസ്, വെരി ഗുഡ്. ഹൃത്യ, യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. യെസ്, മീനാക്ഷി, യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ ഡിസ്റ്റൻസ് x traveled by the particle in time t is given by 3x² + 4x ആണ്. If v is the velocity then acceleration will be. v velocity ആണെങ്കിൽ acceleration in terms of v ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നിങ്ങൾക്കറിയാം t തന്നിട്ടുണ്ട് ഡിസ്റ്റൻസിന്റെ ടേംസിലാണ്. ദാറ്റ് ഇസ് 3x² + 4x ആണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം v കിട്ടണമെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു dx/dt ആണ്. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്? dt/dx ചെയ്ത് നോക്കാം. dt/dx is equal to 6x + 4 കിട്ടും. സോ v is equal to എന്താ വരിക? വിച്ച് ഇസ് ഈക്വൽ ടു dx/dt ആണല്ലോ. അപ്പോൾ ഇതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 1/6x + 4 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇനി dv/dt ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. ദാറ്റ് ഈസ് dv/dt ചെയ്യണമെങ്കിൽ ആദ്യം dv/dx ഇൻറ്റു dx/dt ചെയ്യണം അല്ലേ?
ഡി വി ബൈ ഡി എക്സ് ആദ്യം ചെയ്യാം, എന്നിട്ട് അതിന് ഡി എക്സ് ബൈ ഡി ടി ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1/6x + 4 ദ ഹോൾ സ്ക്വയർ വരും ഇൻറ്റു 6 പ്ലസ് അല്ല ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ആണ്. ഓക്കെ, 1/6x + 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? ദാറ്റ് ഇസ് വി ആണ് വരിക അല്ലേ. 1/6x + 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആണ്. അപ്പോൾ ഞാനതിനൊന്ന് മാറ്റി എഴുതുകയാണ്. ദാറ്റ് ഇസ് -6 ഡിവൈഡ് ഇൻറ്റു ഈ 1/6x + 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആണ് ഇൻറ്റു വി എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതിൻ്റെ സ്ക്വയർ വി സ്ക്വയർ ഇൻറ്റു വി. അപ്പോൾ -6v³ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ അല്ലേ? ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു -6v³ ആണ്. Therefore option B -6v³, that is option B is the right answer. ഓക്കെ ആണ് കിട്ടിയല്ല? ക്ലിയർ ബിക്കോസ് ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഡി ടി ബൈ ഡി എക്സ് ചെയ്തതെന്നുള്ളത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ടി എന്ന് പറയുന്നത് എക്സിന്റെ ടേമിലാണ് തന്നിരിക്കണേ. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി ആണല്ലോ. അപ്പോൾ ഇതിന് വിത്ത് റെസ്പെക്ട് ടു എന്തായാലും നമുക്ക് എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡി ടി ബൈ ഡി എക്സ് ചെയ്യുക, അതിന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ദാറ്റ് ഇസ് വെലോസിറ്റി കിട്ടും. അങ്ങനെയാണ് ബാക്കി പ്രോസസ്സ് നമ്മൾ ചെയ്യണം കേട്ടോ. റെഡി? ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സപ്പോസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വാരീസ് ഇൻവേഴ്സ്ലി ആസ് 5th power of the distance. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഡിസ്റ്റൻസിന്റെ 5th പവർ ആയിട്ടാണ് വാരി ചെയ്യണത് എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. ദാറ്റ് ഇസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ജി ഇസ് പ്രൊപ്പോർഷണൽ ടു 1/r⁵5 ആണെന്നുള്ളത് പറയാം. ഓക്കെ. And if the satellite describes a circular orbit of radius r under the influence of this force, then the time period t of the orbit is proportional to time period എന്തിനോ പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാം ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെച്ച് പ്രൊവൈഡ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സർക്കുലർ പാത്ത് ആകുമ്പോൾ അത് തന്നെയായിരിക്കും നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് തരിക. ദാറ്റ് ഇസ് എഫ് ജി ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയും, നമ്മുടെ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു r⁵5. therefore എഫ് ജി വിച്ച് ഗീവ്സ് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് എഫ് സി ദാറ്റ് ഇസ് k by r⁵5 which is equal to mv² r ആണ്. r⁵5 ഉം r ഉം കട്ട് ചെയ്ത് പോയിട്ട് 4 ആവും. k by r⁴ mv² എന്ന് പറഞ്ഞിട്ട് കിട്ടും. k by r⁴ is equal to mv² എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ v² is equal to k by mr⁴. v is inversely proportional to 1/r² ആണ്. v is inversely proportional to 1/r² ആണ്. ഇനി നിങ്ങൾക്ക് അറിയാം നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ടൈം പീരീഡ് ആണ് അല്ലേ. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു അവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, അഗെയിൻ ഇട്ട് കൊടുക്കുക. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു നമ്മൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ആണ്. ദാറ്റ് ഇസ് ടി ഇസ് 2πr ഡിവൈഡഡ് ബൈ 1/r² ടേം വരും. ദാറ്റ് ഇസ് proportional to r³ വരും. that is t is proportional to r³ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, t proportional to r³, that is option A. option A is the right answer. r³ proportional ആയിട്ട് വരിക കേട്ടോ. ക്ലിയർ റെഡി? ഓക്കെ ആണല്ലോ? യെസ്. then next question നോക്കുക. The work done to move a charge q along an equipotential from A to B cannot be defined as -q integral A to B E dot dl. Must be defined as -q integral A to B D dot dl. It is 0 and have non-zero value. Choose the correct answer from the options. Equipotential surface എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അവിടെ എന്തായിരിക്കും സംഭവിക്കുക. equipotential surface എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവില്ല അല്ലേ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി 0 ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് നമുക്ക് എന്താ അറിയാം, ഓപ്ഷൻ സി എന്തായാലും കറക്റ്റ് തന്നെയാണ്. ഓപ്ഷൻ സി എന്തായാലും. അപ്പോൾ ഓപ്ഷൻ സി ഇൻക്ലൂഡ് ചെയ്യണ സംഭവം മതി, ബാക്കി രണ്ടും കട്ട് ചെയ്ത് കളയാം. ഇനി എയും ബിയും ഏതാണ്, എയും സിയിലും ഏതാണ് കറക്റ്റ് എന്നുള്ളത് നോക്കുക. ഇറ്റ് കാനോട്ട് ബി ഡിഫൈൻഡ് ആസ് -q ഇന്റഗ്രൽ A to B E dot dl ആണോ. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് -q ഇന്റഗ്രൽ A to B E dot dl ആണോ. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ. അല്ലെങ്കിൽ Q ഡെൽറ്റ V ആണ് വരിക അല്ലേ. Q ഡെൽറ്റ V ആണ് വരുന്നുണ്ടായിരിക്കുക. ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ആണ്. ദാറ്റ് ഇസ് ചാർജ് ഇൻറ്റു ഇന്റഗ്രൽ A to B E dot dl എന്ന് പറയുന്നത് ഇസ് റൈറ്റ്
അല്ല, അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ്. therefore ഓപ്ഷൻ ബിയും സിയും ആണ് കറക്റ്റ് ആയിട്ടുള്ളത് വരിക കേട്ടോ. ബി ആൻഡ് സി ഓൺലി, ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. റെഡി? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Fusion process like combining two neutrons to form a helium nucleus are impossible to ordinary temperature and pressure. The reason for this can be traced to the fact nuclear forces have short range. ഇപ്പോൾ ഫ്യൂഷൻ പ്രോസസ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? രണ്ട് ന്യൂട്രോൺസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് മാറുകയാണ്. വിച്ച് ഇസ് ഇമ്പോസിബിൾ അറ്റ് ഓർഡിനറി. നമുക്കറിയാം ഓർഡിനറി ടെമ്പറേച്ചറിൽ എന്തായാലും ഓർഡിനറി ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻസിൽ നടക്കില്ല. നമുക്കറിയാം ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസ് വേണം. അപ്പോൾ സണ്ണിലും സ്റ്റാർസിലും ഒക്കെ ഉണ്ടാകുന്ന ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിലാണ് ആക്ച്വലി ഫ്യൂഷൻ പ്രോസസ്സ് നടക്കുള്ളൂ. ഓക്കെ, ആൻഡ് ദ റീസൺ ഫോർ ദിസ് ന്യൂക്ലിയർ ഫോഴ്സസ് ആർ ഷോർട്ട് റേഞ്ച്. അതിന്റെ റീസൺ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റീസൺ ആയിട്ട് നമുക്ക് ഏതാണ് പറയുക, തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് പറയാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ന്യൂക്ലിയർ ഫോഴ്സസ് ആർ ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ആൻഡ് ന്യൂക്ലിയർ ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലെ. ന്യൂക്ലിയർ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഒറിജിനൽ ന്യൂക്ലിയർ അല്ലെ പോസിറ്റീവ് ചാർജ് ഫോഴ്സ് ഓഫ് റിപ്പൽഷനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഫോഴ്സ് അവിടെ വരണം. ആ ഒരു ഷോർട്ട് റേഞ്ചിൽ അത്രയും ഹൈ ഫോഴ്സ് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ എയും ബിയും ട്രൂ തന്നെയാണ്. ആൻഡ് ഒറിജിനൽ ന്യൂക്ലിയർ മസ്റ്റ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ബിഫോർ ഫ്യൂഷൻ ടേക്സ് പ്ലേസ് അല്ല. ആൻഡ് ദ ഒറിജിനൽ ന്യൂക്ലിയർ മസ്റ്റ് ഫസ്റ്റ് ബ്രേക്കപ്പ് ആഫ്റ്റർ കമ്പൈനിങ് വിത്ത് ഈച്ച് അതർ അല്ല. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എയും ബിയും ആണ്. എ ആൻഡ് ബി ഓൺലി, എയും ബിയും മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. therefore എ ആൻഡ് ബി ഓൺലി, ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക, എയും ബിയും. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ ഗ്യാസ് ഈസ് കംപ്രസ്ഡ് അഡിയാബാറ്റിക്കലി. ഗ്യാസ് നമ്മൾ അഡിയാബാറ്റിക്കലി കംപ്രസ് ചെയ്യണം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ. ഇതിൽ ട്രൂ അല്ലാത്തത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ കേസിൽ നിങ്ങൾ നോക്കുക, ട്രൂ അല്ലാത്തത് ഏതാണെന്നാണ്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂവിന്റെ ഇക്വേഷൻ നമുക്കറിയാം ബൈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നിങ്ങൾക്ക് അറിയാലോ. അല്ലെങ്കിൽ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ മൈനസ് ഡബ്ല്യു ആണ് അല്ലെ. ഡെൽറ്റ യു ഇന്റേണൽ എനർജിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ മൈനസ് ഡബ്ല്യു ആയിരിക്കും, വർക്ക് ഡൺ ആയിരിക്കും വരിക. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ മൈനസ് ഡബ്ല്യു ആണ് വരുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇഫ് ക്യൂ ഇസ് ഈക്വൽ ടു സീറോ, കാരണം അഡയാബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂ എന്തായാലും സീറോ ആയിട്ട് പോവും അല്ലെ. ക്യൂ എന്തായാലും സീറോ ആയിട്ട് പോവും. therefore ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ആണ്. therefore നോ ചേഞ്ച് ഇൻ ഇന്റർണൽ എനർജി എന്ന് പറയുന്നത് ഇസ് നോട്ട് ട്രൂ. And there is no heat supply to the system. The change in there is no which one of the following statement is not true എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നോട്ട് ട്രൂ ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ 1 തന്നെയാണ്. ഓപ്ഷൻ 1 തന്നെയാണ്. ബാക്കിയെല്ലാം ട്രൂ ആണ് അല്ലേ. അപ്പോൾ എന്തായാലും ബാക്കിയെല്ലാം ട്രൂ ആണ്. ഇത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദർ ഇസ് നോ ഹീറ്റ് സപ്ലൈ ടു ദ സിസ്റ്റം, കറക്റ്റ് ആണ്. ദ ചേഞ്ച് ഇൻ ഇന്റർണൽ എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഓൺ ദ ഗ്യാസസ്, കറക്റ്റ് ആണ്. ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ഇൻക്രീസസ് എന്ന് പറയുന്നതും കറക്റ്റ് തന്നെയാണ് ബൈ ഇക്വേഷൻസ്. ആൻഡ് ദർഫോർ ഓപ്ഷൻ എ എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, SHM എക്സിക്യൂട്ട് ചെയ്യാണ്. റേഷ്യോ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ദി പാർട്ടിക്കിൾ when its displacement is √3/2 of its amplitude will be. SHM എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ, kinetic energy is equal to half k into a square minus x square, and displacement is √3 times of amplitude ആണ്. which half k കട്ട് ചെയ്ത് പോയി. x square എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3/4 times of amplitude in the square divided by a square minus 3/4 times of amplitude in the square. Okay, therefore 3/4 a square divided by 1/4 a square cut ചെയ്ത് പോയി. 3/4 divided by 1/4 അല്ലെ, that is 3:1. 3:1 is the ratio കേട്ടോ. 3:1 ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. divided by 4 cut ചെയ്ത് പോയി. 3:1, that is option D. Option D, 3:1 is the
റൈറ്റ് ആൻസർ 3:1 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ ഓക്കെ റെഡി. ദെൻ നെക്സ്റ്റ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നോക്കാം. 2 planets A and B of radius r and 2.5 r have densities rho and rho by 3 respectively. Ratio of acceleration due to gravity the surface of A to B is. Acceleration due to gravity G is to GB ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, രണ്ട് പ്ലാനറ്റ് എയും ബിന്റെയും റേഡിയസുകളും തന്നിട്ടുണ്ട്. ഡെൻസിറ്റി റോയും റോ ബൈ 3 ആണെന്നുള്ളതും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെൻസിറ്റി നിങ്ങൾക്കറിയാം, ജിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ജിന്റെ ഇക്വേഷൻ GM/r² ആണ്. എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആയിരിക്കും വരിക അല്ലേ. ജി ഇസ് ഈക്വൽ ടു GM/r² ആണ്. ജി ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു 4/3πr³ ഡിവൈഡഡ് ബൈ r² ആണ്. r³ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ G into rho into 4/3πr. That is G എന്ന് പറയുന്നത് proportional to R. R ന് proportional ആയിരിക്കും ആണല്ലോ. അപ്പോൾ GA/GB is equal to R/2.5R. ആ റേഷ്യോ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. റോയെ ആറേക്ക് പ്രൊപ്പോർഷൻ ആയിരിക്കും. റോ ആറിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഡെൻസിറ്റിയിലും ചേഞ്ച് ഉണ്ടല്ലോ. ഓക്കെ, therefore GA/GB which is equal to GA/GB എന്തായിരിക്കും നോക്കി നോക്കൂ. റോ എ ആർ എ ഡിവൈഡഡ് ബൈ റോ ബി ആർ ബി അല്ല. റോ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ റോ ബൈ 3 ഇൻറ്റു 2.5 ആണ്. സോ 3 മുകളിലേക്ക് വരുമ്പോൾ 3 റോ ആർ ഡിവൈഡഡ് ബൈ 2.5 റോ ആർ. റോ ആർ കട്ട് ചെയ്ത് പോയി. 3/2.5 വരും അല്ലെ. 3 ഡിവൈഡ് ബൈ 2.5 വരും. അപ്പോൾ 30/25 വരും. 30/25 വരും. ദാറ്റ് ഇസ് 6/5 വരും. 6/5 വരും. 6:5. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. 6:5 ഇസ് ദ റൈറ്റ് ആൻസർ. 6:5 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, യെസ്, വെരി ഗുഡ് ഹൃത്യ മീനാക്ഷി, യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഓക്കെ, എന്നാൽ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. സോ ബിഫോർ ദാറ്റ് എന്ത് ചെയ്യുക, ഒരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് വേഗം ഓടിച്ചാടി തിരിച്ചു വരിക. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒന്ന് കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് വേഗം ഓടിച്ചാടി വന്നോളൂ. അതിനുശേഷം നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. 10 minutes ടൈം തരാം. അതിനുള്ളിൽ വേഗം സെറ്റ് ചെയ്തിട്ട് വരും. ഓക്കെ.
ഓക്കെ, യെസ്. സോ നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. റെഡി? യെസ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ പോയിന്റ് ചാർജ് 6 into 10 raised to minus 2 coulomb is moved from P to S in the uniform electric field തന്നിട്ടുണ്ട് 50 Newton per coulomb ആണ്. And directed along the positive x-axis, the coordinate of P and S വന്നിട്ടുണ്ട് 2, 3, 0, 3, 0, 0, 0 respectively. Then work done by the electric field അല്ലെ. വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം ഫോഴ്സ് ഇൻറ്റു എഫ് ഡോട്ട് ഡി ആണ്, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വരിക. അപ്പൊ ഇവിടെ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എന്താ വേണ്ടത്? ക്യു ഇ ആണ് ചെയ്യേണ്ടത്. അത് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്യൂ ഇൻറ്റു ഇ ചെയ്യുക. ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 6 into 10 raised to minus 2 ആണ്. ഇൻറ്റു ഇ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 50 ആണ് അല്ലേ? യെസ്. അപ്പോൾ 300 into 10 raised to minus 2 which is equal to 3 വരും. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി 3 ആണ്. കഴിഞ്ഞിട്ടില്ല, നമുക്ക് എന്തും കൂടെ ചെയ്യാനായിട്ടുണ്ടായിരിക്കും ഇവിടെ. ഫോഴ്സ് എന്ന് പറയുന്നത് 6 into 10 raised to minus 2 into 50. ഓക്കെ, ഡയറക്റ്റ് അലോങ് പോസിറ്റീവ്. ഓക്കെ 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 യെസ്. ഇവിടെ ചെറിയ കറക്ഷൻ ഉണ്ട്. ക്യു ഇ ആണ്. ഓക്കെ, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ക്യൂ ഇ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ക്യൂ എന്ന് പറയുന്നത് 6 into 10 raised to minus 2 ആണ്. ഓക്കെ, ഇ എന്ന് പറയുന്നത് എത്രയാണ്? ഇ ഈസ് 50 വിച്ച് ഇസ് ഡയറക്റ്റഡ് അലോങ് പോസിറ്റീവ് എക്സ് ആക്സിസ് എന്നില്ല. അപ്പോൾ 50 ഐ ക്യാപ്പ് ആണ് വരിക കേട്ടോ. 50 ഐ ക്യാപ്പ് ആണ് വരിക വിച്ച് ഇസ് ഡോട്ടഡ് വിത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് ആണ്. അപ്പോൾ 0 minus 2 ഐ ക്യാപ്പ് പ്ലസ് 0 minus 3 ജെ ക്യാപ്പ്. പിന്നെ സെഡ് കമ്പോണന്റ് അവിടെ ഇല്ല. അപ്പോൾ ഡോട്ട് ചെയ്യണ സമയത്ത് 6 into 10 raised to minus 2 വരും. 5 ഐ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് മാത്രം 1 വരുള്ളൂ. ഐ ക്യാപ്പ് ഡോട്ട് ജെ ക്യാപ്പ് 0 ആയിട്ട് പോവും. സോ 5 into 2 is എത്ര വരിക? 5 into 2 10 ആണ് വരിക. സോ minus 100 എന്ന് പറഞ്ഞിട്ട് വരും അല്ലേ. 50 into 2 that is 100 വരും. ഓക്കെ, അപ്പോൾ 10 raised to minus 2 into 10 raised to minus 2 into 10 raised to 2 കട്ടായി പോവും. therefore minus 6 joule. -6 joule ആയിരിക്കും നമ്മുടെ വർക്ക് ഡൺ വരിക കേട്ടോ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്നുണ്ടായിരിക്കുക. റെഡി? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Again a statement, assertion, reason type of question ആണ്. Given below are the two statements. One is labeled as assertion and other is labeled as reason. Assertion: clothes containing oil or grease stains cannot be cleaned by water wash. നമുക്ക് വാട്ടർ വാഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. യെസ്, കറക്റ്റ് ആണ്. വെറുതെ സിംപ്ലി അത് വെച്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡിറ്റർജൻസ് ഉണ്ടെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. അതർവൈസ് അത് എന്തായിട്ട് നിൽക്കും? യെസ്, അവിടെ സർഫസ് ടെൻഷൻ കൂടുതലാണ്, അവിടെ പ്രോപ്പർ ആയിട്ട് വെറ്റ് ആവില്ല. അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കേട്ടോ. ആൻഡ് ബിക്കോസ് ആംഗിൾ ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ദ ഓയിൽ ഓർ ഗ്രീസ് ആൻഡ് വാട്ടർ ഇസ് ഒബ്റ്റ്യൂസ്. ബിക്കോസ് അവിടെ ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആണെന്നാണ് പറഞ്ഞിരിക്കണം. അപ്പൊ ആംഗിൾ ഓഫ് കോൺടാക്ട് ആക്ച്വലി അക്യൂട്ട് ആവുന്ന സമയത്ത് മാത്രമാണ് അത് വെറ്റ് ആവുള്ളൂ. അതർവൈസ് എന്ത് ചെയ്യും? ഇപ്പോൾ ഓയിലും ഗ്രീസും ഒക്കെ ഇരിക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് ഉണ്ടായിരിക്കുക? അല്ല, ഒപ്റ്റ്യൂസ് ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഒപ്റ്റ്യൂസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അത് ഡ്രോപ്പ് ആയിട്ടാണ് ഇരിക്കുന്നുള്ളത്. അത് എന്ത് ചെയ്യുന്നുണ്ടാവില്ല? വെറ്റ് ചെയ്യിക്കുന്നുണ്ടാവില്ല. നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ വെറ്റ് ആകില്ല. സോ അതുകൊണ്ട് തന്നെ ആംഗിൾ ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ഓയിൽ ആൻഡ് ഗ്രീസ് ഓഫ് വാട്ടർ ഇസ് ഒപ്റ്റ്യൂസ് എന്ന് പറയുന്നത് ഇസ് ട്രൂ. അതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. therefore this is the correct explanation. So both assertion and reason are true and R is the correct explanation of assertion. That is for option D is the right answer. Option D ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ ആണ്? ക്ലിയർ ആണ്? സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സോണോമീറ്റർ വയർ ഓഫ് ലെങ്ത് 1 meter is made of steel. Tension in the is produces an elastic strain of 1%. What is the fundamental frequency of the steel if density and elasticity of the steel are 8 into 10 raised to 3 and 2 into 10 raised to 11 Newton per meter square respectively? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ്. എഫ് ഇസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം V/12 ആണ്. ഓക്കെ, ആൻഡ് വി ഇസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ √of ടെൻഷൻ ബൈ മ്യൂ സ്ക്വയർ ആണ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ടെൻഷൻ ആക്ച്വലി കണ്ടുപിടിക്കണം. ഓൾസോ മ്യൂ നമുക്ക് അവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ ടെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആക്ച്വലി നമ്മൾ അവിടുത്തെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഫോഴ്സ് കണ്ടുപിടിച്ചാൽ. നമുക്ക് യങ്സ് മോഡുലസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ യങ്സ് മോഡുലസിന്റെ ബേസിസിൽ അല്ലേ ഇലാസ്റ്റിസിറ്റി ഓഫ് ദി ഡെൻസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദി സ്റ്റീൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ y ഇസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്.
സോ സ്ട്രെസ് ഇസ് ഈക്വൽ ടു y ഇൻറ്റു സ്ട്രെയിൻ ആയിരിക്കും. ഓക്കെ, y ഇൻറ്റു സ്ട്രെയിൻ ആയിരിക്കും. ഓക്കെ, സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു സ്ട്രെസ്. therefore ഫോഴ്സ് ഇസ് ഈക്വൽ ടു, ഫോഴ്സ് തന്നെയാണ് നമ്മുടെ ടെൻഷൻ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രെസ് ഇസ് ഈക്വൽ ടു y ഇൻറ്റു സ്ട്രെയിൻ ആദ്യം കണ്ടുപിടിക്കുക. നമുക്ക് രണ്ടും തന്നിട്ടുണ്ട് അല്ലേ. ഡെൻസിറ്റി ഓഫ് ദി ഇലാസ്റ്റിസിറ്റി ഓഫ് ദ സ്റ്റീൽ ഇസ് 8 × 10⁻³ തന്നിട്ടുണ്ട്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ദ സ്റ്റീൽ ഇഫ് ഡെൻസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി, ഡെൻസിറ്റിയും ഇലാസ്റ്റിസിറ്റിയും തന്നിട്ടുണ്ട്. സോ y ഇൻറ്റു സ്ട്രെയിൻ, സ്ട്രെസ് ഇസ് ഈക്വൽ ടു y ഇൻറ്റു സ്ട്രെയിൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം y എന്ന് പറയുന്നത് 2 × 10⁻11 ആണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി 1 ആണ് വരിക, 0.01 ആണ് വരിക അല്ലേ, കാരണം 1% എന്നുള്ളത് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് കൊടുക്കുക 2 × 10⁻11 ഇൻറ്റു 1/100 ആണ്, ദാറ്റ് 0.01 ആണ്. അപ്പോൾ 10⁻² വരും. അപ്പോൾ 2 × 10⁻11 ഇൻറ്റു 10⁻², സോ 2 × 10⁻9. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 2 × 10⁻9. അപ്പോൾ സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്യുക, 2 × 10⁻9 ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ആക്ച്വലി ആ ഒരു വയറാണ്. വയറിൻ്റെ ലെങ്ത്തിൽ ഏരിയ ഞാൻ അതേപോലെ തന്നെ സിംപ്ലി എ എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതുകയാണ്. സ്ട്രെസ്സിൻ്റെ ഏരിയ വെച്ചിട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടുത്തെ കേസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വി കണ്ടുപിടിക്കണം. വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സ്ട്രെസ് ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ആക്ച്വലി മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്. വോളിയം ലെങ്ത്തും കൂടെ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ വരും, എ കട്ട് ചെയ്ത് പോയി സ്ട്രെസ് ബൈ റോ ചെയ്താൽ മതി. സ്ട്രെസ് ബൈ റോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 2 × 10⁻9 ആണ്. ആൻഡ് റോ എന്ന് പറഞ്ഞ ഡെൻസിറ്റി നമുക്ക് ഗിവൺ ആണ് 8 × 10⁻³ ആണ്. അപ്പോൾ 8 2 4 ടൈംസ് 10⁻³ 10⁻9 കട്ട് ചെയ്ത് പോവും. അപ്പോൾ 6 വരും, 10⁻6/4 വരും. അതിനെ വീണ്ടും ചെയ്യണ സമയത്ത് വി ഇസ് ഈക്വൽ ടു റൂട്ട് 10⁻² ഇൻറ്റു 10⁻4 ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. അപ്പോൾ 25 × 10⁻4, ദാറ്റ് ഇസ് 5 × 10⁻2 വരും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കുന്നത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു v/12 ആണ്. വി എന്ന് പറയുന്നത് 5 × 10⁻2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലെങ്ത് ഓഫ് ദ വയർ ഇസ് 1 മീറ്റർ ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഡിവൈഡ് ബൈ 1 ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് 5/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 2.5 ആണ്. 2.5 ഇൻറ്റു 10⁻2, ദാറ്റ് ഇസ് 250 ഹെഡ്സ് ആണ് വരിക. ഓക്കെ, റെഡി. Therefore 250 ഹെഡ്സ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ക്ലിയർ ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 sources of light emitted power of 600 watts. The ratio of number of photons of visible light emitted by each source having wavelength 400 nanometer and 600 nanometers. അപ്പോൾ λ1 എന്ന് പറയുന്നത് it is 400, λ2 എന്ന് പറയുന്നത് it is 600 and power എന്ന് പറയുന്നത് it is 600 watts ആണ്. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഫോട്ടോൺസ് ഓഫ് ദി വിസിബിൾ ലൈറ്റ് എമിറ്റഡ്, റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ആക്ച്വലി ഇവിടെ ഉണ്ടാവുന്ന ഇക്വേഷൻ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ എനർജി ബൈ ടൈം ആണ് വരിക അല്ലെ. പവർ ഇസ് ഈക്വൽ ടു എനർജി ബൈ ടൈം ആണ് വരിക. ആൻഡ് ആ 1/t എന്നുള്ളതിന് n ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ P is equal to NE ആയിരിക്കും വരിക. അതായത് P is equal to N into E എന്ന് പറയുന്നത് എന്താണ്? Which is equal to HC/λ അല്ലെങ്കിൽ is equal to H nu അല്ലെങ്കിൽ HC/λ ആണ് വരിക. Therefore NHC/λ ആണ് വരിക. അപ്പോൾ P1/P2 which is equal to N1HC divided by λ1 divided by N2HC/λ2. HC കട്ട് ചെയ്ത് പോകും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നിങ്ങൾ നോക്കുക. ഇവിടെ പവർ P ആണ്. 2 sources of light emit, രണ്ടെണ്ണത്തിന്റെയും സോഴ്സിന്റെ പവർ സെയിം ആണ്. P1 ഉം P2 ഉം ആക്ച്വലി സെയിം ആണ്. P1 ഉം P2 ഉം സെയിം ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം? N1/λ1 is equal to N2/λ2 എന്ന് വെച്ചിട്ട് വേണമെങ്കിൽ പറയാം അല്ലേ. അത് രണ്ടും തമ്മിലാണ് നമുക്ക് റേഷ്യോ എടുക്കേണ്ടത്. അപ്പോൾ പവർ രണ്ടും സെയിം ആയതുകൊണ്ട് N1/λ1 is equal to N2/λ2 ആയിരിക്കും വരിക. അപ്പോൾ N1/N2 is equal to
lambda 1 by lambda 2. Lambda 1 by lambda 2 എത്രയാ? 400 by 600. 0 0 കട്ട് ചെയ്ത് പോയി 2/3. 2/3 is the ratio. 2/3, 2:3, that is option A. Option A ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. അതല്ലേ ചോദിച്ചിരിക്കുന്നത്? The ratio of number of photons of visible light തമ്മിലുണ്ടാകുന്ന റേഷ്യോ n1/n2 എന്ന് പറഞ്ഞിട്ട് which is equal to 2:3 is the right answer. Option A ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കും കേട്ടോ. ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Given below are two statements. Statement 1, the temperature of gas is minus 73 degrees Celsius. When gas is heated to 527 degrees Celsius, root mean square speed of the molecules is doubled. Root mean square speed double ആവും എന്നാണ് തന്നിരിക്കുന്നത്. അതായത് VRMS double ആവും എന്നാണ് തന്നിരിക്കുന്നത്. VRMS is equal to, നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ്? Which is equal to root 3RT/m ആണ് അല്ലേ? VRMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ which is equal to root of 3RT/m ആണ്. അതായത് V എന്ന് പറയുന്നത് it is proportional to root Tക്ക് proportional ആയിരിക്കും. ഓക്കെ. റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് ഓഫ് ദ മോളിക്യൂൾ ഇസ് ഡബിൾഡ്. അപ്പോൾ V1/V2 എന്ത് ചേഞ്ച് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. V1/V2 is equal to root of T1/T2 ആണ് വരിക. ടെമ്പറേച്ചേഴ്സ് തമ്മിലുണ്ടാവുന്ന റേഷ്യോ നോക്കുക. ടെമ്പറേച്ചേഴ്സ് എന്താണ്? -73 + 273 ഡിവൈഡഡ് ബൈ -73 + 273 ഡിവൈഡഡ് ബൈ 527 + 273. അപ്പോൾ റൂട്ട് ഓഫ് 200 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ 2/8 ദാറ്റ് ഈസ് 4 അല്ലേ? 4 വരും. ദാറ്റ് ഈസ് 1/2 വരും. അപ്പോൾ V2 is equal to 2V1. കറക്റ്റ് ആണ്. ദിസ് ഇസ് ട്രൂ. ഇത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഡബിൾ ആവും എന്ന് പറയുന്നിട്ടുണ്ട്. ഡബിൾ ആവും എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ. യെസ്. ദെൻ നെക്സ്റ്റ് അടുത്ത് എന്താ വന്നിട്ടുള്ളത്? സ്റ്റേറ്റ്മെന്റ് പ്രൊഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. പ്രഷറിന്റെയും വോളിയത്തിന്റെയും പ്രൊഡക്റ്റ് ആൻഡ് ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഇസ് ഈക്വൽ ടു ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഇൻ ദ ലൈറ്റ്. ദ അബോവ് സ്റ്റേറ്റ്മെന്റ് ചോസ് ദ കറക്റ്റ്. ഓക്കെ. അപ്പോൾ PV ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസിന് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നത് PV എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ കൈനറ്റിക് എനർജി is equal to നിങ്ങൾക്കറിയാം 3/2 nRT ആണ് അല്ലേ? കൈനറ്റിക് എനർജി is equal to അല്ലേ 2 nRT ആയിരിക്കും. അപ്പോൾ ട്രാൻസ്ലേഷൻ ഇക്വലിബ്രിയത്തിൽ നമ്മൾ 3/2 nRT അല്ലേ? കൈനറ്റിക് എനർജി is equal to 3/2 nRT ആണ്. ഓൾസോ PV is equal to nRT എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ കൈനറ്റിക് എനർജി is equal to 3/2 ടൈംസ് ഓഫ് PV ആയിരിക്കും. നമ്മുടെ പറഞ്ഞിട്ടുള്ളത് കൈനറ്റിക് എനർജി is equal to PV ആണ് അല്ലേ? വോളിയം ഓഫ് ദി ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾസ് വിച്ച് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ. അത് ഫോൾസ് ആണ്. ഓക്കെ, അത് ഫോൾസ് ആയിരിക്കും. ദിസ് ഇസ് ഫോൾസ്. ഇത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 is true, സ്റ്റേറ്റ്മെന്റ് 2 is false. 1 is true, 1 is true, 1 is true and 2 is false. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. an inductor of 4 millihenry, capacitor of 25 microfarad and a resistance of 30 ohm are connected in series with a 240 volt AC source. If the current is in phase with the EMF, current is in phase with the EMF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? The circuit is under resonance condition അല്ലെ? സർക്യൂട്ട് റെസണൻസ് കണ്ടീഷനിലാണ്. ആ സമയത്ത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് I0 ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോ റെസണൻസിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇമ്പിഡൻസ് Z മിനിമം വിച്ച് ഇസ് ഈക്വൽ ടു ആറിനോട് ഈക്വൽ ആയിരിക്കും. ആൻഡ് IRMS കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഇസ് ഈക്വൽ ടു VRMS ഡിവൈഡഡ് ബൈ Z ആണ്. ദാറ്റ് ഈസ് ഇവിടുത്തെ VRMS എന്ന് പറയുന്നത് ഓൾറെഡി ഗിവൺ ആണ്, 240 ആണ്. ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 30 ആണ്. ദാറ്റ് ഈസ് 8 വരും. 8 ആംപിയർ ആയിരിക്കും വരിക അല്ലേ? 8 ആംപിയർ ആയിരിക്കും വരിക. സോ നമുക്ക് കണ്ടുപിടിക്കുന്നത് I0 ആണ്. IRMS is equal to I0 by √2. Therefore I0 is equal to IRMS into √2 which is equal to 8√2 വരും. 8√2 ആംപിയർ. 8√2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8 into 1.414 ചെയ്യാം അല്ലേ? 8 into 1.414 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ഗോട്ട് 11 പോയിന്റ് സംതിങ് വരും അല്ലേ? 8 into 1.414 11 point something ampere വരും. That is 11.3. Option B. Okay, ready? Clear?
Yes. Next question നോക്കുക. A long solenoid carrying a current produces a magnetic field B along its axis. If the current is doubled, current നമ്മൾ എന്ത് ചെയ്തു 2 times ആക്കിയിട്ട് മാറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് പെർ സെന്റിമീറ്റർ, നമ്പർ ഓഫ് ടേൺസ് നമ്മൾ എന്ത് ചെയ്തു 2 times ആക്കിയിട്ട് മാറ്റി. അങ്ങനെയാണെങ്കിൽ ന്യൂ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു μ0 NI ആണ്. സോ ഇതെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ B is equal to μ0 into 2N into 2I വരും. ദാറ്റ് ഈസ് 4 times of μ0 NI വരും. അതായത് ഇനീഷ്യലി ഉണ്ടായിരുന്ന മാഗ്നറ്റിക് ഫീൽഡിന് 4 times ആയിട്ട് മാറും B ഡാഷ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് 4B is, that is option D is the right answer. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ സ്ട്രിംഗ് ഈസ് wrapped around the rim of a wheel of moment of inertia 0.6 kg/m² and radius is 12 cm. The wheel is free to rotate about its axis. Initially wheel is at rest. Initially wheel is at rest, that is omega 0 is equal to 0. String is now pulled by a force F is equal to 48 Newton ആണ്. And the angular velocity and wheel after 5 seconds is, angular velocity ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്, ഒമേഗ ആണ്. ആഫ്റ്റർ 5 സെക്കൻഡ് അതിന് ഒമേഗ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി ആണ്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80 എന്ന് പറയുന്ന ഇക്വേഷൻ പ്രകാരം. അപ്പോൾ ആൽഫയും ടിയും നമുക്ക് അറിയണം, അറിയില്ല, അതിൽ തന്നിട്ടില്ല. അപ്പോൾ ആൽഫ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിവിടെ തന്നിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ട്. മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഇക്വേഷൻ അറിയാം. അപ്പോൾ അറൗണ്ട് ദ റിം ഓഫ് എ വീൽ അല്ല, അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഇക്വേഷൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ടോയ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ടോർക്കിന്റെ ഇക്വേഷൻ ടോയ് ഈസ് ഈക്വൽ ടു ഐ ആൽഫ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കേസിൽ ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഫോഴ്സ് ഇൻറ്റു റെസിസ്റ്റൻസ് ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് അല്ല, ഒരു ഡിസ്റ്റൻസ് ആർ ചെയ്താൽ മതി, ഡിസ്റ്റൻസ് ആർ ചെയ്താൽ മതി. അപ്പോൾ ടോയ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ ചെയ്യാം. അപ്പോൾ ടോയ് ഈസ് ഈക്വൽ ടു എഫ് എന്ന് പറയുന്നത് 48 ആണ്, ഇൻറ്റു ആർ എന്ന് പറയുന്നത് എത്രയാ, ആർ ഇസ് ഈക്വൽ ടു ആൻഡ് റേഡിയസ് ആർ 12 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ 12 സെൻറ്റിമീറ്ററിന് നമ്മൾ എന്താക്കിയിട്ട് എഴുതാം, 12 ഇൻറ്റു 10⁻⁻² ഇട്ട് കൊടുക്കാം. ഓക്കെ, 12 ഇൻറ്റു 10⁻⁻² ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 48 ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 576 വരും. 576 വരും അല്ലേ. അപ്പോൾ നെക്സ്റ്റ് നമുക്കറിയാം ടോയ് ഈസ് ഈക്വൽ ടു ഐ ആൽഫയാണ്. ടോയ് ഈസ് ഈക്വൽ ടു ഐ ആൽഫയാണ്. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു ടോ ബൈ ഐ ചെയ്താൽ മതി. ഐ ഓൾറെഡി ഗിവൺ ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ 0.6 kg/m² ആണ്. അപ്പോൾ ടോയ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ആൽഫ അതൊന്ന് സുഖമായിട്ട് കിട്ടും. ടൈം ടി 5 സെക്കൻഡ്സ് തന്നിട്ടുണ്ട്. സുഖമായിട്ട് എന്ത് ചെയ്യാം, ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വേഗം ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ടോയ് ഈസ് ഈക്വൽ ടു 576 ഇൻറ്റു 10⁻⁻² ഡിവൈഡഡ് ബൈ എന്ത് വരും, 0.6 വരും അല്ലേ. യെസ്, ഇൻറ്റു 10⁻⁻² ഉണ്ട്. ഡിവൈഡ് ബൈ 0.6 വരും. 0.6 പറയുമ്പോൾ 10⁻⁻1 വരും. 10⁻⁻1 നേരെ മുകളിലേക്ക് വരുമ്പോൾ 10⁻⁻1ഉം 10⁻⁻2ഉം 1ഉം 10⁻⁻1 അപ്പോൾ 576 ഡിവൈഡ് ബൈ 6 ഇൻറ്റു 10⁻⁻1. 576 ഡിവൈഡഡ് ബൈ 6 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും, ഓൾമോസ്റ്റ് ഒരു 96 വരും അല്ലേ വാല്യൂ. അപ്പോൾ 96 ഇൻറ്റു 10⁻⁻1 ദാറ്റ് ഇസ് 9.6 വരും. 9.6 വരും. ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂസിൽ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഇസ് ഈക്വൽ ടു ആൽഫ ഇസ് 9.6 ഇൻറ്റു 5 ചെയ്യുക. യെസ്, 48 വരും. 48 radian/s. ഓക്കെ, ദാറ്റ് ഇസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓപ്ഷൻ എ ഇസ് ദ ഓപ്ഷൻ എ 48 radian/s ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. എ കോയിൽ ഓഫ് ഇൻഡക്റ്റൻസ് 1 Henry having a negligible resistance is connected to a source of supply whose voltage is given by V is equal to 40 volt. If the voltage is applied when T is equal to 0, then energy is stored in the coil after 2 seconds is energy stored in the coil ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോ ഇതുപോലെ ഉണ്ടാകുന്ന കോയിലിന്റെ കേസിലൊക്കെ വരുന്ന സമയത്ത് എനർജി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു ½ Li² ആണ് ചെയ്യേണ്ടത് അല്ലേ. ½ Li² ആണ് നമ്മൾ ചെയ്യേണ്ടത് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്.
നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? കോയിൽ ഓഫ് ഇൻഡക്റ്റൻസ് L തന്നിട്ടുണ്ട്, 1 ഹെൻറി ആണ്. നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് കണക്റ്റഡ് ടു സോഴ്സ് ഓഫ് സപ്ലൈ വോൾട്ടേജ് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 40 ആണ്. Voltage supplied when t is equal to 0, then the energy stored in at t is equal to 2 seconds. Okay. Current I കണ്ടുപിടിക്കണം. I actually നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയോ? ഇവിടെ വോൾട്ടേജ് തന്നിട്ടുണ്ടല്ലോ, V is equal to എന്താ വരിക? V ന്റെ ഇക്വേഷൻ that is equal to L di by dt ആണ്. അപ്പം അതിന് നമുക്ക് I കണ്ടുപിടിക്കാം. Okay, V is equal to L di by dt ആണ്. That is 4t is equal to L di by dt ആണ്. That is di is equal to 4t dt വരും. That is I is equal to integral 4t dt വരും. That is 4 into t square by 2 വരും. ഇതാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ അല്ലെ. കറണ്ട് I is equal to 2t square. കറണ്ട് I is equal to 2t square എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ കറണ്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ ടൈം ഓൾറെഡി നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, ടി സ്ക്വയർ ആണ്. അപ്പോൾ അതുകൊണ്ട് നേരെ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് 2 seconds ആണ്. 2 into സ്ക്വയർ ദാറ്റ് ഇസ് 4 വരും. 2 into 4 ദാറ്റ് ഇസ് 8 വരും. 8 ആംപിയർ കിട്ടും. ഇനി നേരെ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നോക്കി നോക്കൂ, ഹാഫ് L I സ്ക്വയർ ചെയ്യാം. U is equal to ഹാഫ് ഇൻറ്റു 1 into I എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. 8ൻ്റെ സ്ക്വയർ ചെയ്യാം അല്ലേ. 64 by 2 that is 32 joule വരും. 32 that is option C. Option C is the right answer. Option C ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വേഗം വായിച്ചു നോക്കി നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ വന്നിരിക്കുന്നത്? KZ is ഇവിടെ KZ is square വരും അല്ലേ. യെസ്, റേഷ്യോ ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി തമ്മിൽ ഉണ്ടാകുന്ന റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, KZ E സ്ക്വയർ ഡിവൈഡഡ് ബൈ 2R ആണ്. പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ മൈനസ് KZ E സ്ക്വയർ ഡിവൈഡഡ് ബൈ R ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുണ്ടാകുന്ന റേഷ്യോ ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കൈനറ്റിക് എനർജി ടു പൊട്ടൻഷ്യൽ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ദ 6th എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, രണ്ട് റേഷ്യോസും തമ്മിൽ ആദ്യം ഡിവൈഡ് ചെയ്യുക. KZ E സ്ക്വയർ ഡിവൈഡ് ബൈ 2R ഡിവൈഡ് ബൈ മൈനസ് KZ E സ്ക്വയർ ഡിവൈഡ് ബൈ R ചെയ്യാം. KZ E സ്ക്വയർ കട്ട് ചെയ്ത് കളയും. അവിടെ തന്നെ നമുക്ക് ആക്ച്വലി ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അല്ല. കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ പൊട്ടൻഷ്യൽ എനർജി KZ E സ്ക്വയർ ഡിവൈഡ് ബൈ 2R ഡിവൈഡഡ് ബൈ മൈനസ് KZ E സ്ക്വയർ ഡിവൈഡഡ് ബൈ R. KZ E സ്ക്വയർ R കട്ട് ചെയ്ത് that is equal to 1/2. 1:2 that is option D. Option D is the right. Option D ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഐഡന്റിഫൈ ദ ലോജിക് ഗേറ്റ് ഗിവൺ ഇൻ ദ സർക്യൂട്ട്. ഇതിലത്തെ ലോജിക് ഗേറ്റ് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ A ബാർ വരും, ഇവിടേക്ക് B ബാർ വരും. രണ്ടും കൂടെ എടുത്തിട്ട് അതിൻ്റെ A ബാർ പ്ലസ് B ബാർ എടുക്കുക, അതിൻ്റെ ഹോൾ ബാർ എടുക്കുക. നോർ ഗേറ്റ് ആണ് ചെയ്തിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താ സംഭവം കണ്ടുപിടിക്കണമെങ്കിൽ A ബാർ പ്ലസ് B ബാർ ഹോൾ ബാർ ഇസ് ഈക്വൽ ടു A ബാർ B ബാർ ഹോൾ ബാർ ദാറ്റ് ഈസ് AB ആയിരിക്കും കിട്ടുക. ഇറ്റ് ഈസ് സെയിം ആസ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിനോട് സെയിം ആണ്. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തറിയണം, A ബാർ B ബാർ ഹോൾ ബാർ എന്നുള്ളതിനോട് ഈക്വൽ ആണ് അത് ആണെന്ന് അറിയണമെങ്കിൽ ഡിമോർഗൻസ് ലോ പറയണം കേട്ടോ. അപ്പോൾ ഡിമോർഗൻസ് ലോന്റെ ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. ആൻഡ് സോ ദെർഫോർ ഓപ്ഷൻ ബി ഇറ്റ് ഈസ് സെയിം ആസ് ദ ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിന് സിമിലർ ആയിട്ടുള്ള ഗേറ്റ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. In a conductor with the number of conduction electrons per unit volume. Number of conduction electrons per unit volume നമുക്ക് തന്നിട്ടുണ്ട്. N is equal to 4 into 10 raised to 30 m raised to minus 3 ആണ്. And mean free time is 32 femtosecond ആണ്. അപ്പോൾ ഫെംറ്റോന് മാറ്റാൻ വേണ്ടിയിട്ട് 32 into 10 raised to minus 15 seconds ആണെന്ന് പറയാം അല്ലേ. ടൈം is equal to 32 into 10 raised to minus 15 seconds ആയിരിക്കും. ഇറ്റ്സ് അപ്രോപ്രിയേറ്റ് റെസിസ്റ്റിവിറ്റി റോ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. M വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ് റെസിസ്റ്റിവിറ്റി നമുക്ക് ആക്ച്വലി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ടോ ആണ്, റിലാക്സേഷൻ ടൈം അല്ല വന്നിരിക്കുന്നത്, ടോ ആണ് വന്നിരിക്കുന്നത്. സോ റോ ഇസ് ഈക്വൽ ടു M
m/ne² tau ആണ് അല്ലേ. റെസിസ്റ്റിവിറ്റീൻ്റെ ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കുക റോ ഇസ് ഈക്വൽ ടു m/ne² tau ആണ്. ഇനി എം അറിയാം, ഇ അറിയാം, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂസ് കണ്ടുപിടിക്കുക. എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ ആണ്, അപ്പോൾ 9 × 10⁻⁻31 ഡിവൈഡ് ബൈ n ഗിവൺ ആണ് 4 × 10⁻30 ഇൻറ്റു ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.6 × 10⁻⁻19 ഹോൾ സ്ക്വയർ ഇൻറ്റു ടോ എന്ന് പറയുന്നത് 32 × 10⁻⁻15. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ 4ഉം 9 × 10⁻31 ഡിവൈഡ് ബൈ 4 × 1.6 × 32 ചെയ്യുക. പിന്നെ എല്ലാം പവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 1.6 × 32 × 4 ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഓൾറെഡി ഒരു 327 സംതിങ് വരും. അപ്പം 9 അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 something വരും. 2.75 × 10⁻⁻10 ഓക്കെ. ഇപ്പോൾ 2.7 something 10⁻⁻10 ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരിക. 2.7 × 10⁻⁻10 വരും കേട്ടോ. ഇത് നിങ്ങൾ മാക്സിമം നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അധികം സമയം എടുക്കാണ്ട് ഇതേപോലെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂസ് ഇട്ടെടുത്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. A transverse wave is represented by 4 sin ω/2 × t - 2kx ആണ്. And the value of the wavelength for which the wave velocity becomes equal to maximum particle velocity ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ വേവ് വെലോസിറ്റി എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ നോക്കി നോക്കുക. ഇവിടുത്തെ കേസിൽ നോക്കുക 4 sin ω2, അപ്പോൾ ഒമേഗേൻ്റെ അതായത് ടീൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ടീൻ്റെ അടുത്ത് കിടക്കുന്ന ആൾ ഡിവൈഡഡ് ബൈ എക്സിൻ്റെ അടുത്ത് കിടക്കുന്ന ആൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ടീൻ്റെ അടുത്ത് കിടക്കുന്ന ആൾ ആരാണ്? കോയിഫിഷ്യൻ്റ് ഓഫ് ടി ഡിവൈഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് കെ ആണ് ആക്ച്വലി നമ്മൾ ചെയ്യണത്. കോയിഫിഷ്യൻ്റ് ഓഫ് ടി ഡിവൈഡഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് കൊടുക്കുക. ദാറ്റ് ഈസ് ω/2 ഡിവൈഡഡ് ബൈ 2k. സോ ω/4k. ദെൻ പാർട്ടിക്കിൾ വെലോസിറ്റി. പാർട്ടിക്കിൾ വെലോസിറ്റി v is equal to omega a ആണ്. ഇവിടെ എന്ന് പറയുന്നത് 4 ആണ്, which is equal to 4 omega. ഓക്കെ, രണ്ടും കൂടെ ഈക്വൽ ആവുന്നത് എപ്പോഴായിരിക്കും എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. വാല്യൂ ഓഫ് ദി വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ ω/4k which is equal to ω/4k which is equal to 4 omega. omega കട്ട് ചെയ്ത് പോയി. k is equal to 1/16. 2π by lambda is equal to 1/16. അപ്പോൾ lambda is equal to 32π അല്ലേ. ഓപ്ഷൻ ഡി. lambda is equal to 32π. that is option D is the right answer. ഓപ്ഷൻ ഡി ആയിരിക്കും, 32π ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ 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 ചെറിയൊരു കറക്ഷൻ ഉണ്ട്. v omega is equal to ω/4k കിട്ടി. vp is equal to നിങ്ങൾക്ക് 4 ഒമേഗയും കിട്ടി. 4 omega ദാറ്റ് ഇസ് ഒമേഗ ഇവിടെ എത്രയാണ്? ഒമേഗ എന്ന് പറയുന്നത് ω/2 ആണ്. അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ, ചെറിയ ചേഞ്ച് ഉണ്ട്. ω/2 × 4 ആണ് വേണ്ടത്. therefore 2 omega ആണ് വരും. എന്നിട്ട് 2 omega is equal to ω/4k ഇട്ട് കൊടുക്കാം. 2 omega is equal to ω/4k. omega കട്ട് ചെയ്ത് പോയി. k is equal to 4k is equal to okay 4k is equal to k is equal to നിങ്ങൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക? 8 is equal to 1/k, k is equal to 1/8 എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലേ. ദാറ്റ് ഇസ് 2π by lambda is equal to 1/8. lambda is equal to lambda is equal to 2π. lambda is equal to 2π into 8.
16. Lambda is equal to 2 pi by lambda is equal to എത്രയാ വരണേ? 2 pi by lambda k is equal to 1/8 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ, ഇവിടെ ആക്ച്വലി കെക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. കെ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ കേസിൽ 2k ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കേട്ടോ. കെ എന്ന് പറയുന്നത് 2k വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ 2k is equal to 1/8. കെ ഡാഷ് ആണ് ഇവിടെ. അപ്പോൾ 2k is equal to 1/8. So 2 into 2 pi by lambda. Two into 2 pi by lambda, which is equal to 1/8. Then lambda is equal to 2 into 2 pi divided by 8 into 8. 2 into 2k എന്ന് പറയുന്നത് ഇട്ട് k ഡാഷ് എന്ന് പറയുന്നത് 2k ടൈംസ് ആയിട്ട് മാറി. കാരണം ഇവിടുത്തെ കേസിൽ നമ്മൾ അത്രയും എടുക്കേണ്ടത്. അപ്പോൾ 2k is equal to 2 pi by lambda. യെസ്, 2 pi by lambdയിൽ ചേഞ്ച് ഒന്നുമില്ല. ലാംഡേൻ്റെ കേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2k is equal to 2 pi by lambda എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2k എന്ന് പറയുന്നത് 1/8, which is equal to 2 pi by lambda. ഓക്കെ, ടു കെ എന്ന് പറയുന്നത് 2 pi by lambdയ്ക്ക് ഈക്വൽ ആണ്. ആൻഡ് 2k എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചു, വിച്ച് ഇസ് ഈക്വൽ ടു കെ ഡാഷ് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. k is equal to 2 pi by lambdയിൽ 2 കട്ട് ചെയ്ത് പോയി. k is equal to pi by lambda. k ഓൾറെഡി 1/8 ആണ്. 1/8 is equal to pi by lambda. Okay, therefore lambda is equal to 8 pi. Okay, lambda is equal to 8 pi. അങ്ങനെ ഓപ്ഷൻ സി കേട്ടോ, ഓപ്ഷൻ സി. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ω/2ഉം കെൻ്റെ സ്ഥാനത്ത് 2kയും വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, therefore ഓപ്ഷൻ സി is the right answer. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ. ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്, ഹാവിംഗ് ദ സെയിം കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി സെയിം ആണ്. സോ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ആൽഫ പാർട്ടിക്കിൾ, ഇത്രയും സംഭവങ്ങളെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ മാസ് ഓഫ് ഇലക്ട്രോൺ, മാസ് ഓഫ് പ്രോട്ടോൺ, മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ, ചാർജ് ഓഫ് ഇലക്ട്രോൺ, ചാർജ് ഓഫ് പ്രോട്ടോൺ, ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്. ഇത് തമ്മിലുണ്ടാകുന്ന ഒരു എന്താണ് റിലേഷൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേഡിയസുകൾ തമ്മിലുണ്ടാകുന്ന റിലേഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ റേഡിയസിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, R is equal to mv/qb ആണ്. എം വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ആണ്, മൊമെൻ്റ് ആണ്, p/qb ആണ്. പിക്ക് നമുക്ക് √2mk എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. √2mk/qb എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷൻ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഓൾസോ ഇവിടെ കൈനറ്റിക് എനർജി സെയിം ആയതുകൊണ്ട് ആകെ കൂടെ എന്തിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ, കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ സെയിം മാഗ്നറ്റിക് ഫീൽഡ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെന്നുള്ളതും തന്നിട്ടുണ്ട്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെന്നുള്ളതും തന്നിട്ടുണ്ട്. ആൻഡ് സെയിം കൈനറ്റിക് എനർജി ആണെന്ന് തന്നിട്ടുണ്ട്. സോ R is proportional to √m/q ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ഏതൊക്കെ തമ്മിലാണ് റിലേഷൻ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും മാസ് വെച്ചിട്ട് ഒരു കമ്പാരിസൺ ഉണ്ട്. ആക്ച്വലി ഈ ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഭയങ്കര സ്മോൾ ആയിരിക്കും. പ്രോട്ടോണിൻ്റെ മാസിനെക്കാട്ടും 1/1836 ടൈംസ് അത്രയും കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ഭയങ്കര കുറവാണ്. ഇത് ഓക്കെ MP ഞാൻ M ആയിട്ട് എടുക്കുകയാണെങ്കിൽ mass of alpha particles will be 4 times the mass of protons ആയിരിക്കും വരിക. ആൻഡ് ചാർജ് ഓഫ് ഇലക്ട്രോൺസും ചാർജ് ഓഫ് പ്രോട്ടോൺസും ഒക്കെ Q ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് 2Q ടൈംസ് ആയിട്ടായിരിക്കും വരിക. ഇനി R is proportional to m/q അല്ലേ. അപ്പോൾ R ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു √me/QE ആണ്. QE Q ആയിട്ട് എടുക്കണം. ഇത് വളരെ കുറവായിരിക്കും വരിക. ആൻഡ് ഇതിൻ്റെ സെയിം വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് മാസ് ഓഫ് പ്രോട്ടോൺസ് ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് സെയിം R തന്നെയാണ് എടുക്കണം. അപ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കൂടുതലായിരിക്കും, ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഇനി ആൽഫ പാർട്ടിക്കിൾസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ √4m/2q ആണ് വരിക. therefore 2m/2q ആയിരിക്കും. 2 കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ m/q ആയിരിക്കും വരിക അല്ലേ. മാസ് ഓഫ് പ്രോട്ടോൺസിൻ്റെ മാസ് ഡിവൈഡ് ബൈ
ചാർജ് ഓഫ് പ്രോട്ടോൺസ് ഇത് തന്നെയാണ് വരിക. ഓക്കെ, റൂട്ട് എം പി ഡിവൈഡ് ബൈ തന്നെയായിരിക്കും വരിക. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ഈ RP എന്ന് പറയുന്നതും R α എന്ന് പറയുന്നതും സെയിം ആയിരിക്കും, പക്ഷെ അതിനെക്കാട്ടും ഒക്കെ വളരെ കുറവായിരിക്കും RE അല്ലേ, റേഡിയസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. സോ RE ലെസ് ദാൻ RP ഈക്വൽ ടു R α, ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള റിലേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം മാത്രമേ ഇവിടെ നോക്കാനായിട്ടുള്ളൂ, മാസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് മാസ് ഓഫ് പ്രോട്ടോൺസിനെക്കാട്ടും വളരെ ചെറുതായിരിക്കും, അതുകൊണ്ട് തന്നെ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. പിന്നെ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോട്ടോൺസിന്റെ റേഡിയസും ആൽഫ പാർട്ടിക്കിൾസിന്റെ റേഡിയസും സെയിം ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത് റേഡിയസ് റിലേഷൻ കാണിക്കുന്നത് RE is less than RP which is equal to R alpha എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Weight of a body at the surface of the earth എന്ന് പറയുന്നത് 75 ന്യൂട്ടൺ ആണ്. ആൻഡ് ദ വെയിറ്റ് ഓഫ് ദ ബോഡി അറ്റ് an altitude of 1600 കിലോമീറ്റർ above the surface is എത്രയാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെച്ചിട്ട് ചെയ്യാം. കാരണം നമുക്കറിയാലോ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു W is equal to mg ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം GH is equal to, അതായത് വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് അവിടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ് G is equal to നിങ്ങൾക്കറിയാം GH is equal to G into R by R plus H the whole square ആണ് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും വെയിറ്റ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെയാണ് വരിക. വെയിറ്റ് ഇൻറ്റു R by R plus H the whole square തന്നെയാണ് വരിക. അതിന് നമ്മൾ അവിടെയും W is equal to M into G എന്ന് വെച്ചിട്ടുള്ള സംഗതിയാണല്ലോ ചെയ്യേണ്ടതാവുക. അപ്പോൾ അതുകൊണ്ട് അതേ സെയിം റിലേഷൻ തന്നെയാണ് വരിക. സോ WH നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, WH കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള റിലേഷൻ നോക്കൂ. WH is equal to വെയിറ്റ് 75 ആണ് ഇൻറ്റു റൂട്ട് ഓഫ് റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് 6400 ആണ്, ഡിവൈഡ് ബൈ 6400 പ്ലസ് 1600 അല്ലേ. സോ 75 ഇൻറ്റു റൂട്ട് ഓഫ് 6400 ഡിവൈഡഡ് ബൈ 00 കട്ട് ചെയ്ത് പോയി. റൂട്ട് 64 ഡിവൈഡഡ് ബൈ 80 എന്ന് പറഞ്ഞിട്ട് 74 ഇൻറ്റു റൂട്ട് 64 ഡിവൈഡഡ് ബൈ 80 എന്ന് പറഞ്ഞിട്ട് വരും. അതിൻ്റെ ഹോൾ സ്ക്വയർ അല്ലേ, റൂട്ടല്ല, അതിൻ്റെ ഹോൾ സ്ക്വയർ ആണ് വേണ്ടത്. ഇൻറ്റു 64/80 നമുക്ക് എഗെയിൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം അല്ലെ. 64/80 വീണ്ടും കട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൽ 8 ഇൻറ്റു 8 64, ഇവിടെ 10 വരും, 10/8 വരും, 8/10 വരും, വീണ്ടും കട്ട് ചെയ്യാം. 4/5 വരും, ദാറ്റ് ഇസ് 16 ഡിവൈഡ് ബൈ 25 ചെയ്യാം. 25ഉം 75ഉം എഗെയിൻ കട്ട് ചെയ്ത് കളയാം, 5 വരും. യെസ്, 13 വരും. 13 അല്ല, 75 15 വരും, 15 വരും, 15 വരും. സോ 15 അഗെയിൻ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 3 വരും. 16 ഇൻറ്റു 3 വരും അല്ലേ, 16 ഇൻറ്റു 3 വരും. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ഗോട്ട് 48 അല്ലേ. 16 ഇൻറ്റു 3 വരും, 48. Okay, therefore option B is the right answer. Okay, yes, very good. The next question നോക്കാം. In a coil of resistance 4 ohm, magnetic flux due to an external magnetic field varies with time as phi is equal to 1/2 9 minus t square ആണ്. Value of total heat produced in the coil till the flux becomes 0. Flux 0 ആവുന്ന വരെ ഉണ്ടാകുന്ന അവിടുത്തെ ഹീറ്റ് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ കോയിലിന്റെ റെസിസ്റ്റൻസ് ആക്ച്വലി R നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. R എന്ന് പറയുന്നത് എത്രയാ? R എന്ന് പറയുന്നത് യെസ് 4 ohm ആണ് കോയിലിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അബ്സിലോൺ ഇസ് ഈക്വൽ ടു മൈനസ് d5/dt ആണ്. അപ്പോൾ അത് ആദ്യം കണ്ടുപിടിച്ച് വെക്കുക. അബ്സിലോൺ ഇസ് ഈക്വൽ ടു മൈനസ് d5/dt ആണ്, മൈനസ് d/dt ഓഫ് 1/2 9 മൈനസ് t സ്ക്വയർ മൈനസ് 1/2 ഇൻറ്റു മൈനസ് 2t കിട്ടും അല്ലേ. അബ്സിലോൺ ഇസ് ഈക്വൽ ടു
എന്തിനോട് ഈക്വൽ ആയിരിക്കും? ടിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ ഇൻ്റർവെൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിട്ട് കൊടുക്കുക? ഈ സംഭവം, അതായത് ഇവിടെ ഉണ്ടാവുന്ന 5 0 ആവുന്നത് ടീൻ്റെ വാല്യൂ ഏത് വരുമ്പോഴാണെന്നുള്ളത് നോക്കുക. അതായത് 0 is equal to half into 9 minus t square. അതായത് 9 minus t square is equal to 0, which implies t square is equal to 9, t is equal to 3. അപ്പോൾ 0 to 3 വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ടോട്ടൽ ഹീറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ഡി ടി ചെയ്താൽ മതി. എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ഡി ടി ആണ് ഇൻറ്റഗ്രൽ ഫ്രം 0 to 3. ഇൻറ്റഗ്രൽ ഫ്രം 0 to 3 വി സ്ക്വയർ എന്ന് പറയുന്നത് ടി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ എന്ന് പറയുന്നത് 4 ആണ് ഇൻറ്റു ഡി ടി. ദാറ്റ് ഇസ് 1/4 ഇൻറ്റു ടി ക്യൂബ് ബൈ 3 from 0 to 3. So 1/12 into t cube എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that is 3 cube ആണ്. 3 cube minus 0 കിട്ടും. That is 1/12 into 27. 27 വീണ്ടും നമുക്ക് ഇതിൽ കട്ട് ചെയ്ത് കളയാം. 9/4 വരും. 9/4 വരും. സോ 9/4ൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കിയാൽ മതി അല്ലേ. 9/4 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 2.25 അല്ലേ. 2.25 സംതിങ് വരും. ഓക്കെ, 2.25 ജൂൾ. ഓക്കെ, ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, റെഡി? അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. മാച്ച് ദ കോളം 1 വിത്ത് കോളം 2. ഇപ്പം ഇവിടെ എക്സ് ടി ഗ്രാഫും വി ടി ഗ്രാഫും ആണ് തന്നിരിക്കുന്നത്. ഇവിടെ എന്താ സംഭവം? ഇവിടെ സ്ലോപ്പ് ആക്ച്വലി ഒരു അപ്വേർഡ് ഡയറക്ഷനിലേക്കുള്ള പാരാബോളയാണ്. ആ കേസിൽ നിങ്ങൾക്ക് അറിയാം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? വെലോസിറ്റി ഇസ് ഇൻക്രീസിംഗ് ആണ്. വെലോസിറ്റി ഇൻക്രീസിംഗ് ആണ്. ദെർഫോർ ഇറ്റ് ഇസ് കണക്റ്റഡ് ടു ദ ഓപ്ഷൻ 2. അപ്പോൾ A2 ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഡി അല്ല, എ അല്ല. ബിയും സിയിലും ഏതാണെന്നുള്ള സാധനം നോക്കിയാൽ മതി. ഓപ്ഷൻ ബി ഉണ്ട്, ഓപ്ഷൻ സി ഉണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളത് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, യെസ്. ഇനി ബി എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ഇൻവേഴ്സ് റിലേഷൻ ആണുള്ളത്. ഇൻവേഴ്സ് റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? യെസ്, ആദ്യം ഇൻവേഴ്സ് റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഡിക്രീസ് ചെയ്ത് വരണം ആൻഡ് ഫൈനലി സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യണം അല്ലേ. സ്ലോപ്പ് എന്ന് പറയുന്നത് ആദ്യം കുറഞ്ഞ് അതായത് കുറഞ്ഞ് പിന്നെ സീറോയിലേക്ക് വരണം. അപ്പോൾ അതായത് അത് എന്ത് ചെയ്യണം? നെഗറ്റീവ് വാല്യൂ കുറഞ്ഞ് പിന്നെ സീറോയിലേക്ക് വരുന്നു. ദാറ്റ് ഈസ് ഫോർത്ത് അല്ലെ. ബി ഫോർത്തും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പം തന്നെ നമുക്ക് ആൻസറോടെ കിട്ടിക്കഴിഞ്ഞു. സി ആണെന്നുള്ളത് മറ്റോ കൂടി നോക്കുക. ആൻഡ് സി ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ആദ്യം ഇൻക്രീസ് ചെയ്ത് ഒരു ഹൈറ്റിലേക്ക് പോകും, പിന്നെ നേരെ സ്ലോപ്പ് ഡിക്രീസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് പോകണം. അപ്പോൾ ആദ്യം സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്, പിന്നെ ഡിക്രീസ് ചെയ്ത് കോൺസ്റ്റന്റ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് സി ഈസ് കണക്റ്റഡ് ടു 3. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കോൺസ്റ്റന്റ് ഡി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഇൻക്രീസിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് കണക്റ്റഡ് ടു 1. ഓക്കെ, അത്രയേ ഉള്ളൂ. Therefore correct ആയിട്ടുള്ള ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, യെസ്, വെരി ഗുഡ് മീനാക്ഷി. യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The image formed by an objective of compound microscope. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഫോം ചെയ്യണത് നിങ്ങൾക്ക് അറിയാം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മൾ കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ഓൾസോ ദ ഇമേജ് വിൽ ബി റിയൽ ആൻഡ് എൻലാർജ്ഡ് അല്ലേ. അതൊരു എഫിന്റെ അപ്പുറത്താണല്ലോ വെച്ചത്. ബിയോണ്ട് എഫ് ആണെന്നുണ്ടെങ്കിൽ റിയൽ ആൻഡ് എൻലാർജ്ഡ് ആയിട്ടുള്ള, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. Therefore റിയൽ ആൻഡ് എൻലാർജ്ഡ് is the right answer. And excess pressure inside the soap bubble is twice the excess pressure inside the second soap bubble. Okay, excess pressure ന്റെ ക്വസ്റ്റ്യൻ ആണ്. Then ratio between volume of the first and second bubble. വോളിയൂംസ് തമ്മിൽ ഉണ്ടാകുന്ന റേഷ്യോ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഇവിടെ എന്താ ചെയ്യാന്നറിയോ? ഇവിടെ എക്സസ് പ്രഷറിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു 4s/r ആണ് അല്ലേ. ദാറ്റ് ഈസ് ഡെൽറ്റ പി എന്ന് പറയുന്നത് ഇതിന്റെ റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ഒരു വോളിയം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? വോളിയം ഇസ് ഈക്വൽ ടു 4/3 πr³ ആണ് വരിക അല്ലെ. വോളിയം ഇസ് ഈക്വൽ ടു 4/3 πr³ ആണ്. സോ വോളിയം ഇസ് പ്രൊപ്പോർഷണൽ ടു r³ പ്രൊപ്പോർഷണലായിരിക്കും. നമുക്ക് വോളിയങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന റേഷ്യോ ആണല്ലോ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോ ഡെൽറ്റ P1/Δ2 ആദ്യം ചെയ്യുക. ആ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ R1/R2 കിട്ടും. അതിൻ്റെ ക്യൂബ് എടുത്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് ഡെൽറ്റ P1 ഡിവൈഡ് ബൈ ഡെൽറ്റ P2 തന്നിട്ടുണ്ട്. എക്സസ് പ്രഷർ ഇൻസൈഡ് ദ സോപ്പ് ബബിൾ വിച്ച് ഇസ് ഈക്വൽ ടു ട്വൈസ് ദ എക്സസ്, ദാറ്റ് ഈസ് 1/2 ആണ്. അപ്പോൾ R1/R2 is equal to 1/2. Therefore V1/V2 is equal to
R1/R2 the whole cube ആണ് വരിക. ദാറ്റ് ഈസ് 1/8 ആണ് വരിക. അതല്ലേ ചോദിച്ചിരിക്കുന്നത്? 1/8, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി 1:8 is the right answer. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A galvanometer with its coil of resistance, galvanometer resistance വന്നിട്ടുണ്ട് 80 ohm ആണ്. It requires a current I is equal to 2 milliampere ആണ് അവിടെ ആവശ്യമുള്ള current for its full deflection. In order to construct an ammeter to read up to a current, അല്ലേ, ഇത് IG ആയിരുന്നു. Then നമുക്ക് മെഷർ ചെയ്യേണ്ട കറണ്ട് എത്രയാണ്? 16 ആംപിയർ നമുക്ക് മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ദ ഷണ്ട് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു ഷണ്ട് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ ഇതിലൂടെ ഒരു കറണ്ട് ആയി പോകുന്നു, ഇതിലൂടെ ഐ ജി കറണ്ട് ഇവിടെ ഉണ്ടാകുന്ന ജി, ദാറ്റ് ഇസ് ഇവിടെ ഉണ്ടാകുന്നത് ഇറ്റ് ഇസ് എസ് ആണ്. ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് I-IG ആയിരിക്കും. നിങ്ങൾക്കറിയാം ഇവിടെ പാരലൽ കണക്ഷൻ ആണെങ്കിൽ വോൾട്ടേജ് രണ്ട് കേസിലും സെയിം വോൾട്ടേജ് ആയിരിക്കും വരിക. അപ്പോൾ വോൾട്ടേജ് സെയിം ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം? I-IG ഇൻറ്റു അവിടെ ഉണ്ടാകുന്ന കറണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു IG ഇൻറ്റു ജി ആണ് വരിക. എസ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ IG ഡിവൈഡഡ് ബൈ I-IG ആണ് നമ്മുടെ ഇക്വേഷൻ. ഇത്രയേ ഉള്ളൂ, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഐ ജിൻ്റെയും ജിൻ്റെയും വാല്യൂ ഒക്കെ അറിയാം. ഐ ജി എന്ന് പറയുന്നത് എത്രയാണ്? IG എസ് ഇസ് ഈക്വൽ ടു IG ഡിവൈഡഡ് ബൈ I-IG ആണ്. ഐ ജി എത്രയാണ്? IG ഇസ് 2 milliampere ആയിരിക്കും വരിക. അപ്പോൾ 2 × 10⁻³ ഇട്ട് കൊടുക്കുക. 2 × 10⁻³ മറ്റത് എത്രയാണ്? 80 ആണ്. ഡിവൈഡഡ് ബൈ I-IG. ഐ എത്രയാ? 16 ആണ്. 16 മൈനസ് 2 × 10⁻³. ഓക്കെ യെസ്. അപ്പോൾ 2 × 8 16 ആണ്. 16 × 10⁻² ഡിവൈഡഡ് ബൈ 16 മൈനസ് 2 × 10⁻³ അല്ലേ? അപ്പോൾ 16 × 10⁻² 0.16 ഡിവൈഡഡ് ബൈ 16 മൈനസ് 2 × 10⁻³ അപ്രോക്സിമേറ്റ്ലി അത് 16 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്രോക്സിമേറ്റ്ലി 16 മൈനസ് പോയിന്റ് സംതിങ് ഇത്രയും മൈനസ് ഇത് വെച്ചിട്ട് അപ്രോക്സിമേറ്റ്ലി 16 ആയിട്ട് എടുക്കാം. അപ്പോൾ 0.01 എന്ന് പറഞ്ഞിട്ട് കിട്ടും. 0.01 ഓം, അപ്രോക്സിമേറ്റ്ലി 0.01 ഓം. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കുക. ദ അപ്രോക്സിമേറ്റ് ഡെപ്ത് ഓഫ് ഓഷ്യൻ ഇസ് 4000 മീറ്റർ ആണ്. Compressibility of the water is 45 × 10⁻⁻11 per Pascal. And the density of the water is 10⁻³ watt. Fractional compression of water will be obtained at the bottom of the ocean. Okay. നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് ബോട്ടത്തിൽ ഉണ്ടാവുന്ന പ്രഷറിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ പി അല്ലെങ്കിൽ പി ഇസ് ഈക്വൽ ടു എച്ച് റോ ജി ആണ്. പി ഇസ് ഈക്വൽ ടു എച്ച് റോ ജി ആണ്. പ്രഷർ അറിയാം, മറ്റേ ഡെപ്ത് എച്ചിലേക്ക് വരുന്ന സമയത്ത് പ്രഷറിന്റെ ഇക്വേഷൻ. നമുക്ക് കംപ്രസിബിലിറ്റി അല്ല കണ്ടുപിടിക്കേണ്ടത്. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് ഇൻവേഴ്സ് ഓഫ് ദി ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് ഇസ് ഈക്വൽ ടു -PV ഡിവൈഡ് ബൈ ഡെൽറ്റ വി ആണ്. അപ്പോൾ അതിന്റെ ചെയ്യുമ്പോൾ സമയത്ത് -ΔV/PV അല്ലെ, -ΔV/PV എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. ഓക്കെ, അല്ലെങ്കിൽ ΔV/V ഡിവൈഡ് ബൈ ΔV/V ഡിവൈഡ് ബൈ പി എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ദെൻ നിങ്ങൾക്കറിയാം. അപ്പോൾ ΔV/Vന്റെ ഇക്വേഷൻ എന്തായിരിക്കും? നമ്മളത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഫ്രാക്ഷൻ കംപ്രഷൻ ഓഫ് ദ വാട്ടർ വിൽ ബി ഒബ്റ്റൈൻഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദി ഓഷ്യൻ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വോളിയം ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ΔV/V ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയാം? ഇവിടെ ഉണ്ടാവുന്ന പ്രഷർ ഇൻറ്റു കംപ്രസിബിലിറ്റി ആയിരിക്കും അല്ലേ? യെസ്. അപ്പോൾ ΔV/V എന്ന് പറയുന്നത് ആക്ച്വലി പ്രഷർ ഇൻറ്റു കംപ്രസിബിലിറ്റി ആയിരിക്കും. പ്രഷർ ആദ്യം കണ്ടുപിടിക്കുക, കംപ്രസിബിലിറ്റി ഓൾറെഡി ഗിവൺ ആണ്. കംപ്രസിബിലിറ്റി ഇപ്പോൾ എച്ച് റോ ജി വെച്ചിട്ട് ചെയ്ത് നോക്കുക. എച്ച് എന്ന് പറയുന്നത് എത്രയാ? 4000 മീറ്റർ അല്ലേ? 4000 ഇൻറ്റു റോ എന്ന് പറയുന്നത് 10⁻³ ജി എന്ന് പറയുന്നത് 10. അപ്പോൾ 4 × 10⁻⁵. അപ്പോൾ ΔV/V ഇസ് ഈക്വൽ ടു 4 × 10⁻⁵ ഇൻറ്റു കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് 45 × 10⁻⁻11 ആണ് അല്ലേ? അപ്പോൾ 4 × 45 ചെയ്യാം. അപ്പോൾ 180 കിട്ടും. ഇൻറ്റു 10⁻⁻4 വരും.
180 into 10 raised to minus 4. Okay. Yes, 10 raised to 10 raised to 3, 10 raised to 3 or 10 raised to 7, 10 raised to 7. Yes, okay. Then next നമ്മൾ ചെയ്യുമ്പോൾ ഇതിലെല്ലാം 10 raised to minus 2 ടേമിലാണ് 1.8 into 10 raised to minus 2. Therefore, option A ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വേരിയേഷൻ ഓഫ് സസെപ്റ്റബിലിറ്റി വിത്ത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഫോർ എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കേസിൽ നിങ്ങൾക്ക് അറിയാം chi is proportional to 1/t ആണ്, അല്ലെങ്കിൽ chi is equal to c/t ആണ്. അപ്പോൾ കൈയും ടിയും തമ്മിൽ ഉണ്ടാകുന്ന റിലേഷൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ 1/t തമ്മിലുള്ള റിലേഷൻ ടി വെറുതെ ടി ആണെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻ, 1/t ആണെങ്കിൽ ഡയറക്റ്റ് റിലേഷൻ. Therefore ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ക്യൂരിയസ് ടെമ്പറേച്ചറിന്റെ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എഴുതാം. യെസ്, വെരി ഗുഡ് കറക്റ്റ് ആണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The negotiating curved rod of radius r. Curved rod ആണ്, റേഡിയസ് r ആണ്, ബാങ്ക് ചെയ്തിരിക്കുകയാണ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. കോഎഫിഷ്യന്റ് ഓഫ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയേഴ്സ് ഓഫ് ദ കാർ ആൻഡ് റോഡ് നമുക്ക് തന്നിട്ടുണ്ട് മ്യൂസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ മാക്സിമം സേഫ് സ്പീഡ് അല്ലെ, മാക്സിമം സേഫ് സ്പീഡിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. വി മാക്സ് ഇസ് ഈക്വൽ ടു ഓൾറെഡി നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് അല്ലെങ്കിൽ മ്യൂസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂസ് ടാൻ തീറ്റ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരണം അല്ലെ. ഈ ഇക്വേഷൻ അതിലുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ഇവിടെ എല്ലാം ബ്രാക്കറ്റ് ഉണ്ട്. റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു യെസ് മ്യൂസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂസ് ടാൻ തീറ്റ. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി ക്ലിയർ? അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആക്ച്വലി ചെയ്തായിരുന്നു. ഈ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അതിൽ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇക്വേഷൻസും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നോക്കി പോവുക. ആൻഡ് ഇക്വേഷൻസും അതിന് അപ്പൊ ആ ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതാണോ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ തിയറി എന്താണ് നിങ്ങളുടെ അവിടെ വീക്ക് ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ ഓരോ ദിവസങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോവുക. ആൻഡ് ദിവസം നിങ്ങൾ ഒരു 40 to 50 ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഒപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. അത് പഠിച്ചിരിക്കുക, അത് റിവൈസ് ചെയ്യുക. ആൻഡ് അതിന് ബേസ് ചെയ്തിട്ടുള്ള തിയറി റിവൈസ് ചെയ്യുക. അതിന് ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ഫോർമുലാസ് നിങ്ങൾ ഒപ്പം പഠിച്ചിട്ട് തന്നെ പോവുക. ഓക്കെ റെഡി. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു, നിങ്ങൾക്ക് ക്ലിയർ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കുകയാണ്. സോ നമുക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ യെസ്, അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാ മക്കളും അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതുക, പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് റീനീറ്റ് എക്സാം വരാൻ പോവുകയാണ്. എനിക്ക് അതിൽ കിട്ടില്ലല്ലോ, എനിക്ക് എഴുതാൻ പറ്റില്ലല്ലോ എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അത് നല്ല ഹൈ സ്കോർ ഓൾറെഡി മേടിച്ച് വെച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സെക്കൻഡ് ചാൻസ് ആണ്. അതെൻ്റെ മക്കൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം യൂസ് ചെയ്യുക, മാക്സിമം അടിപൊളിയായിട്ട് അതെന്ത് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള സമയമാണ്. അതെനിക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം എന്നുള്ളത് ഉറച്ച് വിശ്വസിക്കുക. എന്നിട്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതാനായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസും നോക്കുക. പേടിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത് ഓക്കെ നമ്മൾ എഴുതുക എന്നുള്ളത് ആ ഒരു റിയാലിറ്റിയിലേക്ക് വരിക. അപ്പോൾ പേടിച്ചിരിക്കണം ഭയങ്കര ടഫ് ആവുമോ എന്നുള്ളതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും മാക്സിമം ഫെയർ ആയിട്ട് എക്സാം നടത്താനേ അവരെന്തായാലും ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. ബട്ട് ഒരു മോഡറേറ്റ് ലെവലിലുള്ള എക്സാം പേപ്പർ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഓൾസോ വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള പേപ്പർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ പെട്ടെന്ന് കട്ട് ഓഫ് റേഞ്ചസ് വരും. കട്ട് ഓഫ് റേഞ്ചസ് കുറച്ചുകൂടെ കൂടും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്കിങ്സ് വരുന്നതിൽ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഭയങ്കര ഈസിയസ്റ്റ് ആയിട്ടുള്ള പേപ്പർ വരിക എന്ന് പറയുന്നത് അത്ര നല്ലതൊന്നല്ല. അതുകൊണ്ട് ഒരു മോഡറേറ്റ് ലെവൽ വരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരു മോഡറേറ്റ് ലെവൽ വരികയാണെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും. നിങ്ങളുടെ റാങ്കും അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈസി ആവുമ്പോൾ കട്ട് ഓഫും കൂടും. അപ്പോൾ അതിനെക്കാട്ടും നല്ലൊരു മോഡറേറ്റ് ലെവൽ എക്സാം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ മാക്സിമം പ്രിപ്പയർ ചെയ്യാം, മാക്സിമം അടിപൊളിയായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഫൈനലി നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഓക്കെ റെഡി യെസ്. അപ്പൊ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവാണ്. സോ ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ, സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ടാറ്റ.